ലിയാഖത്ത് അലി എന്ന് പറയുന്നത് അവന് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ജോലി ഉണ്ടായിരുന്നില്ല. ലിയാഖത്ത് അലിയുടെ അവന്റെ ഹിസ്റ്ററിയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളത് റെക്കോർഡ് ചെയ്തോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോ, നമുക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ബന്ധം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ബന്ധം പറഞ്ഞിട്ട് പറഞ്ഞു. എന്റെ ബന്ധം ലിയാഖത്ത് അലിയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്. 11 മക്കളാണ് ലിയാഖത്ത് അലിയുടെ ഉമ്മാക്കും പാപ്പാക്കും. അതിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് ഞാൻ. എന്റെ പേര് അബ്ദുൽ സലാം കോട്ടോപ്പാടം. അവൻ ലിയാഖത്ത് അലി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവിടെ ഞങ്ങൾ പഞ്ചായത്തിൽ ഉള്ള മെമ്പർ ഉണ്ട്, ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അതാണ് അവന്റെ ആദ്യത്തെ തൊഴില്. ആ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവൻ ആദ്യമായിട്ട് വന്നിട്ട് ഈ സ്കൂൾ പഠനം നടത്തുന്നതിന്റെ ഇടയിൽ വന്നിട്ട് അവനൊരു ജോലിയായിട്ട് വന്നു. കിട്ടിയാൽ നികത്താത്തൊരു കൂടി. പക്ഷെ അത് നേരത്തെ കിട്ടൂലെന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ജനങ്ങളെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് കൂടെ വന്നിട്ടൊക്കെ വീടിന്റെ അടുത്ത് കൂടെ വന്ന് പൈസ പിരിച്ചുകൊണ്ടുപോയി. ലിയാഖത്ത് അലി സലാമിന്റെ അനുജനല്ലേ, സലാംഖാന്റെ അനുജനല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കുറി ചേർന്നു. ആ കുറി ചേർന്ന പൈസ കൊണ്ട് ആദ്യം മുങ്ങി. അതാണ് അവരുടെ ആദ്യത്തെ ബിസിനസ്. പിന്നെ ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി, ലിയാഖത്ത് അലി ഇങ്ങനെ ചെയ്തു, സലാംഖാൻ നിങ്ങൾ അനുജനാതിൽ കൂടിയാണെന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ അവന്റെ ഈ ചെക്കന്മാരെ കൂട്ടിയിട്ട് ഞാൻ അവന്റെ പോയി സമീപിച്ചു, അവനോട് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇടപെടരുത് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ആര്യമാവ് സെന്ററിൽ ഇട്ട് 2 പൊട്ടിച്ചു കൊടുത്തിട്ട് പോന്നതാണ്. പിന്നെ ഞാനൊന്നും ഇടപെടില്ലാന്ന് കരുതി. ഞാനാണെങ്കിൽ വീടിന് വേറെയാണല്ലോ താമസം, ഞാൻ മാറിയുടെ താമസം തറവാട്ടിലല്ലായിരുന്നു. പിന്നെ അവന്റെ ഇടപാടുകൾ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയാണ്. കുറച്ച് പൈസയൊക്കെ ഇവിടുന്ന് കടം വാങ്ങി. എന്റെ രണ്ടാമത്തെ അനുജൻ കബീർ ഉണ്ട്, അവൻ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് തിരക്കില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അവിടുന്ന് ഇവന് കുറച്ച് പണമൊക്കെ അവൻ്റെ അടുത്ത് കുറച്ചൊക്കെ പൈസ കടം വാങ്ങി മണ്ണാർക്കാട് ടൗണിൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി. അതിലേക്ക് പഠിക്കാൻ വരുന്ന 2 കുട്ടികൾ, ഒരു വീട്ടിൽ നിന്ന് ഒരു ചേട്ടത്തി അഞ്ചത്തി ഇവിടുന്ന് പഠിക്കാൻ വന്നിരുന്നു. അതിൽ രണ്ടാമത്തെ കുട്ടിയായിട്ട് ഇവന് ലോകത്തിലായി. ആ കുട്ടിനെ ചാടിച്ചുകൊണ്ട് പോയി. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 17 വയസ്സ് പ്രായമുള്ള സമയത്താണ് ആ പെണ്ണെ ചാടിച്ചുകൊണ്ട് അവിടെ പോയി. പിന്നെ അവന്റെ ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു എനിക്ക്. ലിയാഖത്ത് അലി നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ റെക്കോർഡല്ലേ സംഭവം? അങ്ങനെ ഇവന് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പെണ്ണിനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പാലക്കാട് പോയിട്ട് അവിടുന്ന് വണ്ടിയായിട്ട് പോയി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവന് 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഈ പെണ്ണിന്റെ കുടുംബങ്ങൾ അന്വേഷിച്ച് എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലിയാഖത്ത് നിങ്ങളെ ഞങ്ങൾ കുട്ടിയായിട്ട് അവിടെ രാജ്യം വിട്ടിട്ടുണ്ടെന്നു. ഞാൻ ആരാന്നോട് പറഞ്ഞു, കുട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയതെന്ന് ചോദിച്ചു. ഞാൻ ലിയാഖത്തിന്റെ കൂടെ പോകുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ആരും അന്വേഷിക്കാതെ ഞാൻ ലിയാഖത്തിന്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താ അന്വേഷിച്ചിട്ടാണ് പിന്നെ? ആ കുട്ടി പറഞ്ഞിട്ടില്ല ഞങ്ങളോട് എന്നെ അന്വേഷിക്കേണ്ട, ലിയാഖത്തിന്റെ കൂടെ പോകണമെന്ന് എന്ന്. അപ്പൊ അവരാണെങ്കിൽ കുടുംബം ഒരു ദേശം ഒരു കുറച്ച് ഗുണ്ടായിസ സ്വഭാവമുള്ള കുടുംബമാണ് ഈ പെണ്ണിന്റെ കുടുംബങ്ങളെ. അപ്പൊ അവരെന്നോട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, പോലീസിലെ പെറ്റീഷൻ കൊടുക്കുക. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവന്റെ ഒരു കൂട്ടുകാരെ എനിക്ക് വിളിച്ചു. അപ്പൊ പോലീസ് വീട്ടിൽ വന്നിട്ട് ആരോടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ വീട്ടിൽ ചെല്ലണം, സ്റ്റേഷൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉമ്മന്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്ന അയാൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ വീട്ടുകാർ ഈ കുട്ടികളുടെ വീട്ടുകാർ അവന് കൂടുതൽ അമിത സ്വാതന്ത്ര്യം അവരെ വീട്ടിൽ കൊടുത്തിരുന്നു, അങ്ങനെ അവർ ലോകമായിട്ട് പോയതാണെന്നാണ് തോന്നുന്നത്, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ അത് പറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ അവന്റെ കൂട്ടുകാരൻ എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ ലിയാഖത്ത് അലിയുടെ കൂട്ടുകാരാണ്, ലിയാഖത്ത് അലി സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അപ്പൊ അവൻ ഇങ്ങോട്ട് വന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ സമ്മതമാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ലിയാഖത്ത് അലി ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, അവൻ വന്നിട്ടില്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കേണ്ട പടി പോലീസിനാണ്, അത് പോലീസ് എടുത്തോളും എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു ഒരാൾ. അപ്പൊ SI-നോട് പറഞ്ഞു, എടാ ഈ 17 വയസ്സരായിട്ടുള്ളൂ, അതുകൊണ്ട് അവര് വേറെ വല്ല നിലക്കും പോയാലും അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റൂല, അതുകൊണ്ട് വന്ന കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ, അത് നല്ലതായിരുന്നു വിളിച്ചിട്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ വീട്ടുകാർ എന്നെ ഒന്ന് സമീപിച്ചു. അവർ വന്നോട്ടെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചു കൊടുത്തോ, ഞങ്ങളാരും ഇടപെടില്ലായിരുന്നു. അങ്ങനെ ഞാനോ എന്റെ ബാക്കിയുള്ള അഞ്ചന്മാരോ എന്റെ ഉമ്മാനെയോ പങ്കെടുപ്പിക്കാതെയാണ് അവരുടെ കല്യാണം നടന്നത് ലിയാഖത്തല്ലേ. അപ്പോൾ അവിടെ വന്നിങ്ങനെ ഇരുന്ന് ഓരോ ചാനൽ ചർച്ചയിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നല്ല ഉഷാറാണല്ലോ, കാര്യങ്ങൾ എനിക്കൊന്ന് പറയാൻ വേണ്ടി പൊതുവേദിയിലേക്ക് പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ. ഇത് ഏത് വർഷമായിരുന്നു ഈ പറഞ്ഞ വർഷം? ഒരു 10-11 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. അവന് മൂത്ത കുട്ടിക്ക് തന്നെ ഒരു പെൺകുട്ടിനെ തന്നെയാണോ ലിയാഖത്ത് ഇപ്പോഴും കല്യാണം കഴിച്ചിരുന്നത്? ആ പെൺകുട്ടിയാണ് ഇപ്പൊ തലയൊക്കെ മുട്ടടിച്ച് ടീഷർട്ട് ഇട്ട് നടക്കുന്നത്. കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ പ്രായത്തിൽ വേറെ കാര്യം, ഏത് പോലീസ് സ്റ്റേഷനിലായിരുന്നു അന്ന് കല്യാണം കഴിച്ചത്? 17 വയസ്സെന്നല്ലേ പറഞ്ഞു. ഏത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്? മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, കുട്ടിക്ക് എത്ര പ്രായം കല്യാണം കഴിക്കുമ്പോ? എത്ര പ്രായം? ഹലോ സലാംക്ക് മറുപടി പറയും. എന്നോട് SI പറഞ്ഞത് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവർ വേറെ വല്ല നിലക്കും കേസ് പോകുകയാണെങ്കിൽ ലിയാഖത്ത് ഉള്ളിന്ന് പോരില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ച് കെട്ടിച്ചു കൊടുത്തതാന്ന് SI-നോട് പറഞ്ഞതാ. അതിൽ വേറെ റിക്കാർഡിന്റെ ഇതൊന്നുമില്ല, എന്നോട് പറഞ്ഞ വാക്കാണത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര വയസ്സുണ്ടാവുമെന്ന്. ഓക്കെ. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലേ കേസ് ഉണ്ടായിരുന്നത്? മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലാണ് എന്നെ വിളിപ്പിച്ചത്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുന്ന് SI-നോട് കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് ഇത്ര തന്നെ നിയമം ശക്തമായിട്ടില്ല, നിയമം നിലവിലുണ്ടെങ്കിൽ ശക്തമായിട്ടുണ്ടായിരുന്നില്ല.
സലാംക്ക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ലിയാഖത്ത് മതം ഉപേക്ഷിക്കാൻ കാരണമായ എന്തെങ്കിലും ഒരു സംഗതി ഉള്ളതായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഒന്നുമില്ല. സമൂഹത്തിലെ സമുദായത്തിന്റെ ഞങ്ങളെ ഭാഗത്തുനിന്ന് വീട്ടിൽ എന്തെങ്കിലും ലിയാഖത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ലാതെ വേറെ ഒരാളും മതം വിട്ട് ജീവിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില നിലപാടുണ്ടായിരുന്നു. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, 2 ആൺകുട്ടികളും. അതിൽ 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. ഞാൻ എന്റെ കുടുംബത്തിലെ മുതിർന്ന എന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ അവരുടെ കുടുംബത്തിൽ 125 ആളുകൾ എന്റെ ഉമ്മ കഴിച്ച പിന്നെ 2ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണവരാണ് ഞാൻ. എനിക്ക് ഇത്തരം അല്ല, ഇത്തരം എന്റെ സംഭവങ്ങൾ ചോദ്യം കാണിച്ചുകൊണ്ട് എന്താണെന്നറിയോ? നിന്നാൽ അല്ല, എന്റെ ഇങ്ങനെ ചോദ്യം ഇതായിരുന്നു. ആ നിങ്ങളുടെ പറയും. ഭാഗത്തുനിന്ന് ഈ ഒരു ആ വിഷമം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, എന്റെ വീട്ടിൽ നിന്ന് ആ എന്റെ ഉമ്മ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി, അത് ആ ഞാൻ എന്തോ മതപരമായ വിഷയത്തിലൊക്കെ ഭയങ്കര ആ കാർക്കശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ന ആ പോലെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ നിന്നോ ആ സമൂഹത്തിന്റെ അയൽവാസികളെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മോശമായ മറക്കാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും ഒരു ഒരു അനുഭവം ഒരു ലിയാഖത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അവൻ മതം വിട്ടതിന്റെ പേരിൽ, അവൻ നിസ്കരിക്കാത്തിന്റെ പേരിൽ അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറയാം, നോമ്പ് വെക്കാത്തിന്റെ പേരിൽ ആരും ഒന്നും പറയാം. നമ്മുടെ നാട്ടിൽ തന്നെ അവസ്ഥ അങ്ങനെയാണല്ലോ. എത്ര ആൾക്കാർ നിസ്കരിക്കാൻ നടക്കുന്നു, എത്ര ആൾക്കാർ നോമ്പ് വെക്കാൻ നടക്കുന്നു. ഇപ്പൊ ലിയാഖത്ത് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഇതിന്റെ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവനിപ്പോ ഹൈ ലെവൽ ജീവിതമാണ് ജീവിക്കുന്നത്. എന്താണ് ലിയാഖത്ത് സാമ്പത്തിക സ്രോതസ്? ഒരു ഒരു വലിയ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയും 2-3 കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ഇവനൊരു ഇത്തരം ഒരു ഇന്നോവ കാറിലൊക്കെ നടക്കണമെങ്കിൽ അതിന് ഫണ്ട് വേണം. അത് ഫണ്ട് ചെയ്യുന്നത് സംഘപരിവാർ പോലെയുള്ള സംഘടനകളാണ്. ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് അവൻ ഇസ്ലാമിനെതിരെ തെരുവറിയാന്നുള്ള പണിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞങ്ങൾ ആരും അവനെ കൊല്ലാൻ നോക്കില്ല. അവൻ എങ്ങനെ വേണം ചെയ്യുക. പക്ഷെ അവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഈ ഞങ്ങൾ വിളിക്കാൻ അല്ല പാടില്ല എന്ന് തീരുമാനം ഞാൻ ഇവിടുന്ന് പോയാൽ ഞങ്ങൾ നമ്മളെ അടുത്ത ആ സലാം ഞങ്ങൾ അടുത്ത അങ്ങനെ കാട് കയറണ്ട. വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളതേ, ലിയാഖത്ത് ചോദിച്ചോളൂ. മദ്രസയിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടോ? എത്ര വയസ്സ് വരെ ലിയാഖത്തിന് ചെറുപ്പത്തിൽ നല്ലപോലെ കൂടിയാൽ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? നിസ്കാരമൊക്കെ ഉള്ള ആളായിരുന്നു? 6ാം ക്ലാസ് വരെ 6ാം പഠിച്ചിട്ടുണ്ടോ? ക്ലാസ്സിൽ അതിലപ്പുറം ഉണ്ടാവില്ല. നിസ്കാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിം ആയിരുന്നോ ചെറുപ്പത്തിൽ? നോമ്പും നിസ്കാരവും ഇതൊക്കെ കാര്യങ്ങളും കറക്റ്റ് വീട്ടില് നോക്കിയിരുന്ന? വാപ്പ നല്ല വിശ്വാസിയായിരുന്നു. വീട്ടിലെ വാപ്പൊക്കെ നല്ല വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് വീട്ടില് വാപ്പാനെ കാണിച്ചൊക്കെ വാപ്പ മരിക്കുന്നവരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവണം. എത്രാമത്തെ വയസ്സിലാണ് വാപ്പ മരിക്കുന്നത്? ലിയാഖത്തിന് എത്ര വാപ്പ വയസ്സുള്ളപ്പോൾ ഇപ്പൊ മരിച്ചിട്ട് വാപ്പ മരിച്ചിട്ട് 22 വർഷത്തിലധികമായി. ഈ ലിയാഖത്ത് ഇനി നിങ്ങളെ തള്ളി പറയോ നാളെ ഇത് വരുമ്പോ നിങ്ങൾ ജ്യേഷ്ഠനല്ല എന്നുള്ള കളവ് പുള്ളി പറയോ ഇല്ലോ എന്നുള്ളതാണ് നമ്മുടെ അല്ല അത് അവന് വേണ്ടി പറയാം. ലിയാഖത്ത് അലിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ എന്റെ പേര് അബ്ദുൽ സലാം, വീട്ടുപേര് ചെമ്പലങ്ങാടൻ, വാപ്പാന്റെ പേര് മുഹമ്മദ്, ഉമ്മാന്റെ പേര് നഫീസ. ഈ നഫീസയുടെയും മുഹമ്മദിന്റെയും മൂത്ത മകനാണ് ഞാൻ. 2ാമത്തെ മകൻ ഷൗക്കത്ത് അലി, അയാൾ മരിച്ചു, 3 വർഷം ആകാൻ പോകുന്നു. അതിന്റെ താഴെയുള്ള അബ്ദുൽ കബീർ, അതിന്റെ താഴെ അബ്ദുൽ നാസർ, ഇതിന്റെ ഇടയ്ക്ക് ഒരു പെങ്ങളുണ്ട് ആമിന. അങ്ങനെ മൊത്തം ഞങ്ങൾ 8 ആണുങ്ങളാണ്. ആ 8 ആണിൽ ഒരാളാണ് ഇവനെ. ബാക്കി 7 ആളുടെ ഒരാള് മരിച്ചു, ബാക്കി 7 പേര് ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ലിയാഖത്തിൽ അല്ലാതെ 6 ആൾ കൂടി ഉണ്ട്. ലിയാഖത്തിന്റെ ഒരു സ്വഭാവം വെച്ച് പുള്ളി വേണമെങ്കിലും ഉമ്മായ വാപ്പയും തള്ളി പറയും. ഇവരല്ലാന്ന് പുള്ളി പറയാനുള്ള ചാൻസസ് വളരെ അല്ല, അവനിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, കുടുംബത്തിൽ നിന്ന് ഉമ്മാന്റെ ഫോണിലേക്ക് ഞങ്ങളൊന്നും ഫോൺ ചെയ്യുന്നില്ല എന്നാ. കാരണം ഉമ്മാക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്ത് ഉമ്മാക്ക് അവന്റെ നമ്പർ എടുത്തു അതിന് അവന്റെ ഉമ്മാന്റെ നമ്പർ മാക്കിയത് കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഉമ്മാനോട് സംസാരിക്കാൻ എന്തൊക്കെയാ സംസാരിക്കുന്നു എന്ന് അവനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ പേര് എന്ത്, ഞാൻ ആ ഉമ്മാന്റെ ഫോണിലേക്ക് വിളിക്കില്ല. ഞാൻ ഉമ്മാനോട് സംസാരിക്കാൻ വേറെ തൊട്ടാരെങ്കിലും ഫോണിൽ വിളിക്കും. അപ്പൊ അവന്റെ പ്രശ്നം ഉമ്മ ലിയാഖത്തിന്റെ കൂടെയാണോ? ഉമ്മ ആരുടെ കൂടെയാണ്? ഉമ്മ നിങ്ങളുടെ ലിയാഖത്ത് ഇപ്പൊ കൊച്ചിയിലാണ് താമസം. ഞങ്ങൾ മണ്ണാർക്കാടാണ്. അവന് ഒരു എന്തോ ജോലിക്കാണെന്ന് പറഞ്ഞ 2ാമത്തെ അനുജന്റെ അടുത്ത് നിന്ന് ഒരു 4-5 ലക്ഷം രൂപ വാങ്ങിയിട്ട് എന്തോ ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞിട്ട് പോയത്. ആ പൈസ വാങ്ങിയിട്ട് പോയതാണ്. ഇപ്പൊ അവൻ വിളിക്കുമ്പോ ഫോൺ എടുക്കില്ല. ഈ ലിയാഖത്ത് 24 മണിക്കൂറും കഴിഞ്ഞ 1 മാസമായി ഞങ്ങൾ കാണുന്ന ഇവനും കുറെ ചീർ ഗേൾസുമായിട്ട് 24 മണിക്കൂർ ഇതിനകത്തുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവൻ മതം വിടുന്നത്. അവന് അതിന് വേണ്ടിട്ട് തന്നെയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ലിയാഖത്തിന്റെ ഭാര്യ വീട്ടുകാർ ഇസ്ലാമിക പശ്ചാത്തലം എന്താണ്? ആ പെൺകുട്ടിക്ക് ഇതുപോലെ ഇസ്ലാമികന്റെ നമ്മൾ അവരെ കുറിച്ച് നമുക്ക് യാതൊരു അറിവില്ല. കാരണം അവരെ കുറിച്ച് എന്റെ അറിവ് തന്നെയാണ്. അവന്റെ ഈ പെണ്ണിന്റെ അല്ല, ഞാനിത് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്താ വെച്ചാല്, ഇവര് സാധാരണ മതം വിട്ട ആളുകൾ പറയല്, ഞങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ മതവും സമൂഹവും സമുദായവും കുടുംബക്കാരും അനുവദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മതം ഉപേക്ഷിച്ചതെന്ന് ഇവര് പൊതുവെ പറയലുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടു, ഞാനും കേട്ടു. ലിയാഖത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു കേട്ടിട്ട് പൊതുവെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ലിയാഖത്തിന്റെ പല പ്രസംഗങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. യൂട്യൂബില്, ഫേസ്ബുക്കിലും കേട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ അവന്റെ കുടുംബങ്ങൾ ദ്രോഹിക്കുന്നുണ്ട്, അവന്റെ കച്ചവടം പൂട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊരു കച്ചവടമല്ല, അവരുടെ കച്ചവടം പൂട്ടിച്ചത് തന്നെ. ഏറ്റവും ചെറിയ ഗൂഗിൾ ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് അവർ ഈ സ്റ്റീൽ ഫർണിച്ചർ പോലുള്ള വർക്കുകൾ എടുത്തിട്ട് ഈ കരാർ വ്യവസ്ഥയിൽ എടുത്തിട്ട് ജോലി ചെയ്ത് കൊടുത്തിരുന്നു. അതിന്റെ ഏറ്റവും ചെറിയ അനുജൻ സദക്കത്തുള്ള എന്ന് പറയുന്ന ആളെ പണികളൊക്കെ ചെയ്യിക്കുന്നത്. ഇവന് ഓഫീസിൽ നിന്ന് വെള്ള ഷർട്ട് വെച്ചിട്ടുള്ള ഒരു പണി ലിയാഖത്ത് ചെയ്യൂല. അവർ ഓഫീസിലേക്കും അങ്ങനെ ഇരുന്നു. ഈ സംഗതികൾ ഇവന്റെ പോക്ക് ഇതാണെന്ന് ചിലപ്പോൾ അനുജൻ എന്ന് പറഞ്ഞു, എന്നെ കൊടുത്തിട്ട് പറ്റില്ല, ഞാൻ പോകണം. അവനോട് അങ്ങനെ നിർത്തിയിട്ട് നേരെ ദുബായിക്ക് കയറി. അതോടുകൂടെ കച്ചവടം പൂട്ടി. അതാണ്ടായത്. അനുജനാണ് ഈ പണികളൊക്കെ നടത്തുന്നത്, ഏറ്റവും ചെറിയ അനുജൻ സദക്കത്ത്. അവൻ എന്ത് ചെയ്തു, ഇവന്റെ പോക്ക് ശരിയില്ലാതെ അവനെന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അവന്റെ കൂടെ ഒന്നും ശരിയാവില്ല, അവിടെയൊന്നും അവന്റെ കുട്ടികളെയും കൊണ്ടുപോകാൻ പാടില്ല, കുട്ടികളോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്റെ ഒരു അനുജന്റെ മോനും ഇവിടുന്ന് അയൽവാസികൾ 3-4 കുട്ടികളൊക്കെ കൊച്ചിയിൽ കൊണ്ടുവരുന്ന അവർക്ക് ജോലിക്ക്. അപ്പൊ ഇവരോടൊക്കെ ഈ പണിയാണ് എടുക്കുന്നത്. അപ്പൊ അതോട് ശരിയാവില്ല, ഞാൻ നിർത്തി പോരാണെന്നുണ്ട് അനുജനെ ഇട്ട് പോന്നു. അതോടുകൂടെ കമ്പനി പൂട്ടി.
അതാണ് അവനെ പൂട്ടിച്ചു പറയുന്നത്. അല്ലാതെ അല്ലാതെ അവൻ ഈ നടക്കുന്ന നടത്തത്തിനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സുമില്ല. ഉപ്പാന്റെ അവകാശമായിട്ട് കിട്ടിയ 5.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതാണ് ആ കമ്പ്യൂട്ടർ സെന്റർ നടത്താൻ വേണ്ടി ആയിരുന്നു പൈസ കടം വാങ്ങിയിരുന്നു. ആ പണം വിറ്റിട്ട് അതിന്റെ കടം വിട്ടി. 5 സെന്റ് സ്ഥലമോ എന്റെ അറിയിലാണ് 5 സെന്റ് സ്ഥലം ഇല്ല, വീടില്ല, ഒന്നുമില്ല. വെറുതെ മാനതെറിഞ്ഞ വടി പോലെ നടക്കുകയാണ്. അപ്പൊ അവന്റെ അപ്പൊ ആവശ്യം അതാണ്. ആവശ്യമാണ് ഞങ്ങൾ വിളിക്കണം അവരെ. ഞങ്ങൾ അവനെ വിളിച്ചിട്ട് അവന്റെ മതനീരസത്തിൽ നിന്ന് ഞങ്ങൾ അവനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അപ്പം വരും, അവൻ തിരിച്ചു വരും. തിരിച്ചു വരണമെങ്കിൽ എന്തുവേണം, അവന്റെ കടയിടപാടുകൾ തീർക്കണം. ഞങ്ങൾ തൽക്കാലം തയ്യാറായില്ല. അപ്പൊ ആള് മൊത്തത്തിൽ ഒരു ഉടായ്പാണ് മൊത്തം. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവന് കൊടുക്കാനുള്ള സാമ്പത്തിക ഇടപാടുകൾ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന പോലെ എന്തെങ്കിലും അവനെന്തെങ്കിലും അപായപ്പെടുത്തിയാൽ ആ വഴിക്കല്ലാതെ മറ്റൊന്നും സാധ്യത. അല്ലെങ്കിൽ പിന്നെ ചേകന്നൂരിനെ പറ്റി സംഭവിച്ച സംഭവം ഉണ്ടാവും. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ ഇതിന് ഫണ്ട് ചെയ്യുന്നവർ കുറെ കാലം കഴിയുമ്പോൾ ഫണ്ട് നിർത്തലാക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ ഇവർ തന്നെ ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യും. അതാണ് ഈ ഇതിന് ഫണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വെറുതെ ചെയ്യുന്നൊന്നല്ല അവര്. അവര് ഇസ്ലാമിനെ നന്നാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നന്നാക്കാനോ എന്നല്ല ലിയാഖത്ത് അലിയുടെ ആവശ്യം. ലിയാഖത്ത് അലി അല്ല, ജബ്ബാറിന്റെയും അതുപോലെ ഇതിന് മുമ്പ് കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവര് 1-2 ആൾക്കാരെന്നല്ലേ. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇസ്ലാമിനെതിരെ പറയാന്നുള്ളതാണ് അവര്, വേറെ ഒന്നല്ല. എത്ര കടണ്ടാവും പുള്ളിക്ക് മൊത്തം അറിയില്ല. കാരണം ഈ രൂപത്തിൽ അവന്റെ ജീവിതം ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ എത്ര വേണ്ടി വരും? അല്ല, നിങ്ങൾ അറിയുന്നപ്പോ നാട്ടിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിൽ എന്റെ രണ്ടാമത്തെ അനിയന് 5 ലക്ഷം രൂപ ഉണ്ട്. അവൻ ഇപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കണില്ല. അവൻ അവിടെ ഒരു പിന്നെ ബിസിനസ് നടത്താൻ വേണ്ടി കൊടുത്താണ് പൈസ. വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ സലാംക്ക, വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞ നേരത്തെ ഒരു 5 സെന്റ് സ്ഥലം കണ്ട് അവകാശം കൊടുത്തതായിട്ട് പറഞ്ഞു. അപ്പൊ ഈ അനന്തരാവകാശങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ 5.5 സെന്റ് സ്ഥലം അതൊക്കെ കൊടുത്തു തീർന്നിട്ടുണ്ട്. ഇനി അനന്തരാവകാശമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇല്ലല്ലോ അല്ലെ? അങ്ങനെ ഒരു അവകാശമില്ല. പാപ്പ മരിച്ചിട്ട് വാപ്പാടെ അവകാശം അല്ല. പിന്നെ സലാംക്ക, ഒരു ചോദ്യം. സാധാരണ ഈ ഇസ്ലാം മതം വിടുന്ന ആളുകൾ സ്വാഭാവികമായും അവരുടെ മഹലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമല്ലോ. ഈ ലിയാഖത്ത് ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ മഹലിൽ ബന്ധം വിച്ഛേദിച്ചു, അങ്ങനെ കത്ത് വല്ലതും നൽകിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ, ഒന്നും എന്റെ അറിവിലില്ല. അവനെന്തിനാ കത്ത് കൊടുക്കണു? അവൻ ഫേസ്ബുക്കിൽ ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടു. അവനെ അന്വേഷിച്ചിട്ട് ആരൊക്കെ 4-5 ആൾക്കാർ SKSSന്റെ ആളുകൾ അവൻ പിന്നെ മതം വിട്ടതിന്റെ പേരിൽ അവനോട് സംസാരിക്കാൻ ചെന്നിരുന്നു എന്നൊക്കെ അവൻ ഫേസ്ബുക്കിൽ പറയുന്ന നുണയൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ഒരാളെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഇന്നാൾ ചെന്നു പറഞ്ഞിട്ടില്ല. SKSFന്റെ 4-5 ആൾ വന്നു എന്ന് പറഞ്ഞാലൊന്നും സത്യമാണെന്നില്ല. ഇന്ന ആൾ എന്ന് പറയില്ല, ആളെ പേര് പറയില്ല. ഞാൻ എന്റെ പേര് പറഞ്ഞു. സലാംക്ക, ഈ ലിയാഖത്ത് മതം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഇസ്ലാമിക സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നോ? ഈ പോപ്പുലർ ഫണ്ടോ? മുസ്ലിം ലീഗിന്റെ അനുഭവമായിരുന്നു അറിയാം. അല്ല അല്ല, പോപ്പുലർ ഫണ്ടിലൊന്നും ഇല്ല. ഞാൻ പോപ്പുലർ ഫണ്ട് തന്നെയാണ്. പോപ്പുലർ ഫണ്ടിന്റെ അനുഭവം അങ്ങനൊന്നുമില്ല. എന്റെ വാപ്പാക്ക് 11 മക്കളുണ്ടായിരുന്നു. എന്റെ വാപ്പ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളായിരുന്നു. CPIയുടെ പ്രവർത്തകനായിരുന്നു ചെറുപ്പത്തിൽ, എന്റെ വാപ്പാന്റെ ചെറുപ്പത്തിൽ. അന്ന് ഞാൻ മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. പക്ഷെ എന്റെ വാപ്പ എന്നോട് ഒരിക്കലും പറഞ്ഞില്ല നീ എന്തിനാണ് ലീഗിന് പോളൂ, അല്ലെങ്കിൽ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ വാപ്പ തന്ന് വളർത്തിയിട്ടുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക, ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുക, അത് അവനവന്റെ ചോയ്സാണ്. അതിനനുസരിച്ച് ഞങ്ങൾ ആരും അവരോടൊന്നും പറയാനും പോയിട്ടില്ല. ഇപ്പോഴും എന്റെ 2 അനുജന്മാര് പിന്നെ ഒരു അനുജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈ ലിയാഖത്തിന്റെ മൂത്ത സംസ്കൃതി എന്ന് പറയുന്ന ആള്. പക്ഷെ ഞങ്ങൾ അവരോട് ഇതിലേക്കൊന്നും പറയാനില്ലാന്ന്. ഞാൻ എന്റെ മക്കളോട് പോലും നിങ്ങൾ പാർട്ടിയിലേക്ക് വരണോ സംഘടനയിലേക്ക് വരണമെന്ന് പറയില്ല. അത് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക്. മനസ്സിലായോ? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഞാൻ ഇപ്പോ ലിയാഖത്ത് അലിയുടെ കുടുംബോ അതല്ലെങ്കിൽ മറ്റേ കുടുംബം, ഭാര്യ, കുട്ടികളടങ്ങുന്നവരായിട്ട് വീട്ടിൽ ഉമ്മയുടെ ബന്ധം എങ്ങനെയാണ്? വിളിക്കലുണ്ടോ, കാണലുണ്ടോ, വരലുണ്ടോ? ഉമ്മാക്ക് ഫോൺ ചെയ്യലുണ്ടവന്. ഞങ്ങൾ അതിന് ആരും എതിർക്കാറില്ല. എന്റെ ഒരു അനുജൻ പിന്നെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഫോൺ കുറച്ച് ദിവസം വാങ്ങി വെച്ചു. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത, കാരണം ഉമ്മാക്ക് 70-75 വയസ്സുണ്ട്. ഇവന്റെ കാര്യത്തിന് മാത്രമല്ല, ഇമ്മാനോട് ഇങ്ങനെ ഞങ്ങൾ വലിയ കുടുംബമാണ്. അപ്പൊ ഇങ്ങനെ ഉമ്മാരുടെ കുടുംബങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിളിക്കും, എവിടെ താത്തജ് ഇങ്ങോട്ട് പോകാന്ന് പറയും. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും, അവിടുന്ന് ഡ്രസ്സ് മാറ്റി കിട്ടിയ വണ്ടിക്ക് അങ്ങനെ കയറി പോകും. അപ്പൊ ഞങ്ങൾക്ക് ഈ ഉമ്മ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബങ്ങൾക്ക് പോകണ്ട, അത് ഈ ഫോൺ ഉണ്ടാകൊണ്ടാണ്, അത് ഉണ്ടാകൊണ്ടാണല്ലോ വിളിക്കണേ. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഉമ്മാക്ക് വിളിക്കാം, ഇനി എന്റെ കുട്ടികളെ ആരെങ്കിലും വിളിച്ചിട്ട് വരാൻ നമുക്ക് വീട്ടിൽ പോകണം തന്നെ, കുട്ടികളെ വണ്ടിയിട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കും. പിന്നെ അവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ അങ്ങോട്ട് അപ്പുറത്ത് കൊണ്ടുവന്നാക്കും. അങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. ഈ 70-75 വയസ്സല്ലേ, അതുകൊണ്ട് കുറച്ച് ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്ര വേണ്ടെന്നുള്ള നിലക്ക് മനോട് ചെറിയ തടസ്സം നിർത്തിക്കൊണ്ടല്ലാതെ ലിയാഖത്ത് വിളിക്കണ്ടെന്നോ ലിയാഖത്തിന്റെ ഭാര്യയോട് സംസാരിക്കണ്ടെന്നോ എന്നൊന്നും ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ അവൻ പറയുന്നത് നുണയാണ്. ഇതൊക്കെ എന്താ പറയുക, ഇവൻ ആൾക്കാരെ അവന് ഇതല്ലാതെ വേറെ കുറെ ആളുകൾ കുടുംബം ഉണ്ടാവണം. അവനിപ്പോ വേറെ അവരെ പ്രീതിങ്കേഴ്സ് എന്ന് പറയുന്ന കുടുംബമാണ് പിന്നെ അവനാവശ്യം. അവന് ഞങ്ങളുടെ എന്റെ ഉമ്മാന്റെയും അപ്പാന്റെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളായ 125 ആളേക്കാൾ കൂടുതൽ ഒരു ഫോളോവേഴ്സ് ഉണ്ടാവല്ലോ. അവൻ ആ കുടുംബം മതി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരാൾ ഈ 125 ആളിൽ നിന്ന് ഒരാൾ പോയി മതി, ഞങ്ങൾക്ക് അതൊരു വലിയ വിഷയമൊന്നുമല്ല. ഈ സലാംക്ക, ഈ ലിയാഖത്തും കൂടെ കുറെ ചിയർ ഗേൾസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് തീരെ ബുദ്ധിയില്ലാത്ത കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ടീമിന് മൊത്തം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഈ സാധനങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിയില്ലാത്ത സംഗതികളാണെന്ന് തോന്നിയിട്ടില്ല ഇവന്റെ പുറകെ കൂടിയൊക്കെ കുറെ പെണ്ണുങ്ങൾക്ക്? അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണെന്ന്. അവന്റെ ജീവിതത്തിൽ മുഴുവൻ അവൻ ആദ്യം മുതൽ പിന്നെ അവൻ കല്യാണം കഴിച്ചാൽ അങ്ങനെയാണല്ലോ. പിന്നെ അതുപോലെ അവർക്ക് കുത്തക ജീവിതം നയിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവർക്ക് മതം ഉപേക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. അവരുടെ ആവശ്യത്തിന് മതം ഉപേക്ഷിച്ചാണ്, അല്ലാതെ മതത്തിലുള്ള പ്രശ്നം കൊണ്ട് ഉപേക്ഷിച്ചതല്ലെന്ന്.
ഇനി എനിക്ക് പറയാനുള്ള ഈ മതം ഉപേക്ഷിച്ച് അവരോട് കുറെ കാര്യങ്ങൾ പറയണ്ട. അവരെന്തിനാ ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവർ പിന്നെ ഇതിന്റെ പിന്നാലെ നടക്കണേ? ഞങ്ങൾ മതം വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ അതാണ് അങ്ങനെയാണ്, ഇസ്ലാമിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുള്ളവർക്ക്. അപ്പൊ അവർക്ക് ഇസ്ലാമിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ പിന്നെ പ്രചരണം നടത്തുന്നതിന് അതിന് ഫണ്ട് അവർക്ക് കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്യണത് അവർ ചെയ്തോട്ടെ. അതുകൊണ്ട് ഇസ്ലാം ഒലിച്ചു പോകുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. 1400 വർഷമായിട്ട് ഇവരെ പോലുള്ള ആളുകൾ അവരെ സ്വതന്ത്ര ചിന്തകരെ, ഒരു സ്വതന്ത്രം ഇല്ലാത്ത ചിന്തയുള്ളവര് ഇവർ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ 1000 കൊല്ലം മുമ്പ് മറ്റു പല ആളുകളും പറഞ്ഞ അതേ കാര്യങ്ങളെ ഇവരും പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ചിന്തയൊന്നുമില്ല. ഇവരാരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് വല്ല ബുദ്ധിയുണ്ടോ? സ്വന്തമായിട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ അവനാന്റെ കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ ഒരു സ്ഥലത്ത് ഒരു കൂര വെക്കാനുള്ള സംവിധാനം ചെയ്യൂലേ? ആദ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ അതല്ല ആദ്യം ചെയ്യണ്ടേ? അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അവനെ. ഇനി എന്താ ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചോളൂ പറയാം. അല്ല, ഇവന് അല്ല എന്ത് നമുക്ക് കാര്യത്തിനാണ് ഇങ്ങനെ ഈ ഇതൊക്കെ മതം വിട്ട് കഴിഞ്ഞാൽ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു, മതം വിട്ട് കഴിഞ്ഞാൽ കൊല്ലണമെന്ന് ഖുർആനിൽ ഇന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള എന്ത് വലിയ വിഷമാണ് ഈ അവർക്ക് ലിയാഖത്ത്? ഖുർആാനിന്റെ ഒരു ആയത്ത് വരില്ലാന്ന്. ഖുർആാനിന്റെ ഒരു ആയത്ത് വരെയുള്ള പഠനം അവൻ പഠിച്ചിട്ടില്ല. അവൻ അറിയാൻ ഖുർആാനിന്റെ വിമർശകർ കൊടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവാണ് അവർക്കുള്ളതെന്ന്. ഖുർആാനിൽ എന്താണെന്നോ ഹദീസിൽ എന്താണെന്നോ അവർക്കറിയില്ല. ഖുർആാനിലെ ആയത്തുകൾ ഇന്ന ഇത്രാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് രണ്ടാമത്തെ ആയത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അവർ ഈ പഠിച്ചു വെച്ച ചില 1 2 നമ്പർ ഇട്ട് പഠിച്ചു വെച്ച ആയത്തുകളല്ലാതെ വേറെന്തായത്ത് അവർക്കറിയാം. അത് അവർ ഇന്നൊന്നിനും തുടങ്ങിയൊന്നല്ലെന്ന്. ഇത് ആയിരക്കണക്കിന് വർഷം മുമ്പേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിന്റെ ഉള്ളിലേക്ക് കടന്നു എന്നുകൊണ്ട് അവർക്ക് സംശയത്തിന്റെ പഴുതുകൾ ഉണ്ടാക്കാനുള്ള സംഗതികൾ തെരഞ്ഞെടുത്തിട്ട് അതിനവര് കുറെ മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ അത് എഴുതി വെച്ചവരെ മാറി വന്ന് അതിന്റെ തർജ്ജിമകൾ ഇവര് വായിച്ചു പഠിക്കണതുള്ളേ. അല്ല ഇവർക്ക് എന്ത് ഖുർആൻ അറിയാം? ജാമ്യത്തെ ടീച്ചർക്ക് ഖുർആൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തോന്നും അവിടെ ഖുർആനിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമുള്ള ആളെന്ന്. ഒരു പാണ്ഡിത്യമില്ല അവർക്ക്. ഏകദേശം മദ്രസ തോനെ പഠിച്ചാൽ 6 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ മദ്രസിലെ അധ്യാപകരോട് ചോദ്യം ചോദിച്ചു എന്നൊക്കെ ഒരു സമയത്ത് പറയുന്നുണ്ട്. വെറും നുണയാണ്, പച്ച നുണയല്ലാതെ നേരായിട്ടൊന്നും പറയില്ല. ഞങ്ങൾക്ക് അവൻ മതം വിട്ടതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഞങ്ങൾ തന്നെ അവനോട് ഈ തിരിച്ച് മതത്തിലേക്ക് വരണമെന്ന് പറയാനും തയ്യാറില്ല. മതം അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അവൻ മരിച്ചിട്ട് മരണാനന്തരം ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചവർക്കുള്ള മതത്തിന് ആവശ്യം. അതില്ലാന്ന് അവനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അവൻ മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അങ്ങനത്തെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആർക്കൊന്നും സംഭവിക്കില്ല അവൻ മതം വിട്ടിന്റെ പേരിൽ. ക്ലിയർ ആണ് വാക്കുകൾ വളരെ വ്യക്തമായ വാക്ക്. അതിൽ നമുക്ക് രക്തബന്ധമുള്ളവരെ അടുപ്പിച്ചു നിർത്തുന്നുള്ള നമ്മുടെ തീം പറയണത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എങ്ങനെ അടുപ്പിക്കാൻ? ഞാൻ എന്റെ അനുജൻ ഉമ്രക്ക് പോകുമ്പോൾ നാസർ എന്ന് പറഞ്ഞ ആളെ ഉമ്രക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കഅബത്തിൽ ചെന്നാൽ ദുആ ചെയ്യണം ഇല്ലാക്കത്ത് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദുആ ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അവന്റെ മനസ്സ് മാറാം, പക്ഷെ അവനോട് പറയാനില്ല. മനസ്സിലായോ? അവന്റെ മനസ്സിലാവും നല്ല ബുദ്ധി അള്ളാഹുവിനോട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തേടാറുണ്ടെന്ന്. പക്ഷെ അവനോട് പറയില്ല, അവനോട് പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ വേറൊരു സംഗതി പറയാം. ഇവര് ഇതിൽ ഇനിയിപ്പോ അങ്ങനെ പറയുമ്പോഴെന്താ കുറച്ച് സംഗതി എനിക്ക് കൂടി വേദനിക്കുന്ന സംഗതിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവരെ മനുഷ്യന്മാര് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ, സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അള്ളാഹു കാവലിനെ തേടിക്കൊണ്ട് വേണം. അതല്ലെങ്കിൽ അതിൽ പിശാചിന്റെ സന്തതികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിശാചിന്റെ സന്തതികൾ ഉണ്ടെങ്കിൽ അവരുടെ അള്ളാഹിനെ അനുസരിക്കൂല. സംഗതി മനസ്സിലായോ? ഞാൻ പറയുന്ന വ്യക്തമുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പിശാചിന്റെ ഇടപെടല് ഈ മക്കൾ പിശാചിന്റെ ഇടപെടൽ നടന്നിട്ട് പിശാചിന്റെ സന്താനങ്ങളായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ അനുസരിക്കൂല. അത് എന്റെ അനുജനായിട്ടല്ല, ആരായിട്ടും ശരി. അതിനാണ് അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പിശാചിൽ നിന്ന് കാവല് തേടണമെന്ന് തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അത് തെറ്റിയിട്ട് ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ല. ഇനി ഇവര് ഈ പിശാചിന്റെ സന്തതികൾക്ക് അറിയാത്തൊരു സംഗതി വേറെ ഉണ്ട്. മരിച്ചിട്ട് അവസാനം മഴസറിൽ വെച്ചിട്ട് പിശാചിന് ഇവരോടൊരു ചോദ്യം. അപ്പോഴാണ് ഇവർ ശരിക്കും യഥാർത്ഥത്തിൽ ഇവരിപ്പോ പിശാചിന്റെ വക്താക്കളായിട്ട് നടന്നത്. അവസാനം മഴസറിൽ വെച്ചിട്ട് പിശാചി ചോദിക്കുന്നത് ഇവരോട്. പിശാചിന് അള്ള പഠിച്ചു തന്നെയാണ്. പിശാചിനെയും അള്ള സൃഷ്ടിച്ചു തന്നെയാണ്. നിങ്ങളോട് നല്ല നേർമാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ കൂടിയെന്ന് ചോദിച്ചിട്ട് പിശാചി കൈയൊഴിയുന്ന സന്ദർഭം വരും. അപ്പോഴേ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ട് ചോദിച്ചോളൂ, പറഞ്ഞോളൂ. നിങ്ങളത് പിന്നെ അപ്ലോഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ പൂർണ്ണമായിട്ട് സമ്മതം തന്നിട്ടുണ്ട്. കാരണം എനിക്കതിന്റെ വേദി കിട്ടില്ല. ഞാൻ ഇന്ന് അവരോട് ഇടപെടാൻ വേണ്ടി നോക്കിയപ്പോ അവരെനിക്ക് മൈക്കാൻ വിളിച്ചില്ല കേട്ടോ. സലാമക്ക, എന്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. നിങ്ങൾ എനിക്കൊരു വാട്സ്ആപ്പ് മെസ്സേജ് ഒന്ന് ഒരു ഹായ് അടിക്കാവോ? എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 05 ഞാൻ ജിദ്ദയിലാണുള്ളത്. അത് വേണ്ട, എനിക്ക് ഇതിപ്പോ എല്ലാവർക്കും വേണ്ട. ഒരുപാട് പേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ശല്യമാവും. എന്റെ ബയോയിലൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ശല്യമല്ല. ആര് ചോദിച്ചാലും ഇതിന് മറുപടി ഞാൻ ആരോടും പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. അത് വേണ്ട, ഇപ്പൊ ഇവിടെ വേണ്ട, പരസ്യമായിട്ട് വേണ്ട. നിങ്ങൾ എന്റെ അവിടുന്ന് അറിയാവോ? ബയോ എടുക്കാൻ അറിയാവോ? കേക്ക് നോക്കട്ടെ. എന്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യും. എന്റെ ഫോട്ടോയിൽ ഒന്ന് പ്രസ് ചെയ്യും. എന്റെ ഫോട്ടോയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ ബയോ വരും. അതിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ഷഫീഖ്, ആദ്യത്തെ ഫോട്ടോ ആ പച്ച കുത്തി കിടക്കുന്ന. അപ്പൊ കണ്ടോ എന്റെ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ എന്ത് കിടപ്പുണ്ട്? വരുന്നില്ല, ഫോൺ ഹാങ് ആയിട്ടാണെന്ന് അറിയില്ല. വ്യൂ പ്രൊഫൈലിന് കൊടുക്കും. വ്യൂ ഫുൾ പ്രൊഫൈൽ.
യു ഫുൾ പ്രോ. ഈ ലിയാക്കത്ത് വഴി താഴെ ഉണ്ട്. മൂപ്പർക്ക് എന്തെങ്കിലും പറയാം. മൂപ്പർക്ക് നാളെ പറയാം. മൂപ്പർക്ക് നാളെ പറയാം. ചോദിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇല്ല മൂപ്പർക്ക് നാളെ നമുക്ക് പറയാൻ അവസരം നൽകാം. നോ പ്രോബ്ലം. ഇന്നല്ല നാളെ കൊടുക്കാം പുള്ളിക്ക് അവസരം. അല്ല, ഇന്നിപ്പോ കേട്ടി കഴിഞ്ഞാൽ ഫുള്ള് കച്ചറയാവും. ഒരു അങ്ങോട്ട് കേൾക്കും ചെയ്യാൻ പറയുന്നില്ല. അങ്ങനത്തെ ഒരു അല്ല, അവസ്ഥ. ഞാനല്ലേ ഇവിടെ മോഡറേറ്റർ. നിങ്ങൾ ആരും നടപടി ഒന്നും എടുക്കണ്ട. നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ ബേജാറാവണ്ട. കുഴപ്പമില്ല. നമുക്ക് സമയം കൊടുക്കാം പുള്ളി. അല്ല ഷെഫീഖ് ഭായ്, സലാം ഭായിയോട് ചോദിച്ചു നോക്കി നോക്ക്. ലിയാഖത്ത് ഭായി ലിയാഖത്തിനോട് ചോദിച്ചോ, സലാമുകളെ നിങ്ങളെ ജ്യേഷ്ഠനോ? ഇല്ല നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ തന്നെ ഖത്തറിൽ 12:30 മണിയായി. നമുക്കൊക്കെ കിടക്കണ്ടേ. അത് അല്ല, കുടുംബം കലക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ കുടുംബം കളിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. സലാം ഭായി ഞാനേ അവിടെ കയറാൻ വേണ്ടി യൂട്യൂബിൽ അവരെ റൂമിൽ കയറാൻ വേണ്ടി ശ്രമിച്ചാണ്, പക്ഷെ കിട്ടിയില്ല, മൈക്കിട്ടില്ല. സലാംക്ക, നിങ്ങൾ 11 മക്കളാന്ന് പറഞ്ഞില്ലേ? ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ ലിയാഖത്തിനോട് എങ്ങനെയാണ്? ബാക്കിയുള്ള സഹോദരങ്ങൾ ആരും ഞങ്ങൾ അവരോട് ഒരു അരോഗ്യമില്ലാന്ന്, രോഗ്യമില്ല, ഞങ്ങള് അരോഗ്യമില്ല. സംഗതി മനസ്സിലായോ? ഞങ്ങൾ അവനാരും ഞാൻ എന്റെ പിന്നെ അവൻ ഈ മാറിയതിന് ശേഷം എന്റെ വീട്ടിൽ 2 കല്യാണം കഴിഞ്ഞ് ഞാൻ പറയില്ല. കാരണം എനിക്ക് അവനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവന്റെ ഈ മാറിപ്പോയ അവന്റെ ഭാര്യയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ കേട്ടില്ല. അത് എന്റെ റേറ്റ് ആണ്. സ്വതന്ത്ര ചിന്തമായിട്ട് അവർക്ക് അവരുടേതായ റേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റേറ്റ് ഉണ്ടെന്ന്. മറ്റുള്ളവർ കാര്യം എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ആരോടും പറഞ്ഞില്ല ലിയാഖത്ത് ഇങ്ങനെ ആയതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവരോട് മിണ്ടരുത്, അവരോട് പറയരുതെന്ന് പറഞ്ഞില്ല. ലിയാഖത്തിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് ഞാൻ അന്ന് അനുജന്മാരെയും എന്റെ അമ്മാവനെയും ഉമ്മാനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രവൃത്തി കാണിച്ചാൽ അതിനെ നമ്മൾ ഇപ്പൊ 2 കല്യാണം നീട്ടി സ്വീകരിച്ചാൽ നമുക്ക് കുറെ കുട്ടികളെ കെട്ടിക്കാനുണ്ട്, കുറെ കുട്ടികൾ കല്യാണം കഴിക്കാനുണ്ട്. അവർ മനസ്സിലാക്കും ഇങ്ങനെ ചെയ്താൽ കുടുംബത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ മനസ്സിലാക്കും. അതുകൊണ്ട് ലിയാഖത്തിനെ കുറച്ച് മാറ്റി നിർത്തുന്ന അത്യാവശ്യമാണെന്നുകൊണ്ട് അന്നൊരു മാറ്റി നിർത്തിയെന്നല്ലാതെ അത് പിന്നീട് 1-2 കുട്ടികൾക്കായപ്പോൾ ഞാൻ എന്റെ മൂത്ത മോളെ കല്യാണത്തിൽ ഞാൻ വിളിക്കൊണ്ട് ചെയ്തു. അന്നൊന്നും ചിന്ത മാറിയതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവൻ പറയുന്ന 6ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാറിയെന്ന് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അവൻ ഇസ്ലാമിന് പുറത്തു പോയി എന്ന് അവൻ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഫംഗ്ഷനിലും അവൻ പങ്കെടുപ്പിച്ചില്ല. എന്റെ അനുജൻ മരിച്ച സന്ദർഭത്തിൽ തന്നെ അവൻ അവിടെ വന്നിരുന്നു. എന്നിട്ട് അതിന് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു എന്താ ആവശ്യത്തിന് അവനവിടെ വന്നു, പള്ളി പോകില്ല, മജിദ് സ്കരിക്കില്ല, പിന്നെ എന്തിനാ വന്നു. ഇത് 2ാമത്തെ അനുജൻ മരിച്ചപ്പോൾ അവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ വെച്ച് എന്റെ പിന്നെ അനുജൻ സത്താർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവർ തമ്മിൽ ഈ കാര്യത്തെ കുറിച്ച് കുറച്ച് ബാക്കി തർക്കമുണ്ടായി. അതാണ് ഉണ്ടായത്. അതിനാണ് അവനെ പറ്റി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവർക്ക് എന്നെ പറ്റിയും സത്താറിനെ പറ്റിയാണ് കുറെ ഫേസ്ബുക്കിലേക്ക് അവന്റെ പിന്നെ ഫേസ്ബുക്കിലെ ഐഡിയിൽ തിരഞ്ഞാൽ മനസ്സിലാവും. ഈ മരിച്ച അനിയനാണോ 5 ലക്ഷം രൂപ കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞത്? അല്ല, അതിന്റെ താഴെ ആൾക്ക് അപ്പൊ ജീവിച്ചിട്ടുള്ള ആളിനെ കബീർ എന്ന് പറയുന്നത് 5 ലക്ഷത്തിന്റെ അടുത്തുണ്ടായിരുന്നാണ് എന്റെ അറിവ്. എന്നോട് അവൻ പറഞ്ഞിട്ടൊന്നുമില്ല. പുറത്ത് പറഞ്ഞ വിവരമാണ് 5 ലക്ഷം രൂപ ജാഗ്രത കൊടുക്കാണ്ട്. ഇപ്പോഴും അവൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അപ്പൊ അവര് കുട്ടിയെ കല്യാണം എടുത്ത് വരികയാണ്. അപ്പൊ കല്യാണം പൈസ ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കിട്ടുന്നില്ല, ഉറപ്പൊന്നും അവനില്ല. കിട്ടുന്നു സലാമക്ക, ഇത് കട്ടാവുന്നതിന് മുന്നേ തന്നെ എന്റെ ഇതിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം. കിട്ടും ഒരു ഹൈ ഒന്ന് അടിച്ചാൽ ഇപ്പൊ തന്നെ എന്റെ പേര് സേവ് ചെയ്തിട്ട്. വാട്സാപ്പ് നമ്പറാണ് അത്. കട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നുകൊണ്ട് തന്നെ സേവ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കാം. ഇപ്പൊ ലിയാഖത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഞാൻ സംസാരിച്ചോട്ടെ. അതായത് ഞാൻ ചോദിക്കാൻ വന്നത്, ലിയാഖത്ത് ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇടങ്ങാറാക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും? വേറെ മറ്റു ബന്ധുക്കളോ നാട്ടുകാരോ എന്താണ് ഇങ്ങനെ എന്ന രീതിയിൽ? അല്ല, എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നിങ്ങൾ അനുജങ്ങനെ ആയതല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരോട് അതിനനുസരിച്ച് തന്നെ മറുപടി പറയാറില്ല. കാരണം നമ്മളാരും ഒരാളെ പിന്നെ മതപരമായ കാര്യത്തിലോ രാഷ്ട്രീയപരമായ കാര്യത്തിലോ മക്കളുടെ ആയാലും അനുജന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോരില്ല. അത് അവര് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ചോദിക്കാറുണ്ട് നമ്മളെ പരിചയമുള്ള ആളുകൾക്ക്, പല ആളുകളും ചോദിക്കുന്ന സലാംക്കാർ ലിയാഖത്തൊക്കെ എങ്ങനെയാണല്ലേ എന്ന് പറയും. ഞാൻ പറയും എന്താ ചെയ്യാം, രക്ഷയില്ല. സലാമക്ക, എനിക്ക് മെസ്സേജ് അയക്കും. അതിൽ വെയിറ്റ് ചെയ്യും. ബാക്കി പുള്ളിയോട് ചോദിക്കാം. പുള്ളി മെസ്സേജ് അയച്ചത്. ഷഫീഖ് സാഹിബേ, ചില ചർച്ചകൾക്ക് ചില സുന്നത്തുകളുണ്ട്. പണ്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കളും മക്കളല്ലാഹു ഖൈറുൽ മാക്കിരുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് എന്ത് തോന്നിയിട്ടാണ് ഞാൻ വെറുതെ കയറിയിട്ട് ഞാൻ റൂം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറയാം, ചില ഗ്രൂപ്പുകൾക്കും ചില സുന്നത്തുകളുണ്ട്. ഇതേ എന്നെ ഗുണ്ടയെന്ന് വിളിക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പോകുന്നത് ചർച്ച നടത്തിയ ലീഡർ ലിയാഖത്താണ്. എനിക്കറിയാം, ആ ചിന്നാട്ടിന്റെ ഗ്രൂപ്പിൽ എന്താണ് ക്ലബ് ഹൗസിലെ ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്ത സംഭവമാണ്. പഠിച്ചവന്റെ പണി നോക്കി എങ്ങനെയാണ് കിട്ടിയത്. അതും നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ വേറെന്തോ ചർച്ച നടത്തിയ സംബന്ധിച്ച് നാളെ തന്നെ കേട്ടോ. നല്ലതാണ്. അതല്ല ഷഫീഖ്, ഇന്നലത്തെ ചർച്ചയായിരുന്നു നുണകളുടെ മേൽ പടക്കപ്പെട്ട ഇസ്ലാം. ഇപ്പൊ ആരാപ്പം നുണകളുടെ മേൽ പടക്കപ്പെട്ടെ? വലിയ വലിയ നുണകളൊക്കെ തകർന്നു വീണു. സാധാരണഗതിയിൽ പറയുന്ന എല്ലാ വാദങ്ങളും ഇനി ആ വക വിഷയങ്ങൾ വെച്ചിട്ട് ലിയാഖത്തിന്റെ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിക്കേണ്ടി വരും. അത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇതിനൊക്കെ പുള്ളി ഇതിനേക്കാളും നന്നായിട്ട് ന്യായീകരിച്ചോണ്ട് വരും. നോക്കോ, ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയിക്കണ്. തൊലിക്കട്ടി എന്ന് പറയുന്ന സംഭവമൊക്കെ കഴിഞ്ഞു പോയിക്കണം. എന്തെങ്കിലും ഒരു അവസരം കൊടുക്കുക, ഏതായാലും കൊട്ടി കൈലാസത്തോടുകൂടി നമുക്ക് നിർത്താലോ. നമ്മളല്ലേ ഇവിടെ മൂപ്പര് റെക്കോർഡിംഗ് ആയിരിക്കും. ഇന്നിപ്പോ വീഡിയോ ചെയ്യും. മുകളിലേക്ക് ക്ഷണിക്കും. മൂപ്പർക്ക് അവസരം കൊടുത്തില്ല. നമ്പർ എനിക്ക് കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബെഡങ്ങറാക്കാതെ
സലാംക്ക പോയിട്ട് മതി. ആ ഓക്കെ ഓക്കെ ഓക്കെ. സോപ്പറെ അല്ല സലാം ഇല്ല സലാംക്കാക്ക് കുഴപ്പമില്ല. പോയിട്ടില്ല. സലാംക്ക് പോണെന്തിനാ? സംസാരിക്കട്ടെ, സലാംക്ക് ഉള്ളപ്പോ സംസാരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ല സലാംക്കാടെ പെർമിഷൻ ഷഫീഖ് ഭായി എനിക്ക് കിട്ടില്ല, നമ്പർ കിട്ടിയില്ല. സലാം ഭായിയുടെ നമ്പർ കിട്ടില്ല. അല്ലേ നിങ്ങൾ അയക്ക്. അല്ലേ ലിയാഖത്തല്ലേ അത് കേട്ടാം. സലാം ഭായിയുടെ നമ്പർ കിട്ടിയില്ല, ഞാൻ കേട്ടാൻ പുള്ളി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഞാൻ ചെറിയൊരു ഒരു പണിയിലാണ്. ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ സമയം എടുത്തോ. പിന്നെ നമ്മുടെ മറ്റു ക്ലബ്ബുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. സലാംക്ക് ഞാനിന്ന് അവരെ എന്നെ മുർത്തതിനെ കൊല്ലണമെന്നുള്ള ചർച്ച അതിൽ കയറിയിട്ട് എനിക്ക് മൈക്ക് അനുവദിച്ചില്ല. ഞാൻ 2 മണിക്കൂർ നേരം ശ്രമിച്ചു. ഇല്ല അവിടെ നിന്ന് വർത്തമാനം പറയാൻ പറ്റണ്ടേ? മുർത്തത് ആർക്കാണ് മുർത്തത് കൊല്ലണമെന്നുള്ള ചോദ്യം ആരാണ് ചോദിക്കുന്നത്, ആരോടാണ് ചോദിക്കുന്നത് എനിക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറെ ശ്രമിച്ചത്. ഇത് ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ആരോടാണ് ചോദിക്കുന്നത്, ആ 2 എണ്ണത്തിന് മറുപടി കിട്ടിയാൽ മതി. അതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒരു തന്നില്ലേ. മറുപടി ഉണ്ടെങ്കിൽ പണിക്ക് നിൽക്കൂല ചങ്ങായി. മറുപടി ഇല്ല, പറയാൻ അറിയാത്തോണ്ടല്ലേ ഇമാരി റേഡിയോ കളി കളിക്കുന്നത്. ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അവരിൽ ആരും സഭ്യമായ ഭാഷയിൽ നമ്മളോട് സംവദിക്കുന്നവർ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ സംവദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ അവരെ കാണാറില്ല. നമ്മളെ ഗ്രൂപ്പിൽ വന്നാൽ അവർ പറയല് ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോഴേക്കും വിഷയം മാറ്റി ഞങ്ങളെ പുറത്താക്കി എന്നാണ് പറയുന്നത്. നമ്മളെ ശരണ്യ കുട്ടിയൊക്കെ വന്നിട്ട് നമ്മളോട് സംസാരിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ അവർക്ക് തന്നെ അഭിപ്രായം അവർ ഇസ്ലാമോഫോബിക്ക് വളർത്തുന്ന ആളുകളാണ്. സ്വതന്ത്ര ചിന്തകരായ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സഭ്യമായ ഭാഷയിൽ സംവദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കൊടുക്കാം. അത് ലിയാക്കത്തിനും കൊടുക്കാം, ജബ്ബാർ മാഷിനും കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, ഈ ഗ്രൂപ്പുകൾ എല്ലാവർക്കും കാണാൻ പറ്റും. ലിയാക്കത്തിന് അവസരം കൊടുത്താൽ ലിയാക്കത്ത് എങ്ങനെയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ മൊത്തം ഇവരുടെ അടുത്ത് ഒന്നുമില്ല. ആകെ മർക്കസുൽ ബിഷാർ എടുക്കിയ കുറച്ച് പുസ്തകമുണ്ട്, ലിക്കി ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് ആകെ കുറച്ച് ഇസ്ലാമില് ഈ മർക്കസ് ബിഷാറയുടെ മോലാളി ഉണ്ടല്ലോ, എന്താ പേര്? അലവി ഫാദർ അലവി മഞ്ചേരി മുങ്ങിയിട്ട് പൊങ്ങിയത് കായംകുളത്താണ്. അപ്പോൾ ഞാൻ അന്ന് കമ്പ്യൂട്ടർ പരിപാടി ചെയ്യുന്ന സമയത്ത് ഇവന്റെ കമ്പ്യൂട്ടർ കേടായിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെല്ലുന്നു. അപ്പോൾ പ്രിന്റർ എല്ലാം ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഈ സാധനം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത സിസ്റ്റമാണ്. ഓക്കെ, ഞാൻ ചോദിച്ചത് എവിടുന്നാന്ന് ചോദിച്ചു. സിസ്റ്റം അപ്പോൾ ജർമ്മനി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജർമ്മനി എന്നുള്ള കമ്പ്യൂട്ടർ, പ്രിന്റർ, അതിന്റെ UPS സിസ്റ്റം കംപ്ലീറ്റ് പാക്കേജാണ് ജർമ്മനി എന്നുള്ള. അപ്പോൾ 2ാമത്തെ നിലയിലാണ് ഇവരുടെ പരിപാടി. മോളിൽ ഞാൻ ചെല്ലുമ്പോൾ 2ാമത്തെ നിലയിൽ ഒരു 5-8 പെൺകുട്ടികളെ ഇരുത്തിയിട്ട് പോസ്റ്റ് കാർഡ് എഴുതുകയാണ്. എങ്ങോട്ടേക്ക്? കംപ്ലീറ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലയിലേക്ക് എഴുതുകയാണ്, മുസ്ലിം വീടുകളിലേക്ക് കത്തെഴുതുകയാണ്. ഈ കക്ഷിക്ക് യാതൊരു വിധമായ വിവരവും ഇല്ലാന്ന് എനിക്ക് അന്ന് പിടികിട്ടി. ഒരു വിവരമില്ല. എന്നിട്ട് കായംകുളത്ത് വെച്ച് തന്നെ ഒരു സംവാദത്തിന് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു, അദ്ദേഹത്തിന് ടെലിഫോൺ ചെയ്തു, അലവി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അലവി പറയാണ് ഞാൻ അഫ്ദൽ ഉലമ ഒക്കെ കഴിഞ്ഞ ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഈ സലാഹുദ്ദീൻ എന്ന മറ്റേ കക്ഷിയുടെ പേര്. അദ്ദേഹത്തിന് വലിയ ഭൗതിക വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷേ വായനയിലൂടെ ഭയങ്കര നോളജ് കിട്ടിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ പറഞ്ഞു, താങ്കൾ അഫ്ദൽ ഉലമ കഴിഞ്ഞാണോ? ഇത് ഇസ്ലാമിക പഠനത്തിൽ ഇത് LKG മാത്രമാണ് മിസ്റ്റർ അലവി, കമോണെന്ന് പറഞ്ഞു. പക്ഷേ അലവി വരാൻ തയ്യാറായിട്ടില്ല. ഞാൻ നേരിട്ട് കണ്ടു. ഞാനന്ന് അവരുടെ സിസ്റ്റം കംപ്ലീറ്റ് ചില പാർട്സ് പോയി ഞാനത് റീപ്ലേസ് ചെയ്തു, ശരിയാക്കി കൊടുക്കുക ചെയ്തത്. എനിക്ക് പിടികിട്ടി ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ വിവരമൊന്നും ഇല്ലാത്തൊരു കക്ഷിയാണ് ഒരു പിടികിട്ടി. ഇവരെ ഉപയോഗിക്കുകയാണ്. പിന്നീടാണ് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചർച്ചയിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പെരുമ്പാവൂരിലുള്ള ഈസ സാഹിബ് പറഞ്ഞു ഇതുപോലെ ജർമ്മൻ ഫണ്ടഡ് ആയിരുന്നു അലവി എന്ന്. ഈസ സാഹിബ് പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അത് കാര്യം കറക്റ്റ് തന്നെയാണ്. കായംകുളത്താണ് ഇപ്പോൾ പൊങ്ങിയത് അലവി അവിടുന്ന് മുങ്ങിയിട്ട്. അവര് അലവി ഈ വിമർശനങ്ങൾ എടുക്കുന്നത് എല്ലാവർക്കും ഒരു മരുന്നാണ് ഇവരുടെ കയ്യിൽ. സംഖ്യകൾ കൊടുക്കുന്ന അതേ തുള്ളി മരുന്ന് തന്നെയാണ്. അല്ല, ഇതിന്റെ ഒറിജിനൽ സംഖ്യകളൊന്നല്ല, തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. ലിയാക്കത്ത് ഒരു ക്ലോസ് റൂം ടുഗദർ തുടങ്ങിയിട്ടുണ്ടാവുക കേണപേക്ഷിക്കാൻ. പോയോ? ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ഭയങ്കര കുറച്ചും കൂടി ഡെപ്ത് തരത്തിലുള്ള ചരിത്രങ്ങൾ മുസ്തഫ തൻവീറിനെ മുഹമ്മദ് കേട്ടിട്ടുണ്ടാവില്ല. നമുക്ക് നാളെ തന്നെ റിലീസ് ചെയ്താൽ മതി കേട്ടോ, ഇപ്പോഴേ കളയണ്ട. അവര് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ നിന്ന്. എന്റെ പൊന്നെ, നാളത്തെ പ്രഭാതം എന്തായിരിക്കും? കുട്ടികൾ വരെ ഇവിടെ വന്നിരിക്കുകയാണ് ഉറങ്ങാതെ. അതെ, ലിയാക്കത്തില്ലെങ്കിലും ലിയാക്കത്തിന് പ്രതിനിധീകരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് അവസരം കൊടുക്കാല്ലേ? ഓക്കെ, ലിയാക്കത്തിന് ഞാൻ വിളിക്കുകയാണ്. നിങ്ങൾ സലാമിനെ കൂടി വിളിക്കുക, അപ്പോഴല്ലേ ചർച്ച ഒരു കൊഴുക്കുള്ളൂ. സലാം ഭായി എനിക്ക് മെസ്സേജ് ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യണം. അതാ സലാം എന്താ വരാത്ത? സലാം പോകുന്നവരെ വെയിറ്റ് ചെയ്താണോ എന്നെ കേട്ടാൻ? ഞാൻ ഏകദേശം അരമണിക്കൂറിലധികം നിങ്ങളുടെ അവസാന ഭാഗം ഞാൻ വന്നത് മുതൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. എനിക്ക് നമുക്ക് പ്രശ്നമില്ല. എനിക്കിപ്പോ പേഴ്സണലായിട്ട് ലിയാക്കത്തിനോട് ഒന്നും ചോദിക്കാനില്ല, കാരണം നമ്മൾ പേഴ്സണലി ഞാൻ ഒരു മിനിറ്റ് ഷെഫിക്കെ, ഒരു മിനിറ്റ്. ഞാൻ അവിടുന്ന് എന്റെ മതനിരാസത്തിന് ശേഷം എന്റെ ഒരു ജ്യേഷ്ഠന്റെയും പേര് പറഞ്ഞ് ഒരു ചർച്ചയും സംഘടിപ്പിച്ചിട്ടില്ല. ഒരു ചർച്ചയും. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചക്കളവാണ്. അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചോ
അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മുമ്പ് പക്ഷെ ഒരു കാര്യം ജ്യേഷ്ഠനാണെന്ന് സമ്മതിച്ചല്ലോ അല്ലേ? അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്നോട്ടെ. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഓക്കെ, അതുപോലെ നമുക്ക് ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വ്യക്തി താങ്കൾ ജ്യേഷ്ഠനാണെന്ന് താങ്കൾ സമ്മതിച്ചല്ലോ? പൂർണ്ണമായും കളവാണ്. അദ്ദേഹം അല്ലല്ല, പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും ജ്യേഷ്ഠനാണെന്ന് അദ്ദേഹം തെളിവ് സമ്മതിച്ചല്ലോ? കൊണ്ടുവരേണ്ടി വരും. അത് അദ്ദേഹം കൊണ്ടുവരേണ്ടി വരും. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെന്ന് ചാടിച്ചിരിക്കുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കുരുക്കിലാണ്. അത് കേവലം ക്ലബ് ഹൗസിൽ തീരുന്ന പ്രശ്നവും അല്ല. ഓക്കെ ഓക്കെ ഇനി ഇനി അപ്പൊ ഇനി 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 ഞാൻ ലിയാഖത്ത് പറയാം, ഇനി ഞാൻ പറയാം, ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാൻ കേട്ടതിൽ അല്ല നിന്ന് ചില കാര്യങ്ങൾ പറയാം. ഹോൾഡ് ഓൺ എ മൊമെന്റ് മിസ്റ്റർ ലിയാഖത്ത്, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടോ നോക്കുന്നില്ല? എന്നെ അറിയാവുന്ന കുട്ടികൾ അല്ലെ എന്റെ അനുജന്മാരായിട്ടുള്ള പല ആൾക്കാരുണ്ട്. ഞങ്ങൾ രാത്രി കാലങ്ങൾ വെറുതെ സംസാരിക്കാൻ വേണ്ടി കയറുന്ന സംഭവം. ഞാനൊരു ടൈറ്റിൽ പോലും ഇട്ടിട്ടില്ല. ഞങ്ങൾ വെറുതെ 7-8 പേര് സംസാരിച്ചുകൊണ്ടിരുമ്പോഴാണ് നിങ്ങൾ എനിക്ക് സലാം ഭായി ആരാന്ന് പോലും അറിയില്ല. സംസാരത്തിൽ അദ്ദേഹം എവിടെയോ സൗദിയിലാന്ന് തോന്നുന്നു, എവിടെയോ ജോലി ചെയ്യുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ ലിയാഖത്തിനെ അറിയാം, ലിയാഖത്തിന് ജ്യേഷ്ഠനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് ഞങ്ങൾ സംസാരത്തിൽ 1/2 മണിക്കൂറിന് ശേഷം ഇവിടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഞാനിവിടെ പുള്ളിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു റൂം ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് സലാം ഭായി നേരത്തെ അറിയില്ല, എനിക്ക് ലിയാഖത്തിന് തന്നെ അറിയില്ല. നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇവിടെ അദ്ദേഹം ഇവിടെ ആകസ്മിക ആക്സിഡന്റായിട്ട് ഇവിടെ വരികയാണ്. കാരണം അദ്ദേഹത്തിന് ഇതുവരെ സംസാരിക്കേണ്ട അവസരം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ പുള്ളി അദ്ദേഹത്തിന്റെ മൈക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പുള്ളിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും പറഞ്ഞു. അതിനിപ്പോ എങ്ങനെ തെളിവ് തരാം? ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ചില കാര്യങ്ങൾ പറയും. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ഒരു SDPI പ്രവർത്തകനാണ് എന്നതിന്റെ പേരിൽ വളരെ ചെറിയ പ്രായം തൊട്ട് ആശയപരമായി എന്നോട് കൃത്യമായിട്ടുള്ള ശത്രുതയിൽ ജീവിച്ച ഒരാൾ എന്ന് എന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരാൾ എന്ന നിലക്ക് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ SDPI എന്ന് പറയുന്ന സുഡാപ്പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു മതവിശ്വാസിയുടെ കടമ നിർവഹിക്കുക മാത്രമാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ എനിക്കെതിരെ ഞാനൊരു മൈനർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലുള്ള ഒരു കേസ് അത് അദ്ദേഹം തെളിവ് കാണിക്കേണ്ടി വരും. ഞാൻ വേറെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇല്ല, കേട്ടില്ല. അത് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളി പറഞ്ഞത് പുള്ളിനോട് പോലീസ് വന്ന് പറഞ്ഞു എന്നാണ്. പുള്ളിനോട് പോലീസ് വന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയേണ്ടി വരും. സുഹൃത്തെ, നിങ്ങളൊരു ക്ലബ് ഹൗസ് ചർച്ച സംഘടിപ്പിച്ചിട്ട് ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യാൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത് ജ്യേഷ്ഠനാണെങ്കിൽ സത്യം പറയണം. ഇനി പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റ് സുഹൃത്തെ, നിങ്ങൾ 1/2 മണിക്കൂർ എന്റെ പച്ച ഇറച്ചി തിന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വിളിക്കണമായിരുന്നു. അതായത് മര്യാദ. ഞാൻ 1/2 മണിക്കൂർ കണ്ടിന്യൂസ് ഹാൻഡ് റൈസ് ചെയ്തു. നിങ്ങൾ എന്നെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ താഴെ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വിളിക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു. ചെയ്തില്ല. ഇനി പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അനിയനുമായി 4-5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന കാര്യത്തിന് ഇദ്ദേഹം പ്രൂഫ് തരേണ്ടി വരും. അതെനിക്കല്ല, ഇത് ലീഗലായിട്ടുള്ള കാര്യമല്ല. ഇദ്ദേഹം പറഞ്ഞില്ലേ 125 ആൾ കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പറയപ്പെടുന്ന ജ്യേഷ്ഠൻ നാളെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് എന്ന് പറയാൻ വേണ്ടി ഇന്ന് വൈകുന്നേരത്തെ എന്നെ വിളിച്ച വ്യക്തിയാണ്. ഞാൻ പൈസ കൊടുക്കാനുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ വ്യക്തി. ഞാൻ ഒരാളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ പ്രഷർ കാരണം അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ കഴിയില്ല പരിപാടിയിലേക്ക്. ഞാൻ അദ്ദേഹത്തോട് വാക്സിൻ എടുത്ത കാര്യങ്ങൾ ചോദിച്ചു. വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കിട്ടിയിട്ടില്ല, അവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. വരുമ്പോൾ കുറച്ച് ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ. വരുന്ന ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും നാളെ ഇദ്ദേഹം അഡ്രസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, പോയിട്ട് അന്വേഷിക്കാം. ഒരു കുടുംബത്തിനകത്തുള്ള ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഈ പറയുന്നത് മുഴുവൻ എന്റെ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ എന്ന വ്യക്തി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ വാപ്പ മരണപ്പെടുന്നത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വാപ്പ മരണപ്പെടുന്നത്. ആ വാപ്പ മരണപ്പെട്ട് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്ന എന്നെ ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോകാൻ ഹെൽപ്പറായി പോകാൻ വിസമ്മതിച്ച അന്ന് മുതലുള്ളതാണ് ഞാനും ഇദ്ദേഹം തമ്മിലുള്ള പ്രശ്നം. അതെന്റെ കുടുംബപരമായ പ്രശ്നമാണ്. ഈ പറയപ്പെടുന്ന 125 ആളിൽ ഒരു 25 വയസ്സിൽ മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന രഹസ്യം. എന്റെ ഉമ്മയും ഞാനും അവിടെ ഉണ്ടായിരുന്ന ആളുകളും തനിച്ചാണ് ജീവിച്ചിരുന്നത്. എനിക്ക് ബുദ്ധി വെക്കുന്ന കാലത്ത് ഇദ്ദേഹം എന്റെ കുടുംബ വീട്ടിൽ താമസിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ കല്യാണത്തെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിക്ക് അന്വേഷിച്ചു നോക്കുക. എനിക്കൊന്നും അത് അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും അദ്ദേഹം എന്റെ വീട്ടിൽ എന്റെ വാപ്പ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ എന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും ഞങ്ങളുടെ വീടുമായി കാര്യമായ ബന്ധമില്ലാതെ ജീവിക്കുകയും ചെയ്ത ഒരാളെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന്റെ പേരിൽ SDPIയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുപോയി. അതിനു മുൻപ് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന ഒരാൾ പാലക്കാട് ജില്ലയിലെ ഒരു കൊലപാതക കേസിലെ പ്രതിയായി വന്നപ്പോൾ NDF പ്രവർത്തകനായിരിക്കെ പ്രതിയായി വന്ന് പോലീസ് തെളിവെടുപ്പിന് വന്ന സമയത്ത് മുങ്ങിയ ആ വ്യക്തിയെ കുറിച്ച് അറിയുന്ന സമയത്ത് ഇദ്ദേഹം വന്ന മുസ്ലിം ലീഗുകാരനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് അവനെ പോലെയുള്ള ആളുകളെ കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിലിട്ട് തിന്നാൻ കൊടുക്കുകയാണ് വേണ്ടത്, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് പകരം എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടപ്പോൾ മഹറില്ലാതെ സ്ത്രീധനമില്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ഉറപ്പ്, അതിന് പകരമായി മകനെ കൊണ്ട് അതേ നിലവാരത്തിൽ കല്യാണം കഴിപ്പിക്കണം എന്ന വാഗ്ദത്തിന്റെ മുകളിൽ SDPIക്കാരനായി മാറിയ ഒരു വ്യക്തിയാണ് സലാം. അബ്ദുൾ സലാം ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ചക്കളവാണ്. ഈ റെക്കോർഡ് ഞാൻ നാളെ എന്റെ ഫാമിലിയിലെ ആളുകൾക്കാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉമ്മയുടെ ഫോണ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി സ്പൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇതുപോലത്തെ ശുദ്ധ അസംബന്ധം പറയരുത്. അതിന് നിങ്ങൾ ഇവിടെ പരിഹസിച്ച് ചിരിച്ചു. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ പറ്റുന്നില്ല. മതം ഉപേക്ഷിക്കുന്നതിന് മുൻപ് കൊടുത്ത ഫോണാണത്. മതം ഉപേക്ഷിച്ച കാര്യം ഈ പറയപ്പെടുന്ന ജ്യേഷ്ഠൻ മരണപ്പെടുന്ന സമയത്ത് ഞങ്ങൾ സുന്നി ഫാമിലിയാണ്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, ശരിയാണ്. പക്ഷെ എന്റെ ഉമ്മ മരണപ്പെടുന്നത് വരെ ഞാൻ ഈ കാര്യം പബ്ലിക്കായിട്ട് പറയണമെന്ന് വിചാരിക്കാത്ത ആളായിരുന്നു. ഞാൻ മരണസമയത്ത് അവിടെ പോയിരുന്നു, അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു. ഞാൻ ഒരു ചടങ്ങിലും പങ്കെടുക്കാതെ മാറി നിന്നിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് അവിടെയുള്ള മൗലൂദും 14 ദിവസത്തെ ദിക്റും എല്ലാം കഴിഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്.
അവിടെ അന്ന് അതിന്റെ അവസാനത്തെ ദിവസം ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സംസാരം അവിടെ നടന്നു. അവിടെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം, എന്റെ നിലപാടുകൾ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരൂ, ഞാൻ പഠിക്കാൻ തയ്യാറാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ അത് നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. എന്നാലും നിങ്ങൾ നാളെ റെക്കോർഡ് വിടുമ്പോൾ ഇതൊക്കെ വിടണം. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഞാനുമായി ബന്ധപ്പെട്ട് എന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും എന്റെ ജീവിതത്തിൽ ഇടപെടാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾ ഞാൻ എത്ര വരെ മദ്രസയിൽ പഠിച്ചു വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ എത്ര വരെ സ്കൂളിൽ പഠിച്ചു അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ ഏത് വർഷം SLC പോയി അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതവുമായി പോയതാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ നിലപാട് വന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ 1.5 വർഷത്തിന് ശേഷം ക്ലബ് ഹൗസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ ആശയങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം നിങ്ങൾ കുറച്ച് ദിവസമായി നടക്കുന്ന മെഴുകുതിരി മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് അതിലൊരു ഭാഗവാക്കായി അദ്ദേഹം കുറെ നുണകൾ പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന ഒന്നും അങ്ങനത്തെ ഒന്നിനും ഞാൻ ഇനി പറഞ്ഞുതരാം. ഇനി ലിയാഖത്ത് ഇവിടെ വളരെ വിദഗ്ധമായി ചില ഒളിച്ചുവെട്ടൽ നടത്തി. ഞങ്ങൾക്ക് മണ്ടമരം എന്നാണ് തന്റെ വിചാരം? നിങ്ങളെ ജ്യേഷ്ഠൻ ഈ പറയപ്പെടുന്ന സലാമിനെ ഉള്ളപ്പോഴാണ് ഹാൻഡ് റൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് പറയാനാണ് ഞാൻ വന്നത്, നിങ്ങളോട് സംസാരിക്കാനല്ല വന്നത്. അദ്ദേഹം ഒളിച്ചോടിയതിന് ഞാൻ ഉത്തരവാദിയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒളിപ്പിച്ച് വെച്ച് നിങ്ങൾ എന്നെ വിളിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്റെ പൊന്നെ സുഹൃത്തെ, ഇത് ഇവിടെ കേൾക്കുന്നവർക്ക് അറിയാലോ, നമ്മൾ വളരെ ട്രാൻസ്പാരന്റ്, ഇത് പബ്ലിക് അല്ലേ, ഇത് രഹസ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിലേക്ക് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു പോപ്പുലർ ഫ്രണ്ട് കാരനാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാണ് ഇവിടെ. അതുകൊണ്ട് എനിക്കറിയാം, അത്ഭുതമൊന്നുമില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ അദ്ദേഹം യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതല്ലാന്നും എനിക്കറിയാം. നിങ്ങൾ ടൈറ്റിലിടാതെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് നിങ്ങൾ സലാമിനോട് ചോദിച്ചില്ലേ കുറെ കാര്യങ്ങൾ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ അതിനാണ് വന്നത്. ചോദിക്കൂ. ഇത് നാളെ ഇറങ്ങുന്ന വീഡിയോക്ക് അപ്പൻഡിക്സ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ക്യാപ്ചറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിയാഖത്ത് എന്നിട്ട് പറയാണ് അത് തന്റെ ജ്യേഷ്ഠൻ തന്നെ, ലിയാഖത്ത് ജ്യേഷ്ഠൻ തന്നെ. ഞാനൊരു പോപ്പുലർ ഫ്രണ്ട് കാരനാണ്. ലിയാഖത്തിന് അക്കാലത്ത് മുസ്ലിം ലീഗിനോട് അനുഭാവമുള്ള ഒരു പയ്യൻ തന്നെയായിരുന്നു. അതും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹത്തിന് അറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ എന്റെ പൊളിറ്റിക്കൽ അനുഭവം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ഞാൻ ഒരു കാലത്തും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കളവാണ്, തെറ്റാണ്. ഒരനുഭവം ഒരു കാലത്തും മുസ്ലിം ലീഗിനോട് എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു വിഷയം കൊണ്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ ഷഫീഖ്, ഒരു കാര്യം ലിയാഖത്തിനോട് പറയാൻ സമ്മതിക്കണം. അതെ, നമ്മൾ ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ജ്യേഷ്ഠനെ കേട്ടതുപോലെ തന്നെ നിങ്ങളെയും ഇവിടെ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ജസ്റ്റ് റൂമിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, ഇവിടെ എന്തായാലും നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് പറയാണ്. നിങ്ങളെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ അതേ സഹിഷ്ണുതയോടുകൂടി തന്നെ നിങ്ങളെയും കേൾക്കാൻ ഞങ്ങൾ സഹിഷ്ണുത കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ കുറെ സംഭവം ഉണ്ടല്ലോ, യാദൃശ്ചികമായിട്ട് വന്നതല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നുള്ള പോഴത്തരങ്ങളൊന്നും ഇവിടെ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഇതേ പ്ലേറ്റ് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് സലാംക്ക് ഇവിടെ വന്നത്. നിങ്ങൾ അവസരം പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഞങ്ങളിവിടെ ലാവിഷായിട്ട് സമയം തരികയാണ്. നിങ്ങൾ പറയുന്നത് ഇനിയും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ്. സലാമിന് വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പിൽ സലാമിന് 1 മണിക്കൂർ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ആ സമയത്ത് സലാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ അരമണിക്കൂർ ഹാൻഡ് റൈസ് ചെയ്ത് നിന്നത് സലാം പറയുന്ന കളവുകൾ സലാമിന് മുൻപിൽ വെച്ച് ചോദിക്കാനായിരുന്നു. അത് നിങ്ങൾ വളരെ വിദഗ്ധമായി സലാമിനെ ഒഴിവാക്കിയിട്ടാണ് എന്നെ ഇവിടേക്ക് കയറ്റിയത്. അദ്ദേഹം പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്നെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ നടത്തിയിട്ടുള്ള നാടകം, ഇതിന് മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പണം തട്ടിയെടുത്ത് മുങ്ങിയ ആളാണ് എന്ന് ഇതേ ഷഫീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുന്ന ഒരുത്തൻ പോസ്റ്റ് ഇട്ടിരുന്നു. 2 മണിക്കൂർ എന്റെ ശ്രദ്ധയിൽ വന്നു. CP മുഹമ്മദ് ബഷീറിനെ ഞാൻ വിളിക്കുന്നു. CP മുഹമ്മദ് ബഷീർ കോൾ കട്ട് ചെയ്യുന്നു. 3 മിനിറ്റ് കൊണ്ട് പോസ്റ്റ് അപ്രത്യക്ഷമാവുന്നു. ഇത് നിങ്ങൾ ചെയ്തതാണ്, പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തതാണ്. അതിന്റെ അടുത്ത ഭാഗമാണ് തെളിവെന്റെ കയ്യിലുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടി വരുന്നുണ്ട്. എന്റെ കയ്യിൽ CP മുഹമ്മദ് ബഷീറിനെ ഞാൻ വിളിക്കുന്നതും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു മിനിറ്റ്, എന്റെ കയ്യിലില്ല. ഇതിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ നമ്പർ ഇല്ല. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ നിങ്ങളെ വീട് താമസം മാറുന്നതിനെ പറ്റിയിട്ട് വിളിക്കാൻ വേണ്ടി വിളിച്ച് നമ്പർ തിരിച്ചു. അത് സലാമിന്റെ വീടല്ല, അത് സലാമിന്റെ നമ്പർ അല്ല. പറഞ്ഞില്ലേ സലാം വിളിച്ചു എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊന്നും കേൾക്കുന്നത് മനസ്സിലാവൂലേ? സലാം ഞാൻ പറഞ്ഞുതരാം. സലാം മറ്റൊരു സഹോദരൻ, അതാണ് ഞാൻ പറഞ്ഞത്. സലാം പറഞ്ഞില്ലേ ഇവിടെ ഞാൻ വേറൊരു സഹോദരന് അദ്ദേഹത്തിന്റെ അനിയന് 4-5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അദ്ദേഹം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാറില്ല എന്ന് പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ പറയപ്പെട്ട സഹോദരൻ എന്നെ ഇന്ന് ഞാൻ രാവിലെ വിളിച്ചിരുന്നു, വൈകിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പറയപ്പെട്ട സഹോദരനാണ് നാളെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. അതിനെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? ഒരു മിനിറ്റ്. ആദ്യം തന്നെ പുള്ളി പറഞ്ഞു കാശ് മേടിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ കാശ് മേടിച്ച അനിയനെ വിളിച്ചെന്ന് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ലിയാഖത്തിന് അറിയാം? കാശ് മേടിക്കാത്ത ഒരാള് ഇപ്പം 11 മക്കളുണ്ട് 8 മക്കളുണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് കാശ് മേടിച്ച് കൊടുക്കുന്നില്ല എന്ന് സലാം പറയപ്പെട്ട ആ വ്യക്തി എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവും? അതെ, ആ വ്യക്തിയുടെ പേര് സലാംക്കോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നു ആ വ്യക്തിനെ വിളിച്ചിട്ടുണ്ട്. ഏതാണ് എങ്ങനെയാണ് മനസ്സിലായതെന്നാ ചോദിക്കുന്നത്? അതെനിക്ക് മരിച്ച അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനെന്താ പ്രശ്നം? അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് ഫുൾ വൈരുദ്ധ്യമായതുകൊണ്ടാണ്. ആദ്യം സലാം ഭായി ഇവിടെ വന്നല്ലോ.
സലാം ഭായി മൈക്ക് എടുക്കൂ. സലാം ഭായി കേട്ടോണ്ടിരിക്കണ്ട പറയട്ടെ അവൻ പറയട്ടെ ഞാൻ ഓക്കെ ശരി. ഇനി നിങ്ങൾ തമ്മിൽ അല്ല ഒരു മിനിറ്റ് സലാംക്ക, നിങ്ങളെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതാണോ? നിങ്ങൾ എന്താണ് നിങ്ങൾ ഞാൻ സാഹചര്യം? അവർ ചർച്ച നടക്കുന്ന ഗ്രൂപ്പിൽ ചെന്നിട്ട് സംസാരിക്കാൻ എനിക്ക് മൈക്ക് കിട്ടില്ല. എനിക്ക് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ എവിടെ ചെന്നാലും അത് കിട്ടാൻ അറിയാൻ വേണ്ടിട്ട് വന്നാണ്. പിന്നെ ലിയാഖത്തിന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞാണ് ലിയാഖത്ത് എന്റെ അനുജനാണ്. ഈ ഗ്രൂപ്പിലെ ഞങ്ങൾ ആരെങ്കിലും സലാംക്ക മുമ്പ് അറിയോ? ഒരു മിനിറ്റ് സലാം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ സംസാരിച്ചല്ലോ. സലാംക്ക സംസാരിക്കട്ടെ. ലിയാഖത്തെ ഒരു മിനിറ്റ്. നിങ്ങൾ കുറെ ആരോപണങ്ങളോട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. സലാമിനോട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കുമോ? നമുക്ക് ആദ്യം റീക്രിയേറ്റ് ചെയ്യാം. അതല്ലേ ഒരു ശരി. നിങ്ങൾ പോപ്പുലർ ഫണ്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത്. രണ്ട് ഭാഗം കേൾക്കും. ഒരു മിനിറ്റ് മ്യൂട്ട് ആക്കല്ല ഷെഫിക്ക, ഒരു മിനിറ്റ് ഒരൊറ്റ കാര്യം പറയട്ടെ. ലിയാഖത്തിന്റെ കുറെ ആരോപണങ്ങൾ ഇവിടെ എയറിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം നാടകീയമായിട്ട് സലാംഖാൻ കൊണ്ടുവന്നാണെന്നുള്ളത്. സലാംഖാൻ അത് ഇവിടെ പബ്ലിക് ആയിട്ട് പറയട്ടെ. എന്നിട്ട് പിന്നെ അതിന് മുന്നേ ഞാൻ ഈ മറുപടി പറയാൻ അവരെയൊന്നും മറുപടി അറിയിക്കുന്നില്ല എന്നുള്ളത് മറുപടി പറയാൻ പോകുന്നതാണ്. സലാമിക്ക് ഒരു മിനിറ്റ്. ഹംദാനാണ് ആദ്യമായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തത്. ഞാൻ ഈ റൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കയറുന്നത് ഹംദാനാണ്. ഹംദാൻ ഒരു മിനിറ്റ് സംസാരിച്ചു. എങ്ങനെയാണ് നമ്മൾ ഈ ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഹംദാൻ ഈജിപ്തിലുള്ള ആളാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ ഈ കഥ പറയണ്ട. എന്റെ അല്ല, ഷെഫീഖിന് ലിയാഖത്ത് കോപ്പാണ്, മനസ്സിലായി. എനിക്ക് ഇയാൾ ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഹംദാൻ പറ. ഷെഫീഖ് അപേക്ഷിച്ച് വരുന്ന ആളല്ല. ഷെഫീഖ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി കണ്ടു. അപ്പൊ ഇങ്ങനെ ഞാനാണ് ഫസ്റ്റ് കയറി വരുന്നത്. ഞാൻ മൂപ്പരായിട്ട് നേരിട്ട് സംസാരിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടു, ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി തന്നെ. അങ്ങനെ ഇവിടെയുള്ള വേറൊരു സുഹൃത്തും കയറി, പിന്നെ സനൂജ്, അതേപോലെ തന്നെ ഒരു സൈഫ് എന്ന് പറഞ്ഞ താഴെയുള്ള ഒരാളുണ്ടല്ലോ, മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ആൾക്കാരാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ചർച്ച തുടർന്ന് ഞാൻ അങ്ങനെ അവിടുന്ന് ലെഫ്റ്റ് ആയി പോയി. രണ്ടാമത് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ച കാണുന്നത് തന്നെ. അപ്പോ സലാംക്കൊക്കെ കയറിയിട്ട് കാണുന്നത് ഇപ്പോഴാണ്, കുറച്ചു മുമ്പ്. അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത് തന്നെ. അപ്പോ ഇതിൽ വേറൊരു ഉദ്ദേശം എനിക്കറിയില്ല. അതാണ് വിഷയം. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സലാം ഇവിടെ വന്ന് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കളവാണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. സലാമിന് കേൾക്കാൻ കഴിയോ? സലാം ചോദിച്ചു. മണ്ണാർക്കാട് ഞാൻ ഒരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരു കേസ് ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ശരിയാണോ? കേസുണ്ടെന്നല്ല, കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക്. എന്നിട്ട് എനിക്കറിയില്ല. മൈനർ ആയ എന്റെ കമ്പ്യൂട്ടർ സെന്റർ പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടുപോയി അല്ലേ? ഇത് പച്ചക്കളവ്, പച്ചക്കള്ളം. ഇനി അടുത്തത് പറ. വ്യക്തിപരമായ ആളുകളുടെ പേരെടുത്ത് പരാമർശിച്ച് ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വീട്ടിലിരിക്കുന്ന ആളുകളെ പറയിപ്പിക്കും. ഞാൻ നിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു മിനിറ്റ്, ഒരു ആവേശവും വേണ്ട. എവിടെയും പറഞ്ഞിട്ടില്ല. ചാടുന്നത് ജീവിതത്തിൽ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സലാം എന്റെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷമേ. ഞാൻ ജനിച്ചു വീണ് എനിക്ക് ബുദ്ധി ഉറക്കുന്ന കാലത്ത് 6 വയസ്സ് 7 വയസ്സുള്ള സമയത്ത് സലാം എന്റെ വീട്ടിലാണ് താമസം. നമ്മൾ ഒരുമിച്ചാണ് താമസം. നമ്മൾ ഒരുമിച്ച് എത്ര കാലം ഒരു വീട് താമസിച്ചിട്ടുണ്ട്? പറയൂ സലാമേ. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ എത്ര കാലം താമസിച്ചിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അല്ല, നമ്മൾ എന്റെ വീട്ടിൽ നീ താമസിച്ചില്ല. നീ എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം താമസിച്ചോ? എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നീ 9 മാസം 10 ദിവസം താമസിച്ചോ? അത് പറയാം ആദ്യം. എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നീ 9 മാസം 10 ദിവസം താമസിച്ചിട്ടുണ്ടോ? അത് പച്ചക്കള്ളമാണോ? മുഴുവൻ നുണയാണ്. നീ എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം 10 ദിവസം നീ താമസിച്ചിട്ടുണ്ടോ? അത് സത്യമാണോ കളവാണോ? അത് പറയാം. നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രം അതെന്താ? എന്റെ ഉമ്മാന്റെ ഗർഭപാത്രം എന്താ? നമുക്കറിയാം. സുഹൃത്തെ, സഹോദര, സലാമേ, അതല്ല എനിക്കിഷ്ടം. സലാമേ, ഞാൻ ചോദിച്ച ചോദ്യം, നീ എന്റെ രക്ഷിതാവും, ഞാൻ പറയട്ടെ. ശരി, എന്റെ സംസാരിക്കാൻ അനുവദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോയിക്കോളൂ. സംസാരിക്കാൻ അനുവദിക്കാത്തത് സലാംക്ക പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. സലാംക്ക പറഞ്ഞതിലെ കളവുകളാണ്. ഞാൻ സലാമിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം താമസിച്ചിട്ടുണ്ട്. മതിയോ? ഇനി ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ഞാൻ ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായത്ത്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഉറക്കുന്ന കാലത്ത് സലാം എന്റെ ഉമ്മയുടെ കൂടെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലായിരുന്നു താമസം. നമ്മുടെ തറവാട്, ഞങ്ങളുടെ വീട്ടില്, നമ്മുടെ തറവാട്ട് വീട്ടിലായിരുന്നോ? ആ വീട്ടിലായിരുന്നോ നീ താമസിച്ചിരുന്നതെന്നാണ് ചോദിച്ചത്.
ഞാൻ എന്റെ ആവശ്യത്തിന് ഞാൻ വേറെ വീട് വെച്ച് പോയി. ഞങ്ങൾ 11 മക്കളുണ്ട്. ഓരോരുത്തരും വേറെ വീട് വെച്ച് പോകും. എനിക്ക് 60 വയസ്സായി, എനിക്ക് 40 വയസ്സേ ഉള്ളൂ. എന്റെ ഞാനിപ്പോ വേറെ വീട് ജീവിതവുമായി ബന്ധപ്പെട്ട് എന്റെ വളർച്ചയുടെ ബാല്യ കൗമാര ദശകളിൽ എവിടെയെങ്കിലും എന്റെ വിയർപ്പ് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്ത വ്യക്തിയാണോ, താങ്കൾ ഇടപെട്ട വ്യക്തിയാണോ? എന്റെ വിയർപ്പ് നീ ഭക്ഷിച്ചിട്ടുണ്ട്. പിന്നെന്താ? എന്റെ വിയർപ്പ് നീ ഭക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞോ. എന്റെ വിയർപ്പ് നീ ഭക്ഷിച്ചിട്ടുണ്ട്. എന്റെ വിയർപ്പ് കൊണ്ട് ഞാൻ 12 വയസ്സിൽ ജോലി ചെയ്തിട്ടുണ്ട്. 12 വയസ്സിൽ ജോലി ചെയ്ത കുടുംബം നോക്കുന്നതാണ്. ആ കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് നീ എത്ര നീ സ്വയം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയെന്നാ അത് കഴിയുമ്പോഴാണ് എന്റെ ഉപ്പ മരിക്കുന്നത് 15 വയസ്സ് 16. സലാമേ വെറുതെ പ്രശ്നം സമ്മതിക്ക് സലാമേ. സഹോദരാന്ന് വിളിക്കാൻ പറ്റില്ല, സുഹൃത്തേന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെന്താ? ഇനി ഞാൻ പറയാം എന്റെ സലാമേ. ഇവിടെ ഈ ഗ്രൂപ്പിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നീ നേരെ വർത്താനം പറയുന്നു. നീ എന്റെ സലാമോ ഞാൻ നിന്റെ സലാമോ? ആരുടെയെങ്കിലും സലാം പോട്ടെ. സലാമ പോരെ. ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നുണയാണ് എന്ന് ഈ ഗ്രൂപ്പിൽ എനിക്ക് സമർപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ ഇത്രയൊന്നും ആവേശം ഉണ്ടായിരുന്നില്ലല്ലോ നുണ പറയുമ്പോ. പൊളിയും എന്ന് പറയുമ്പോൾ എന്താ അസ്വസ്ഥത? കേൾക്കൂ സംസാരിക്കാൻ പറ്റുന്നില്ല. പറയാം. എന്റെ വാപ്പ മരണപ്പെടുന്നത് എനിക്ക് 15 വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതുവരെ എന്റെ വാപ്പയാണ് എന്നെ പുലർത്തിയിട്ടുള്ളത്. എന്റെ വാപ്പ സലാമിന്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടോ എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊന്നും ഇങ്ങനെ ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എങ്കിലും ഇത്രയൊക്കെ ആയതുകൊണ്ട് പറയാം. അതിന് മുൻപ് തന്നെ സലാമിന്റെ ജീവിതവുമായി സലാമിന്റേതായിട്ടുള്ള ലൈഫ് ജീവിച്ചു പോവാണ്. അവിടുത്തെ കല്യാണങ്ങളും അതിന്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് സലാമിന്റെ നിലവാരമല്ല ഉള്ളത്, അതുകൊണ്ടാണ് സലാമേ. ഓക്കെ, ഇനി പറയണമെന്ന് നീ നിർബന്ധിച്ചാൽ ഞാൻ പറയാം. ഓക്കെ, ഇനി അങ്ങനെ നിർബന്ധമുണ്ടോ സലാമിന്? അവസരം ഞാൻ ഓക്കെ. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പഠിക്കാൻ ആഗ്രഹമുണ്ട്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ വാപ്പ മരിച്ചു. എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വേറൊരാൾ ആശ്രയിക്കേണ്ടി വരും. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാനായിരുന്നു ആഗ്രഹം എന്ന് എല്ലാവർക്കും അറിയാം. എന്റെ വാപ്പ എന്നെ പഠിപ്പിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു. തുടർന്ന് പഠിപ്പിക്കാൻ പ്രയാസം എനിക്ക് മറ്റൊരാളെ, ഇപ്പൊ ഇവർ ഉൾപ്പെടെയുള്ള സലാം ഉൾപ്പെടെയുള്ള ആളുകളെ മാത്രം ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൊഴിൽ അന്വേഷിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് സലാം വന്നിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും അറിയാം. അത് ആ വീട്ടിൽ അന്നുള്ള എല്ലാവർക്കും അറിയാം. സലാം എന്നോട് പറഞ്ഞു, ഒരു വർക്ക്ഷോപ്പുകാരൻ മാരുതിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കോ, അവിടത്തേക്ക് പോയിക്കോ, ഞങ്ങളൊക്കെ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോ, ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, ഒക്കെ സെറ്റാവെന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ജീവിതത്തിൽ സലാം ആകെ ഇടപെട്ട ഒരു സംഭവം. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാനാണ് ആഗ്രഹം. ജോലി ചെയ്യാൻ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ പഠനത്തിന് ബാധിക്കാത്ത തരത്തിലുള്ള ജോലിയാണ് ഞാൻ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പഠിക്കാനാണ് ആഗ്രഹം. ജോലി തേടുന്നത് ഞാൻ തേടി കണ്ടുപിടിച്ചോളാം, അതിനെനിക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല എന്ന് ഞാൻ സലാമിനോട് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് സലാമും ഞാനും തമ്മിലുള്ള പ്രശ്നം. പിന്നെ അതിനുശേഷം സലാം എന്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ എപ്പോഴാണ് ഇടപെട്ടിട്ടുള്ളത് എന്നാണ് സലാം പറയുന്നത്. അന്ന് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ പല തൊഴിലുകൾ എടുത്ത് ജീവിച്ച ആളാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓട്ടോ ഓടിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് ആര്യമ്പാവിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രൈവർമാർക്ക് മുഴുവൻ അറിയാം. ഞാൻ ഇവരുടെ അടുത്തൊന്നും പൈസ മേടിച്ചിട്ടല്ല പഠിച്ചിട്ടുള്ളത്. ഈ എന്റെ വളർച്ചയുടെ ബാല്യ കൗമാര ദശകളിലൊന്നും സലാം ഒരു രക്ഷിതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടേയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ജീവിതം, ഞാൻ എത്ര വരെ മദ്രസ പഠിച്ചു സലാം പറയട്ടെ? ഏത് മദ്രസയിൽ എത്ര വരെ പഠിച്ചു സലാം പറയട്ടെ? പറയൂ സലാം. അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. സലാം ഭായി കേൾക്കുന്നുണ്ടോ? ഓക്കെ, അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അദ്ദേഹം ഇവിടെ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും അദ്ദേഹം സംസാരിച്ചതിന് ശേഷം സലാം സംസാരിച്ചാൽ മതി. ഓരോന്ന് ചോദിച്ചു പോവാം. ഇവിടെ കേൾക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ചോദിക്കാലോ, നമുക്ക് ചോദിക്കാലോ, നമ്മളുണ്ടല്ലോ. അല്ല, നിങ്ങൾ ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്ക് ഞാൻ എത്ര വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെന്നും ഇവിടെ സലാം പറയട്ടെ. അല്ല, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. ഞാൻ സലാമിനോട് സംസാരിക്കാനാണ് വന്നത്. നിങ്ങളുടെ മുമ്പിലാണെങ്കിൽ നല്ലത്, അത്ര നിങ്ങൾക്ക് അത് കേൾക്കാം. ഇല്ലെങ്കിലും ഞാൻ എന്റെ കയ്യിൽ ഇപ്പോ അനിയൻ എന്റെ ജോലി ഉപേക്ഷിച്ച് പോയി, അങ്ങനെ എന്റെ ബിസിനസ് പൊളിഞ്ഞു, എനിക്ക് വേറെ കച്ചവടമൊന്നുമില്ല, എനിക്ക് ഇന്നോവ കാറുണ്ട്, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ആ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് ഒരു പോസ്റ്റും എവിടെയും ചെയ്തിട്ടില്ല. ഒരാളുടെയും കുടുംബ പ്രശ്നം, ഈ സലാമിന്റെ കുടുംബ പ്രശ്നം ഞാൻ ഇവിടെ പറഞ്ഞാൽ നാളെ മുതൽ സലാം ഫേസ്ബുക്കിലും ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. പക്ഷെ ആ താത്ത എന്നെ എടുത്തു വളർത്തിയ താത്തയാണെന്നുള്ളതുകൊണ്ട് എന്റെ മനസ്സിൽ ആ സ്ഥാനമുള്ളതുകൊണ്ട് ഞാൻ അത്തരം വിഴുപ്പലകൾക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ, ഇനിയിപ്പോ ഇവ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്റെ 15, 16, 17 വയസ്സിലുള്ള കഥകൾ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്? ഒരാള് പഠനം കഴിഞ്ഞ് വായനകൾ കഴിഞ്ഞ് മുന്നോട്ട് ജീവിതം പോകുന്നു, അദ്ദേഹം ആ ആളുടെ ഒരു നിലപാട് സ്ഥിരപ്പെടുന്ന സമയത്ത് ഹലോ പുള്ളിയാണ് നമ്പർ കിട്ടില്ല. ഹലോ സലാം ഭായി, ഹലോ കേൾക്കുന്നുണ്ടോ? മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന ഈ ചർച്ച സംഘടിപ്പിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം, അങ്ങനെ എന്നെ കുറിച്ച് ആരോ എന്തോ പറയുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പേടിച്ചോടേണ്ട ഗതികേടൊന്നും എനിക്കില്ല.
കാരണം ഞാൻ അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാണെന്നുള്ള ഉത്തമ അല്ല സലാം ഭായി ഒരു മിനിറ്റ് അതിന് നിങ്ങൾ എനിക്ക് വാട്സ്ആപ്പ് നമ്പർ അയച്ചു. നിങ്ങൾ നമ്പർ എന്താ പറഞ്ഞു? അല്ല വേറെ രക്ഷയില്ല, എനിക്ക് നമ്പർ ഇട്ട്. ഹലോ സലാം ഭായി നമ്പർ നമ്പർ ഫീഡ് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. വാട്സാപ്പിൽ നിങ്ങൾ ഓപ്പൺ ആവുന്നില്ല. എന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, എന്താ കുഴപ്പം? എന്റെ നമ്പർ 00966 നിങ്ങൾ എഴുതിട്ടോ, 00966 026. ഓക്കെ, നിങ്ങളൊന്ന് ഞാൻ പിന്നെ ഞാൻ തുറന്നോട്ടെ, മറ്റൊരു തുറന്നോട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ഞാൻ ഏത് മദ്രസയിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചു? വൈകാരികമാകാതെ സമാധാനപരമായിട്ട് താങ്കളുടെ അനുജനോട് താങ്കൾ സംസാരിച്ചോളൂ. സമാധാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ലിയാഖത്ത് അലി മതം ഉപേക്ഷിച്ച് പോകാൻ കുടുംബത്തിൽ നിന്ന് വല്ല കാരണം ഉണ്ടായോ? അവൻ പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങളെ പിന്നെ മഹല്ലത്തിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവൻ ഫേസ്ബുക്കിൽ വന്നിട്ട് അവൻ മതം വിട്ടതിന്റെ പേരിൽ അവന്റെ കുടുംബങ്ങൾക്ക് അനുഭവിക്കുന്നവരാണ്? എന്താണ് അവൻ അനുഭവിക്കുന്ന പ്രശ്നം? എന്ത് പ്രശ്നമാണ് അവന്റെ? ഞങ്ങളുടെ കുടുംബത്തിൽ ആരാണ് അവനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്? പറഞ്ഞുതരാം. സലാമിന് പറയാം. പറഞ്ഞുതരാം. കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി ഉണ്ടോ? ഞാൻ ഏത് മദ്രസയിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഏത് വർഷം? മദ്രസ വിദ്യാഭ്യാസവും എന്റെ ഡിഗ്രി ഒന്നും ഇവിടെ വിഷയം. അതൊന്നും കൂടെ വിഷയമല്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, സമയങ്ങളല്ല ചോദ്യങ്ങൾ. അതൊന്നും ബുദ്ധിമുട്ടാണ്. നിന്റെ കുടുംബങ്ങളിൽ നിന്ന് സലാമെ നീ ഇവിടെ സലാമെ 1 മണിക്കൂർ കൊണ്ട് നീ ഇവിടെ പറഞ്ഞു കൂട്ടിയ കളവുകൾ ഇത്രയൊന്നും അല്ലല്ലോ. നീ എന്തൊക്കെ കളവ് പറഞ്ഞു? എന്റെ വാപ്പ മരണപ്പെടുന്നത് ഞാൻ 6 വരെ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് സലാം പറഞ്ഞത്. ഇല്ലെങ്കിൽ സലാം അതായത് സ്വന്തം അനിയൻ, അതായത് വാപ്പ മരണപ്പെട്ട ഒരു കുട്ടി, എത്ര മൂത്ത ജ്യേഷ്ഠൻ, അതായത് ഉമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള രക്ഷകർത്താവ്. വൈകാരികമായിട്ട് സംസാരിക്കുന്നത് ഞാനല്ല. പുള്ളിക്ക് സ്വാഭാവികം ഉണ്ടാവുന്ന ഒരു ബസ്റ്റ് ഔട്ട് ആണ്. അതൊരു വിശ്വാസിക്ക് ആയിക്കോട്ടെ. അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ തെളിയിക്കപ്പെടേണ്ടാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യമാണ്. സലാം സമാധാനമായിട്ട് കേൾക്കും. നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്റെ പരമമായ നീ ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് നീ മതം വിട്ടതിന്റെ പേരിൽ നിന്റെ കുടുംബം അസ്വസ്ഥനാവല്ലേ? അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞു തരാം. അത് മിണ്ടാതിരുന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് 12ാമത്തെ വയസ്സ് തൊട്ട് ഒരു പണിയെടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിന്റെ ശൈലിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പഠിപ്പും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നോക്കൂ, ഞാൻ അദ്ദേഹത്തെ ഇക്ക എന്ന് വിളിക്കാത്തത് ഒരു മിനിറ്റ് ഫൈസലെ, ഞാൻ അദ്ദേഹത്തെ ഇക്ക എന്ന് വിളിക്കാത്തത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇവിടെ സഹോദരൻ എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ജനങ്ങളെ തട്ടിപ്പ് നടത്തി പോയിട്ട് ആര്യമ്പാവ് സെന്ററിൽ വെച്ചിട്ട് നിന്നെ 2 പൊട്ടിച്ചു പോകുന്ന അതിന്റെ നീ ഇക്കാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള തെറ്റ്. കഴിഞ്ഞോ? നീ എന്റെ നാട്ടിൽ വന്നിട്ട്, ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് കഴിഞ്ഞില്ല ഓരോന്നോന്ന് പറയും. കഴിഞ്ഞില്ല. ഇത് നെയ്യപ്പാടൻ ഹംസന്റെ മുമ്പിൽ NM സാഹിബിന്റെ മുമ്പിൽ വെച്ചിട്ട് NM സാഹിബ് എന്നോട് പറഞ്ഞ ഓർമ്മണ്ടോ? എന്റെ മുമ്പിൽ തലണ്ട വെച്ചുകൊണ്ടോ തന്നെ ഓർമ്മണ്ടോ? അല്ല ഓർമ്മണ്ടോ? ഇനി ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അത് കഴിഞ്ഞു. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. എങ്ങനെ? ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ഇടപെടരുത്. അനുസരിക്കുന്ന ആളെന്നല്ലേ ഞാൻ എന്റെ ആജ്ഞ അനുസരിക്കുന്ന ആളെന്നല്ലേ? ഞാൻ ഇടപെടണമെങ്കിൽ മോഡറേറ്റർ അറിയോ? അയാളെ തീരുമാനിക്കും. ഞാൻ ഇടപെടേണ്ടത് ഞാൻ ഇടപെടണോ വേണ്ടോ മോഡറേറ്റർ തീരുമാനിക്കുന്നു. നീ അല്ല, നിന്റെ ആജ്ഞ അനുസരിക്കുന്ന ആളല്ലേ. വികാര പ്രക്ഷോഭത്തിൽ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം നാളെ നമുക്ക് എന്റെ ശബ്ദം കുറച്ച് ഗാംഭീര്യമുള്ള ശബ്ദം തന്നെയാണ്. ഞാൻ വികാരം കൊണ്ട് പറയുന്നതല്ല. എന്റെ ശബ്ദം കുറച്ച് ഗാംഭീര്യമുള്ള ശബ്ദം തന്നെയാണ്. ഇനി എനിക്ക് പറയാലോ ഷെഫിക്ക? അതായത് ഇവിടെ എന്റെ മദ്രസ വിദ്യാഭ്യാസം എത്രയാണെന്ന് അദ്ദേഹത്തോട് നിങ്ങളിൽ നിന്ന് ഒരാൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് 5 or 6 വയസ്സ് വരെ 5 or 6 ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും ഊഹം. ഓക്കെ, അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്, ഞാൻ ആ വിഷയം ഇദ്ദേഹം വരുന്നതിന് മുമ്പ് പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്റെ ബാല്യ കൗമാരങ്ങളിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളോ, എന്റെ ജീവിതം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയതെന്നോ, ഞാൻ എവിടെയാണ് പഠിച്ചതെന്നോ, ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നോ ഇദ്ദേഹത്തിന് അറിയില്ല. ഒരു മിനിറ്റ് സുഹൃത്തെ, അതിന്റെ ഒക്കെ കാരണം ഞാൻ പറഞ്ഞ വിഷയമാണ്. അദ്ദേഹം എന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ആളല്ല. അതിന്റെ ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രയൊക്കെ ആയല്ലോ, അതുകൊണ്ട് പറഞ്ഞുതരാം. കാരണം ഇത് പറയാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയാണ്. ഇദ്ദേഹത്തിന്റെ വികാര വിക്ഷോഭം എന്തൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഇത് എനിക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. കാരണം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ വേണ്ട, അത് നമുക്ക് വീട്ടിൽ തീരുമാനിക്കാം. ഓക്കെ, എന്തായാലും എന്റെ വാപ്പ ജീവിച്ചിരിക്കെ എന്നെ ചീട്ട് കളിച്ചതിന് അടിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി.
അത് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാം, ബാക്കിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളുടെ വേണ്ട, അത് എനിക്ക് നിങ്ങളുടെ അവസ്ഥയല്ലല്ലോ എന്റെ അവസ്ഥ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം. 17 വയസ്സുള്ള സമയത്ത്, 18 വയസ്സോ 19 വയസ്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ഞാൻ ഡിഗ്രിക്ക് ചേരുന്നതിന് മുൻപ്, എന്റെ ഡിഗ്രിയൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. കാരണം പല ജോലികളിൽ ചെയ്ത് പൈസ ഉണ്ടാക്കി. ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഷർട്ട് ചുളിയുന്ന ഒരു പണിയും ചെയ്തിട്ടില്ല. ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എവിടെ പഠിച്ചു ഒന്നും അറിയില്ല. ഞാൻ എന്തൊക്കെ ജോലി ചെയ്തു അറിയില്ല, എന്ത് തൊഴിൽ ചെയ്തു അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് പറയുന്നു ഞാൻ മുഴുവൻ തട്ടിപ്പുകാരനാണ്, ഞാൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളാണ്, ഞാൻ നുണ പറയുകയാണ്, മദ്രസ പഠിച്ചിട്ടില്ലാത്ത ആളാണ്, വീട്ടുകാരെ കുറിച്ച് മതം വിട്ടതിന് ശേഷം ഞാൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുഴുവൻ കളവാണ് എന്ന് ഇത് കേൾക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ ഇഴകീറി പരിശോധിക്കാൻ വന്ന ആളല്ല. കാരണം അദ്ദേഹത്തിന്റെയും എന്റെയും സംസ്കാരം ഒന്നല്ല ഇപ്പോ എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ ജീവിച്ച ഒരാൾ എങ്ങനെയാണ് ഇവിടെ എത്തി. ഇപ്പൊ ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇന്നോവ കാർ ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ വലിയ ലാവിഷ് ലൈഫാണെന്ന് പറഞ്ഞു. എന്നെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്, അവർക്കറിയാം. ഇതേ വീട്ടിൽ നിന്ന് എന്നെ ഇവരുടെ തിട്ടൂരത്തെ മറികടന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, അവർക്കറിയാം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ഇന്നും എന്നെ ഒരു സഹോദരൻ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് അറിയാം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്, എന്റെ അവസ്ഥകൾ എന്താണെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് എനിക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇല്ലേ, പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ഏത് ഫണ്ടാ കിട്ടുന്നതെന്ന് അദ്ദേഹം പറയണ്ടേ, തെളിവ് തരണ്ടേ? അനിയനാണ് എന്നതിൽ പിന്നെ വിഷമിക്കാത്ത ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമാണ്. അദ്ദേഹം ഇപ്പോഴല്ല, മതം വിട്ട സമയത്തല്ല, ഞാൻ മതവിശ്വാസി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം അത് അന്വേഷിക്കാത്ത ആളാണ്. ഒരു കുഞ്ഞ് ജീവിച്ച ഒരു ബാല്യത്തിൽ, വാപ്പ മരണപ്പെട്ട ഒരു വ്യക്തി ജീവിക്കുന്ന ജീവിതത്തിൽ, വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു ബാല്യത്തിൽ, എന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഇടപെടാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില തിട്ടൂരങ്ങൾ ധിക്കരിച്ചു എന്നതിന്റെ പേരിൽ അടിമേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില വാപ്പാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വാപ്പ മരിച്ച ഉടനെ ചെയ്തതിന്റെ പേരിൽ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ വിമർശിച്ചിട്ടുണ്ട്, അതിനെന്നെ അടിച്ചിട്ടുണ്ട്. എന്റെ വാപ്പയുടെ മരണം കഴിഞ്ഞതിന്റെ ചടങ്ങ് നടക്കുന്നതിനിടയിൽ എന്നെ അടിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ അടിക്കുന്ന അടിയെ ഒന്നും ഒരു ആവശ്യമില്ലാത്ത അടിയാണെന്നും അനാവശ്യമാണെന്നും നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. പക്ഷെ നിങ്ങളെ തിരിച്ചു തല്ലാൻ എനിക്ക് ശക്തിയില്ല, എനിക്കത് ചെയ്യാനും പാടില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പം അടിച്ച കഥയൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മരണം, ഇനി മതം മതം അറിയാൻ വേണ്ടി ചോദിക്കാനാണ്. നിങ്ങളൊരു സെലിബ്രിറ്റി ഫിഗറുള്ള ഒരാളായതുകൊണ്ട് അറിയാൻ നിങ്ങൾ എന്താണ് മതം വിടാനുണ്ടായ കാരണം എന്താണ് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അതിനു മുമ്പ് സലാം ഇവിടെ പറഞ്ഞു മതം വിട്ടതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു. ഞാൻ ഫേസ്ബുക്കിൽ വന്ന് നുണ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ആരെങ്കിലും അഡ്മിൻസ് പറയും. ഓക്കെ, ലിയാഖത്ത് മതം വിട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ലിയാഖത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണല്ലോ മതം വിട്ടവനെ കൊല്ലണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ മതവിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന താങ്കളുടെ മറ്റു കുടുംബാംഗങ്ങൾ താങ്കളെ വധിക്കാൻ വന്നു. ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശരി, പറഞ്ഞുതരാം. ഞാൻ മതം വിട്ടു എന്ന വിവരം ഇവരറിയുന്നത് ചില സൂചനകളിൽ, ചില സുഹൃത്തുക്കൾ പറഞ്ഞ അറിവിൽ നിന്ന് ഇവർ ചില അസംഷനിലേക്ക് എത്തുന്നു. എന്റെ അനിയന്റെ സുഹൃത്ത് ചില കാര്യങ്ങൾ, ചില വിഷയം, ഒരു ജിന്നുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ സുഹൃത്തുമായി നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അതിന്റെ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് തന്നെയുള്ള ഒരു സുഹൃത്ത് എന്റെ അനിയനോട് പറഞ്ഞ വഴി ഇവർ ഇതറിയുന്നു. ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഇസ്ലാം എന്ന മതം അംഗീകരിക്കുന്ന ആളല്ല, അതനുസരിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളല്ല എന്ന് ഇവരറിയുന്നു. ഇവർ കൂടിയാലോചനകൾ നടത്തുന്നു വീടിനകത്ത്. ഒന്നല്ല, 2 റൗണ്ട് കൂടിയാലോചനകളുടെ വിവരമാണ് എനിക്കുള്ളത്. ഓക്കെ, അങ്ങനെ നടത്തുന്ന സമയത്ത് എനിക്കെതിരെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? അന്ന് സലാം ഒറ്റക്ക് വന്നിരുന്ന നുണ പറയുന്നതാണ് നല്ലത് ആരോഗ്യത്തിന്. ഇല്ല, കാരണം സലാം ഇങ്ങനെ ഒരു അവസരത്തിലാണെങ്കിൽ ഒരു ജ്യേഷ്ഠ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി പറയട്ടെ. ആ സമയത്തൊക്കെ എന്റെ ഫാമിലി എന്നൊരു ഗ്രൂപ്പ് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അതിന്റെ അഡ്മിൻ. ഞാൻ പിന്നീട് 2-3 പേര് ഞാൻ ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ ഗ്രൂപ്പ് ആയിരുന്നു. അതിൽ ഒരുപാട് ആൾക്ക് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നില്ല, പിന്നെ കുറെ ആൾക്കാർക്ക് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയ സമയത്ത് ഞാൻ ആ അഡ്മിൻ ഗ്രൂപ്പിൽ നിന്ന് ഇവരെല്ലാവരും അഡ്മിൻ അല്ലാതാക്കി, നോർമൽ മെമ്പേഴ്സ് ആക്കി. ഓക്കെ, ഞാൻ എവിടെ നോട് പറഞ്ഞു അവിടെ സലാം ഇടപെട്ടു, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ല, ടിങ്ങൊന്നല്ല, സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു മിനിറ്റ്, നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മളുടെ രണ്ടുപേരുടെ പേരിന് അപ്പുറത്ത് ഇപ്പൊ ഇതുവരെ ബെല്ല് അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം കേൾക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്ലിക്ക് ചെയ്തോട്ടെ. എന്നാൽ സംസാരിക്കാൻ സമ്മതിക്കൂ. സമയം 4 മണിയാവാറായി. വേണ്ട, നമുക്ക് ഇന്ന് സംസാരിക്കാം. ഇതെന്താ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുതല്ലോ. ഇനി എന്താണ് മതപരം, അതായത് ഈ വിഷയം കൂടി നമുക്ക് ഇന്ന് പറയാം, ബാക്കി വേണേ നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരാളുമായിട്ട് കാര്യം ചർച്ച ചെയ്യുന്നത്. പിന്നെ മതം വിട്ടപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സലാം ഇവിടെ പറഞ്ഞത്. ഞാൻ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു. മതം വിടുന്നതിനുമായി ബന്ധപ്പെട്ട് ഈ വിവരം വീട്ടിൽ അറിയുന്നു. ഇവര് കൂടിയാലോചനകൾ നടത്തുന്നു.
പിന്നെ അത് ഞാൻ അറിഞ്ഞപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴികെയുള്ള അഡ്മിൻസിനെ ഞാൻ അഡ്മിൻ അല്ലാതെ നോർമൽ മെമ്പർമാരാക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സലാം അതുപോലെ കുറച്ച് ആളുകൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് അവർ വേറൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നീടും അവർ കൂടിയാലോചനകൾ കാര്യങ്ങൾ നടക്കുന്നു. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നു. നിലവിളിയാണ്. ആ കോൾ റെക്കോർഡ് എന്റെ കയ്യിൽ, എന്റെ ഫോണുകളെല്ലാം റെക്കോർഡഡ് ആണ്. ആ കോൾ റെക്കോർഡ് ഇന്നും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് എന്നെ ഉമ്മ വിളിക്കുന്നു. എന്താണ് ഉമ്മാന്റെ കുട്ടിക്ക് പറ്റിയത്? എന്താണ് പ്രശ്നം? ഈ അള്ളല്ലാന്ന് പറഞ്ഞ് നടക്കുകയാണോ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ ഉമ്മ പൊട്ടിക്കരയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്റെ ഉമ്മയുടെ മരണം വരെ അല്ലെങ്കിൽ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന പേരിൽ എന്റെ ഉമ്മ വിഷമിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ പറയുന്ന ജ്യേഷ്ഠൻ മരിച്ച സമയത്ത് അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ 14 ദിവസത്തെ ദിക്റിലും അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വളരെ പെട്ടെന്നാണ് പിന്നീട് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഉമ്മ എന്നെ വിളിച്ചിട്ട് ഈ നിലവിളിയാണ്. അപ്പൊ ഞാൻ ഉമ്മനെ സമാധാനിപ്പിക്കുന്നു. എന്താണ് പ്രശ്നം? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, വീട്ടിൽ ഇപ്പോൾ ആരോട് അങ്ങനെ പറഞ്ഞത്, എന്താണ് പ്രശ്നം? അപ്പൊ ഇവരൊക്കെ കൂടെ, ഇവർ ആരൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം ഉണ്ടായിരുന്നത് എനിക്കറിയില്ല, പക്ഷെ അതേ നാട്ടിലില്ല എന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷെ അവിടെ ചെല്ലുന്നു, അവർ ഉമ്മയോട് പറഞ്ഞ വാക്കുകൾ എനിക്കറിയില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ ഉമ്മയുടെ അടുത്ത് ഇവരുടെ ആളുകൾ ചെല്ലുന്ന ആളുകളുടെ പേരൊക്കെ എനിക്കറിയാം, പക്ഷെ ഞങ്ങൾ ഇവിടെ രണ്ടുപേരുള്ളത് കൊണ്ട് വേറെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അവിടെ ചെന്നിട്ട് എന്റെ ഉമ്മയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് ഒഴിഞ്ഞു കളയാൻ പോവുകയാണ് എന്നാണ്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കാണ്, അതവിടെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു മോനെ, അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? നിനക്ക് ഇങ്ങനെ ചെയ്യാതിരുന്നൂടെ? ഉമ്മ നിലവിളിച്ചു. പുലർച്ചെ 3 മണി സമയം. ഞാൻ ഉമ്മയെ സമാധാനിപ്പിച്ചു, ഫോൺ കട്ട് ചെയ്യിപ്പിച്ചു, കിടന്നുറങ്ങാൻ പറഞ്ഞു. രാവിലെ അനിയനെ വിളിച്ചു, വേറൊരാളെ വിളിച്ചു, വേറൊരു ജ്യേഷ്ഠനെ വിളിച്ചു. വളരെ പരുഷമായി, വളരെ മോശമായിട്ട് അവരെന്നോട് സംസാരിച്ചത് എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയോട് ഇവർ പറഞ്ഞത്, നിങ്ങൾ ഹജ്ജ് ചെയ്തതാണ്, ഒരു കാരണവശാലും അവനെ വിളിക്കാനോ അവനെ മകൻ എന്ന നിലയിൽ സ്നേഹിക്കാനോ പാടില്ല എന്നിവർ പറഞ്ഞു. ഉമ്മ വിഷമിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പിന്നെയും സമാധാനിപ്പിച്ചു. ആ സമയത്ത് എന്റെ ഉമ്മാന്റെ കൈ അവിടെ അവരുടെ വീട്ടിലേക്ക് കയറരുത് എന്ന് ഇവർ ഉമ്മയോട് ശടിച്ചു. അത് അവരുടെ വീടാണ്, പാർട്ടിഷൻ കഴിഞ്ഞതാണ്, അതിലൊരു എതിർപ്പും പറയാൻ കഴിയില്ല, അത് ശരിയുമല്ല, ഞാൻ അത് അംഗീകരിച്ചു. പക്ഷെ ഉമ്മയെ കാണാൻ വരാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉമ്മയോട് അവർ പ്രഷർ ചെയ്തു. ഉമ്മാന്റെ ഇബാദത്ത് മുഴുവൻ ബാത്തിലാവും എന്ന് പറഞ്ഞു. ഉമ്മയെ പേടിപ്പിച്ചു, മതപരമായി ഇമോഷണലി 10-70 വയസ്സുള്ള എന്റെ ഉമ്മയെ പേടിപ്പിച്ചു. ഈ സംഗതികളൊക്കെ കഴിഞ്ഞു. ആ പ്രശ്നങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്തു. ഞാൻ വിളിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു കുറെ കാലം. പിന്നെയും ഒരു ദിവസം കുറെ കഴിഞ്ഞിട്ട്, ഏകദേശം ഒരു 8 മാസം പുറകിലാണെന്നാണ് എന്റെ ഓർമ്മ. കറക്റ്റ് ഡേറ്റ് എനിക്ക് മൊബൈൽ ട്രാക്ക് നോക്കിയാൽ കിട്ടും. ആ സമയത്ത് ഉമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ എന്റെ ഉമ്മയ്ക്ക്, ഞാൻ അവിടെ ചെല്ലുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എന്റെ ഉമ്മയുടെ കയ്യിൽ ഒരു J2 എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഏറ്റവും നോർമൽ ആയിട്ടുള്ള, എന്റെ വീട്ടിൽ എന്റെ വൈഫ് ഉപയോഗിച്ചിട്ട് കൊണ്ടിരുന്ന ഒരു ഫോണ് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ഉമ്മാക്ക് കൊടുത്തു വിട്ടു. അതിനകത്ത് ഒരു സിം ഉണ്ടായിരുന്നു, റിലയൻസിന്റെ. അതിൽ വാട്സപ്പ് എടുത്ത് കൊടുത്തു. ഉമ്മാക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ല. ഉമ്മാനെ ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഉമ്മ എന്നെ അങ്ങോട്ട് വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, അത് കാണും, കുട്ടികളെ കാണും, സംസാരിക്കും. ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ സമയത്ത് ഇവർ ഒരു ദിവസം ഉമ്മയുടെ കയ്യിൽ നിന്ന് ബലമായി ഫോൺ പിടിച്ചു വെച്ചു. ആ ഫോൺ ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ഫോണാണ്. ഇവരുടെ ആരുടെ കയ്യിലാന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കേണ്ട ആവശ്യം സലാമിന് ഉണ്ടായിരുന്നില്ല. ഇനി ആ ഫോൺ അവർ പിടിച്ചു. ഒരു മിനിറ്റ് പറഞ്ഞു, സലാം. ഓക്കെ, അങ്ങനെ സംഭവിച്ചു. എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനിയനെ വിളിച്ചു. അപ്പൊ അത്രയും പ്രായമായ ഉമ്മയാണ്. ഉമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അറിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മുകളത്തെ വീട്ടിൽ ഇത്താത്തന്റെ നമ്പർ ഞാൻ നിനക്ക് തരാം. 2 ദിവസം എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നീ അവരെ വിളിച്ച് അന്വേഷിക്കണം എന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. സലാം കേൾക്കണം. സലാം ഇതിനകത്ത് ഭാഗവാക്കാണോ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഇങ്ങനെയായിട്ട് 2 ദിവസം ആ റൈറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് ഉമ്മയോട് സംസാരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അനിയനെ ജ്യേഷ്ഠനെയൊക്കെ മാറി മാറി വിളിച്ചു. അവർ പറഞ്ഞു, സൗകര്യമില്ല, പോയി അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഉമ്മ എവിടെയാണെന്ന് അറിയില്ല, ഉമ്മക്ക് എന്തെങ്കിലും പറ്റിക്കണമെന്ന് അറിയില്ല, ഉമ്മാനെ വർത്താൻ അറിയില്ല, പോയി അന്വേഷിച്ച് നോക്ക്, എനിക്ക് നിന്റെ ഉമ്മാനെ നോക്കലല്ല പണി എന്നോട് പറഞ്ഞു. ആ വിഷമം ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു. കാരണം അതിനു മുമ്പുള്ള എന്റെ അനുഭവങ്ങൾ അവിടെയുണ്ട്. ഞാൻ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ സംസാരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. എന്താണ് പ്രശ്നം, എന്താണ് പരിഹാരം വേണ്ടത്, എങ്ങനെ സഹായിക്കാൻ പറ്റും? ആ കൂട്ടത്തിൽ എന്നെ വിളിച്ച ഒരു വ്യക്തി കേരളത്തിലെ ഒരു എന്താ പറയാ, പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നോട് നിർദ്ദേശിച്ചു. ആ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു. എന്റെ ഉമ്മയെ കൊണ്ട് എന്നെ വിളിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ SI എന്റെ അനിയനെ വിളിച്ചു. അപ്പൊ അനിയൻ പറഞ്ഞു, ഉമ്മ എവിടെയാണെന്ന് അറിയില്ല, ഏതോ ജ്യേഷ്ഠന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. ഏത് ജ്യേഷ്ഠന്റെ വീട്ടിലായാലും വേണ്ടില്ല, ഉമ്മയെ 15 മിനിറ്റിനകം ഫോണിൽ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു പ്രക്രിയ നടന്നു. ആ പ്രക്രിയക്ക് അവസാനം 2:30 മണിക്ക് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായ എന്റെ മറ്റൊരു സഹോദരന്റെ വീട്ടിലേക്ക് ഉമ്മ വന്നു. ഉമ്മയോട് സംസാരിച്ചു. ഉമ്മയോട് ഇവർ പറയാൻ ആവശ്യപ്പെട്ടത്, ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് ഇനി നീ എന്നെ വിളിക്കരുത് എന്ന സമ്മർദ്ദമായിരുന്നു ഉമ്മാക്കുള്ളത്. ഉമ്മ ഫോൺ എടുത്ത് വളരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡയലോഗ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഞാൻ വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിളിക്കൂല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക.
2-3 മിനിറ്റിനകം എന്റെ ഉമ്മ അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ എന്റെ ഉമ്മക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ആരെങ്കിലും പ്രഷർ ചെയ്ത് പറയിപ്പിക്കുന്നതാണോ, നിങ്ങളുടെ അടുത്ത ആളുകൾ നിൽക്കുന്നുണ്ടോ, നിങ്ങൾ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, പേടിപ്പിക്കുന്നുണ്ടോ, എന്തെങ്കിലും പറഞ്ഞിട്ട്, മതപരമായ കാര്യം അല്ലാതെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്, മതപരമായ കാര്യം പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നുണ്ടോ ചോദിച്ചു. എന്റെ ഉമ്മയുടെ കൺട്രോൾ പോയി, ഉമ്മ പൊട്ടിക്കരഞ്ഞു, ഇവർ പറയിപ്പിച്ചതാണെന്ന് എന്റെ ഉമ്മ പറഞ്ഞു, സംസാരിച്ചു. അന്ന് അവർ ഫോൺ മേടിച്ചു വെച്ച ഫോണിന് വേണ്ടി ഞാൻ എന്റെ സഹോദരനെ 2-ലധികം തവണ വിളിച്ചു, എന്നെ ശകാരിച്ചു. എന്റെ ഫോണ്, നീ ഫോൺ ആരെടുത്താണ് എനിക്കറിയില്ല, നീ പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ ഫോൺ ഉമ്മയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയ സഹോദരനോട് ചോദിച്ചു. ഇന്ന് വരെയും എനിക്ക് ആ ഫോൺ കിട്ടിയിട്ടില്ല. ആ ഫോൺ ഞാൻ എന്റെ അധ്വാനിച്ച പൈസ കൊണ്ട് മേടിച്ച് എന്റെ ഉമ്മാക്ക് കൊടുത്തതാണ്. ആ ഫോണ് ഇവരുടെ കയ്യിൽ, ആരുടെയോ കയ്യിലാണ്, എനിക്കറിയില്ല. ഇതാണ് മതം വിട്ടതുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. അതല്ലാത്ത എന്തെങ്കിലും അനുഭവം ഞാൻ എനിക്കെതിരെ ഇനി സലാം പറയട്ടെ. സംസാരിക്കല്ലേ, ഒരു ചെറിയ തടസ്സം കൂടി വരാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാം. കാരണം ലിയാഖത്ത് ഇതുവരെ അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. അതൊന്നും അറിഞ്ഞോടെ നേരില്ല. കാരണം അത് ജനങ്ങൾ കൂടി അറിഞ്ഞോട്ടെ. എന്റെ ഉമ്മാക്ക് ഇപ്പം ഒരു 500 രൂപ 1000 രൂപ കൊണ്ടിട്ടൊക്കെ ഓരോ മാസം ഓരോ മക്കളും കൊടുക്കാറുണ്ട്. ആ പൈസക്ക് ഉമ്മയുടെ കയ്യിൽ വെക്കും. ഉമ്മാക്ക് പൈസക്ക് ചെലവിന്റെ ഒരു ചെലവും ഉമ്മാക്കില്ല. ഉമ്മ ഓരോ വീട്ടിൽ 2 ദിവസം 3 ദിവസം വീട്ടിൽ അതുപോലെ ഓരോ മക്കളുടെ വീട്ടിലായിരിക്കുമ്പോൾ താമസം. ഈ പണമൊക്കെ ഉമ്മ സ്വരൂപിച്ച് വെക്കലാണ്. ആ സ്വരൂപിച്ച് വെക്കുന്ന പണം ഇടയ്ക്ക് ലിയാഖത്തിൽ വന്നിട്ട് കാണാൻ വരുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് അത് എന്റെ ബാക്കിയുള്ള അഞ്ചന്മാരോട് പറയാനും കഴിയുന്നത്, ഉമ്മാക്ക് ഇനി പൈസ കയ്യിൽ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഉമ്മാക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ഇതാണ് നമ്മുടെ ബാധ്യത. അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യും. ആരെ വീട്ടിൽ നിൽക്കണമെങ്കിൽ ആ വീട്ടിൽ അവർ ഉമ്മാക്ക് ചെയ്യുക. ഉമ്മാന്റെ കയ്യിൽ ഇനി പൈസ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം ഞാൻ എന്റെ പറഞ്ഞ കേൾക്കുന്ന അഞ്ചന്മാരോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ലിയാഖത്തിൽ ഉമ്മാനെ കാണാൻ വന്നൊരു ഉമ്മ അവനെ മകനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഞങ്ങൾ അധ്വാനിച്ച പണം ഞങ്ങളുടെ പ്രവാചകനെ തെറി പറയുന്ന ആൾക്ക് ഇനി കിട്ടരുത് എന്നുള്ള തീരുമാനം ഞാൻ ഇപ്പോൾ അടുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി ലിയാഖത്ത് അറിഞ്ഞോട്ടെ, ജനങ്ങൾ അറിഞ്ഞോട്ടെ. അത്രേ ഉള്ളൂ. ഇനി തുറന്നു. ലിയാഖത്ത് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട്, ആരും ഇടപെട്ടിട്ടില്ല. ലിയാഖത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിയാഖത്തിനോട് ഒറ്റ ചോദ്യമുണ്ട്. ഇപ്പൊ ശരിക്കും താങ്കൾക്ക് എന്താണ് പണി? മൈക്ക് മ്യൂട്ടാണ്. ലിയാഖത്ത് മൈക്ക് ഓപ്പൺ ആക്കി സംസാരിച്ചോ? മൈക്ക് മ്യൂട്ടാണ്. ചിലപ്പോൾ ഇനി ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഇത്രയും പറഞ്ഞതില് ഇദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ, നേരത്തെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഉമ്മയുമായി മാന്യത കൊണ്ട് ലിയാഖത്തിനെ കൂടി പറയാൻ അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ സലാം അവസാനം പറഞ്ഞ ഒരു പോയിന്റിനും കൂടി ഒരു മറുപടി പറയാൻ നിർത്താം. ഇപ്പൊ സലാം പറഞ്ഞ ഒരു അവസാന സൂചന ഉണ്ടല്ലോ, അതുകൂടി മറുപടി പറയാൻ സമ്മതിക്കും സുഹൃത്തെ. അതായത് ഞാൻ എന്റെ ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ചെല്ലാറുണ്ട്. അപ്പൊ ഇവർ മാസം കൊടുക്കുന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ മേടിച്ചെടുത്ത് വരുന്നുണ്ട് എന്നാണ് സലാം പറഞ്ഞത്. ഇത് സലാം കുടുംബത്തിനകത്ത് തെളിയിച്ചാൽ മതി, അതിന് നമുക്ക് വേറെ പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഉമ്മയും വാപ്പയും എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ അറിയാം എന്റെ ജോലി എന്താണ്. നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതിനകത്ത് ഞാൻ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യവും ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഏതാണ് നിങ്ങൾ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവരോട് ഹേർട്ട് സുഹൃത്തെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച മുസ്ലിം സുഹൃത്തിന് മതത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ കുടുംബകാര്യത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾ ഈ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഹാർട്ട് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് ആരെയും ഉപദ്രവിക്കരുത്, ആർക്കും വിഷമം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ആള് നിങ്ങളുടെ ഉമ്മാക്ക് ഒരു വാക്ക് കൊടുത്തു പറഞ്ഞാൽ അവർ മരിക്കുന്നവരെ നിങ്ങൾ ഇതൊന്നും പ്രസംഗിച്ചോ പുറത്ത് പറഞ്ഞോ നടക്കില്ല. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഞാൻ എറണാകുളത്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൽ കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ തരാൻ തൽക്കാലം ഈ ഗ്രൂപ്പിൽ അല്ല ഒരു മിനിറ്റ് ലിയാഖത്തിന് ഒരു ധാരണ ഉണ്ടാവും. എന്റെ പേര് കമ്പനി സെർച്ച് ചെയ്താൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയും അതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ലിയാഖത്തെ ഒരു നിമിഷം ഒരു മിനിറ്റ് ഒരു നിമിഷം ലിയാഖത്തിന് ഇപ്പൊ ഒരു ധാരണ ഉണ്ടാവും. സലാം പറഞ്ഞതിനെല്ലാം മറുപടി പറഞ്ഞു. പല വിഷയങ്ങളും ലിയാഖത്ത് തന്ത്രപരമായിട്ട് ഒഴിവാകുന്നത് കണ്ടിട്ടും ഞങ്ങൾ ഇടപെടാതിരുന്നത് സലാമുക്കാക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സമയം ലിയാഖത്തിന് തന്ന് സഹിഷ്ണുതയോടുകൂടി പെരുമാറിയത് ഞങ്ങളുടെ ആദർശം അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ലിയാഖത്തിന് അത് കിട്ടാറില്ല എന്നുള്ള കാര്യം ലിയാഖത്തിന് അറിയാം. ലിയാഖത്തിന് അവസരം തരും. ഇപ്പൊ ഞങ്ങളുടെ സമയമാണ്. ഞങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ ഒരു അഡ്മിൻ പോലും ഒരു ഗ്രൂപ്പിൽ ഒരാൾ പോലും ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ.
ഒറ്റ കാര്യം ഇല്ല കൂടി പറയാൻ എന്നെ ഇപ്പോഴും പറഞ്ഞ് ലിയാക്കത്ത് അവസാനിപ്പിക്കാൻ വ്യക്തമാക്കാത്ത രണ്ട് ലിയാക്കത്ത് വാക്കുകൾ വ്യക്തമാക്കാത്ത അവസാനിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഡാർക്ക് ആയിട്ടുള്ള പ്ലേസ് പൂർത്തിയാവുകയുള്ളൂ. ഉണ്ട്. അല്ല അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവസാനിപ്പിച്ച് ആവശ്യത്തിനുള്ള പോകല്ലേ. കഥകൾ മെനയാം. നോക്കൂ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കഥകൾ മെനയാം. നോക്ക് ഇത് ഞാൻ ഇദ്ദേഹം ഇവിടെ നോക്ക് പറഞ്ഞ കാര്യങ്ങൾ ലിയാക്കത്ത് പൂർണ്ണമായി ഒരു കാര്യം കൂടി കളവാണ് എന്ന് ഒരു കാര്യം പ്രസ്താവിച്ചുകൊണ്ട് ലിയാക്കത്ത് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ലിയാക്കത്ത് ഞങ്ങളുടെ ഇടയിൽ ഒരു ടോപ്പിക്കേ അല്ല. ഇവിടെ നിങ്ങളും നിങ്ങൾ ഈ ലിയാക്കത്തും വിഷയം ഇന്ന് മറ്റേ ഗ്രൂപ്പ് ആർക്കും ഒക്കെ നോക്കൂ നോക്കൂ എന്റെ സംസാരമാകും. പറഞ്ഞു ഒറ്റ കാര്യം തീർത്തിട്ടല്ലേ ലിയാഖത്ത്? ഒറ്റ കാര്യം പറയാം. ലിയാക്കത്തിന് എന്താ അസഹിഷ്ണുത? ലിയാക്കത്തിന് എന്താ അസഹിഷ്ണുത? എന്താണ് എനിക്ക് അസഹിഷ്ണുത? അസഹിഷ്ണുത കാര്യം പറഞ്ഞു ലിയാക്കത്ത് തീർത്തിട്ട് ലിയാഖത്ത് എത്ര മിനിറ്റ് ലിയാക്കത്ത് സംസാരിച്ചു? ലിയാക്കത്ത് ഇവിടെ അരമണിക്കൂറിൽ മേലെ നിർത്താതെ സംസാരിച്ചു. ലിയാക്കത്തിനും ലിയാക്കത്തിന്റെ ഒരു സഹോദരനെയും മണിക്കൂർ സംവദിക്കാൻ അവസരം നൽകി. തുടങ്ങിയാൽ 1 മണിക്കൂറായിപ്പോ. ആ അപ്പൊ ആർക്കാണ് ഇവിടെ അസഹിഷ്ണുത ഉള്ളത്? ലിയാക്കത്ത് ഇപ്പോഴും വ്യക്തമാക്കാത്ത ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ലിയാക്കത്തിന്റെ ജീവിത കഥയിൽ ലിയാക്കത്ത് പറഞ്ഞതിലുണ്ട്. ഞങ്ങളത് ഇവിടെ കൗണ്ടർ ചെയ്യാഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളത് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവുകയാണെങ്കിൽ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള തർക്കമാക്കി ഇവിടെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ പക്ഷെ എനിക്കിപ്പോ നല്ല താല്പര്യം തോന്നുന്നുണ്ട്. നേരിട്ട് നിങ്ങൾക്ക് പല വീഴ്പ്പലക്കലും നല്ല താല്പര്യം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഇവിടെ നിങ്ങൾ കൊണ്ടുവരണ്ട. ഞാൻ എന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ, ആളുകളുടെ പേരുകൾ പുറത്ത് പറയേണ്ടതില്ല എന്ന് എന്റെ വീട്ടുകാരും ഞാനും എത്തിയിട്ടുള്ള ഒരു ധാരണയാണ്. എന്റെ ഉമ്മക്ക് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഇത്രയും ചുരുക്കി വാക്ക് കൊടുത്ത വാക്ക് പറയട്ടെ ലിയാഖത്തെ. നിങ്ങൾ ഇവിടെ വാക്ക് ഇവിടെ കൊടുത്ത വേറെ വാക്ക് വിഷയമുണ്ട് ലിയാക്കത്തെ. ഇവിടെ നിങ്ങളുടെ സഹോദരനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനുണ്ടായ ഒരു സാമൂഹിക സാഹചര്യം ലിയാക്കത്തിന്റെ കൂടെയുള്ള ആളുകളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സലാംക്ക് വെറുതെ കയറി ആകാശത്തിന് വായുവിൽ നിന്ന് പറഞ്ഞതൊന്നല്ല. ലിയാക്കത്തിന്റെ സിൽബന്ധികളും കൂടെയുള്ള മറ്റു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള സ്വതന്ത്ര ചിന്തകരും സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്ത സാമൂഹിക സാഹചര്യത്തിൽ നിന്നാണ് ലിയാക്കത്തിന്റെ സഹോദരൻ മനസ്സ് വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അത് സംസാരിച്ച കേൾക്കാൻ ഞങ്ങൾ കാണിച്ച അതേ മനോഭാവം അതിനേക്കാൾ കൂടുതൽ സഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ നിങ്ങളെയും കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞു ഇപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നുണയാണെന്ന് തോന്നിയില്ലേന്ന്. ലിയാക്കത്ത് പറഞ്ഞതിന്റെ ഓരോ വാചകത്തിന്റെ പിന്നാലെയും ഞങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ പോയിക്കോളൂ, സിഐഡികളെ വിട്ടുകൊള്ളൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ. എന്നെ സംബന്ധിച്ച് മറച്ചു ലിയാക്കത്ത് ഒരു ടോപ്പിക് അല്ല. ആണ്. നിങ്ങൾ ഇടുന്ന പല ടോപ്പിക്കുകളും എന്റെ പേര് വെച്ചിട്ടാണ്. മിനിഞ്ഞാന്ന് നിങ്ങൾ ഇട്ട ഗ്രൂപ്പിന്റെ പേര് ലിയാക്കത്തിന്റെ വീട്ടിൽ മെഴുകുതിരി വെട്ടത്തിൽ നടന്നത് എന്തെന്നാണ്. അതെന്താണെന്ന് ഞാൻ വേണേ സലാമിന് പറഞ്ഞു കൊടുക്കാം. സലാമിന് കേൾക്കണേ കേട്ടോട്ടെ. നോക്കൂ ലിയാക്കത്തെ ഞങ്ങൾ സലാമിന്റെ സഹോദരൻ ലിയാക്കത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഇവിടെ സവർക്കറെ പറ്റി നിങ്ങൾ ഞാൻ ടോപ്പിക് അല്ല എന്ന് പറഞ്ഞത് അതിനേക്കാൾ 30 കൊല്ലം കണ്ടിട്ടുണ്ട് ഞാൻ ലോകം. 25 വർഷമെങ്കിലും ലിയാക്കത്തിനേക്കാൾ കൂടുതൽ ഈ ലോകം ഞാൻ കണ്ടിട്ടുണ്ട്. ലിയാക്കത്തിന് കണ്ട 30 വർഷവും അതിന് മുമ്പ് 25 വർഷവും ആ പരിചയം ഈ ലോകം കണ്ട ഇന്ന് വരെയുള്ള ഈ ലോകം കണ്ട പരിചയം എനിക്കുണ്ട്. മനസ്സിലായോ? നീ കണ്ട ലോകം ഉണ്ടല്ലോ അത് അതിനേക്കാൾ 25 കൊല്ലം കൂടി മുമ്പ്. അത് ഞങ്ങൾക്കുണ്ടെന്ന്. നീ മാത്രമേ വലിയ ആളാണ്. അല്ല, നമ്മളുടെ രണ്ടുപേരുടെയും പ്രായം കുറക്കണ്ടെന്ന്. 60 വയസ്സായി. പിന്നെന്താ 60 വയസ്സായി. 62-ലാണ് എന്റെ ജനനം. 60 വയസ്സായി എനിക്ക്. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. തിരുത്തി ആവശ്യമില്ലല്ലോ. 12ാമത്തെ വയസ്സോട്ടെ പണിയെടുക്കുന്ന ഒരു വ്യക്തി നിങ്ങളോളം എന്റെ ഭാര്യയും കുട്ടിയും നോക്കാനില്ല. എന്റെ താഴെയുള്ള അനുജന്മാർക്കൊക്കെ എന്റെ വിയർപ്പ് ഭക്ഷിച്ചിട്ടുണ്ട്. അവനെ നിഷേധിച്ചതാണ്. അതൊന്നും ഇനിയിപ്പോ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല, നമ്മളത് ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാണ്. കാരണം മുഹമ്മദ് ഈ സമയത്ത് തന്നെ അവൻ ജനിച്ചത് തന്നെ ഈ പ്രായത്തിൽ അവൻ സ്വയം എടുത്ത് ഭക്ഷിക്കാനുള്ള പ്രായമായിട്ടുണ്ടെന്ന്. എന്റെ വാപ്പാക്ക് 40 വയസ്സ് പ്രായമായ സമയത്ത് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം പിന്നെ എന്റെ വാപ്പാനെ ജോലി പറഞ്ഞിട്ടില്ല. എന്തിനാണ് സലാമെ മരിച്ചുപോയ ആൾക്കാരെ വെച്ച് സംസാരിക്കുന്നത്? നേരത്തെ നിങ്ങൾ പറഞ്ഞു എന്റെ വാപ്പയുമായി നമുക്ക് ഞാൻ പറയട്ടെ കാര്യങ്ങള് നിങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ സലാംക്ക് ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ വാചക കസർത്ത് കൊണ്ട് ലിയാക്കത്ത് മറച്ചു വെച്ചിട്ട് പ്രതികരിക്കാതെ പോയതിൽ നിന്ന് കേൾവിക്കാരായ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരും. ലിയാക്കത്തെ ഒന്ന് സഹിഷ്ണുതയോടുകൂടി കേട്ട് നിൽക്കൂ. ലിയാക്കത്തെ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ പറയുന്നതിനോ ലിമിറ്റ് ഉണ്ട്. ഇല്ലില്ല, 75 വയസ്സിൽ ഉമ്മാന്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കാൻ നാട്ടിൽ ചെല്ലുന്നവനാണെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഇദ്ദേഹം അവിടെ പറയണം, വീട്ടിൽ പറയണം. ഇവിടെ വിഴുപ്പലക്കലുകൾ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നെങ്കിൽ എനിക്ക് ചില പരിമിതികൾ ഉണ്ടെന്നുള്ളൂ. നിർബന്ധിച്ചാൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ മോഡറേറ്റേഴ്സ്. അതായത് സലാം ഖാന്റെ സൗണ്ട് കൂടി എന്നത് വെച്ചോ ലിയാക്കത്ത് മാന്യമായി പറഞ്ഞു എന്നത് കൊണ്ട് മാത്രം നമ്മൾ രണ്ടാളും വിലയിരുത്തരുത് എന്നുള്ള കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ ഒരു അവസാനത്തെ നോട്ട് പറഞ്ഞ് ഞാൻ പോവാണ്. നിങ്ങൾ സംസാരിച്ചോളൂ. അതായത് വിശ്വസിക്കണമെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന പ്രതീക്ഷയിൽ
ലിയാഖത്ത് ഒന്ന് കേൾക്കൂ പ്ലീസ്. നിങ്ങളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 12ാമത്തെ വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്ന ഒരാൾ സലാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് നിങ്ങളോളം വാക്ചാതുര്യോ നിങ്ങളോളം വിദ്യാഭ്യാസമോ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്രൂഡായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെ കുറെ ഷുഗറൊക്കെ പോളിഷ് ചെയ്തിട്ട് വിഷയങ്ങളിലേക്ക് കടക്കാണ്ട് കുറെ എന്തോ സംസാരിച്ചു എന്ന് പരിസരത്ത് പോകുന്ന ഒരു പരിപാടിയാണ് ലിയാഖത്ത് പറ്റി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കുറവിനെയും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യ കുറവിനെയും നിങ്ങൾ മുതലെടുക്കണം ഇവിടെ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഈ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത് മനസ്സിലാക്കില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ഒരു അക്കാദമിക് ടീമിന് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കൂ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് സമർത്ഥിച്ചോളൂ. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സലാമൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ലാത്തതുകൊണ്ടാണ് ഇടപെടാത്തത്. ആ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ സാമ്പത്തികമായിട്ട് നടത്തിയ ചില വിഷയങ്ങൾ ഇതൊന്നും ഞങ്ങളിവിടെ പരാമർശിക്കാത്തത്. അത് ഞങ്ങളെയും കൂടി ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ ഒരു സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പരിണിതഫലം നിങ്ങൾ അനുഭവിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാവുന്നുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് ലിയാഖത്ത് ഇങ്ങനെ ഞാൻ വെച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സലാമിനോട് ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വിറ്റ്നസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി തീരുമാനം പറയാൻ കഴിയില്ല. ആക്ഷേപിച്ച് പോകുന്നത് ശരിയല്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ശൈലി എന്തായിരുന്നു ഞാൻ കേട്ടിരിക്കായിരുന്നു. താഴെ മറുപടി പറയാൻ കഴിയാതെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളോ വിഴുപ്പലൊക്കെ ഒന്നും നമുക്ക് വിഷയമല്ല. ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ. ആസ് എ മുസ്ലിം ഞങ്ങൾക്ക് അത് മാത്രമാണ് നിങ്ങൾ ഇവിടെ സലാമിനെ വെച്ച് ചെയ്തത്. അത് മാത്രമാണ് ചെയ്തത്. ഞാൻ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാൻ എന്തൊക്കെ കിട്ടുമെന്ന് അന്വേഷിക്കുക. സലാം ഭായ് ഒരു മിനിറ്റ്. അതായത് താങ്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ സബ്ജക്ട് മതം വിട്ടവനെ കൊല്ലണം എന്ന് താങ്കൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം ഞങ്ങൾക്ക് തന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് ഏത് വിശ്വാസം ചെയ്ത കേസാണ്, അത് മാത്രമേ ഞങ്ങൾ പറയണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ. അപ്പൊ ഞങ്ങൾ താങ്കൾ മതം സംസാരിക്കുന്നത് ലിയാഖത്തിന്റെ പ്രേതമല്ലല്ലോ. ലിയാഖത്തിന്റെ പ്രേതമല്ലല്ലോ ഇവിടെ സംസാരിക്കുന്നത്. ലിയാഖത്തിന്റെ മനുഷ്യൻ തന്നെയല്ലേ. അതിനകത്ത് താങ്കൾ കൊല്ലപ്പെട്ടിട്ടില്ല, താങ്കൾ മരണപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ താങ്കൾ എന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താങ്കൾ എത്ര കാലങ്ങളായിട്ട് മതം വിട്ടവരെ കൊല്ലണം അല്ലെങ്കിൽ മരണപ്പെടും എന്നുള്ള നിലയിൽ ഇസ്ലാമോഫിക് സബ്ജക്ട് താങ്കൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? പറയട്ടെ. ഓക്കെ, അതിന് മുമ്പ് അതായത് ഒരു 2 സെന്റൻസ് പറഞ്ഞു തീർത്തിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ച ഈ ഉണ്ടയില്ലാ വെടി അത് ഇദ്ദേഹം മനഃപൂർവ്വം എന്നെ അവഹേളിക്കാൻ പറഞ്ഞതാണ് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു തെളിവില്ലാത്ത കാര്യം. കാരണം എന്റെ ഈ വയസ്സുള്ള പ്രായത്തിൽ നിന്ന് എന്റെ ഉമ്മാന്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങാനാണ് അവിടെ വരുന്നത്. അത് തടയാൻ വേണ്ടി എന്റെ ഉമ്മയെ ഇനി എന്നെ കാണാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലുള്ള കുയുക്തിയൊക്കെ എനിക്ക് മനസ്സിലാവും. പറഞ്ഞത് പച്ചക്കളവാണ്. നോണ പറയരുത്. ലിയാഖത്തിനോട് ഉമ്മയെ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഉമ്മയെ മറ്റുള്ള വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൂട്ടിയിട്ട് ഫിനാൻഷ്യൽ ഉമ്മയുടെ കയ്യിൽ ക്യാഷ് കൊടുക്കില്ല എന്നൊരു ലിയാഖത്ത് ഉമ്മയുടെ കയ്യിൽ അല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ലിയാഖത്തലി ഉണ്ടയില്ല വെടി വെക്കുകയാണ്. അതെ, അതാണ് പുള്ളി പറഞ്ഞത്. അതെ, അതാണ് പുള്ളി പറഞ്ഞത്. വളച്ചൊടിക്കരുത്. ഇതൊരു വിഷയം ഇപ്പോഴും നിങ്ങളുടെ ജ്യേഷ്ഠന്റെ പല സ്റ്റേറ്റ്മെന്റുകളും ഇപ്പോഴും ഇരുട്ടത്ത് നിൽക്കുകയാണ്. ലിയാഖത്ത് തൊടാതെ പോയിട്ടുണ്ട്. അല്ല ഞങ്ങൾ അതാണ് ഞാൻ പറയുന്നത്. കൂടുതൽ സ്വയം വഷളാവുകയാണ്. നിരവധി തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അല്ല ലിയാഖത്തെ നിങ്ങളിതൊരു രാഷ്ട്രീയപരമായിട്ടൊന്നും കൊണ്ടുപോകണ്ട. നിങ്ങളുടെ അടിയാണ്. ഇവിടെ ഇരിക്കുന്നവരൊന്നും ഇവിടെ ഇരിക്കുന്നവരിൽ SDPIക്കാര് ഉണ്ടാവാം, അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും. ഇനി നിങ്ങൾ കുറെ തെളിവ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോ 2 മോഡറേറ്റേഴ്സ് ആണല്ലോ, ഞാനും ഷെഫീക്കും. ഞങ്ങൾ 2 SDPIക്കാരാണ്. നീ ഒന്ന് തെളിച്ചെന്ന് ഞാൻ നിങ്ങളെ ഞാൻ സലാം SDPIക്കാരനാണെന്ന് പറഞ്ഞു. അല്ല, ഇതൊരു SDPI അജണ്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു SDPI അജണ്ടയാണ്. ഈ ഗ്രൂപ്പ് തുടങ്ങിയത് SDPI അജണ്ടയാണെന്നൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ പറഞ്ഞ ഒരുപാട് തെളിവ് വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ഷെഫീഖ് SDPIക്കാരനാണെന്ന് നീ ഒന്ന് തെളിയിക്കും. ഓക്കെ, പറയട്ടെ. നിങ്ങൾ എങ്ങനെ പിന്നെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്നോട് തെളിയിക്കാൻ പറയണ്ട. സലാം എനിക്കെതിരെ ഇതിനു മുൻപ് ഒരു അപകീർത്തി പോസ്റ്റ് ഇട്ടത് 4-5 ലക്ഷം, ഈ സലാം പറഞ്ഞ അതേ 5 ലക്ഷത്തിന്റെ കണക്ക് വെച്ച് ഒരു പോസ്റ്റ് ഇട്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായ CP മുഹമ്മദ് ബഷീറിന്റെ അടുത്ത ആൾ, അദ്ദേഹത്തിന് അടുപ്പമുള്ള ആൾ, ഒരു ഫോൺ കോളിന് അകലത്തിലുള്ള ആളാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. CP മുഹമ്മദ് ബഷീർ ചോദിച്ചതിന് പറയും. ഈ പറഞ്ഞ ആള് ഈ ക്ലബ്ബ് നമുക്കത് ആവശ്യമുണ്ട്. ഞങ്ങൾ ആരും അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ ചോദിച്ചത് ഈ ക്ലബ്ബിൽ അദ്ദേഹം ഉണ്ടോ? നിങ്ങളുടെ അനുഭവം ഇവിടെ ആർക്കും വേണ്ട.
നിങ്ങളുടെ നിങ്ങൾക്ക് അനുഭവം വേണ്ടത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ സലാമിനെ വിളിച്ചോളൂ. സലാം കുറെ കഥകൾ പറഞ്ഞു. ഓക്കെ, ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ പറഞ്ഞത് ഈ ക്ലബ്ബ് ചർച്ചയിൽ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, SDPI കാരാണ് ചർച്ച നടത്തുന്നത് നിങ്ങൾ പറഞ്ഞു. അതിന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞത് ഏതോ സംസ്ഥാന പ്രസിഡന്റിന്റെ ഏതോ ആള് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാളെ റെക്കോർഡ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നീ ആദ്യം പോയിട്ട് തെളിയിക്കും ഞങ്ങളൊക്കെ സുഡാപ്പികളാണെന്ന്. അതാണല്ലോ ഇപ്പൊ നിന്റെ വാദം. ഞങ്ങൾക്കൊക്കെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് നിന്റെ വാദം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഏതായാലും എന്നെ സംബന്ധിച്ച് ഒരുപോലെയാണ്. ഇവിടെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞു എന്നെ മതം വിട്ടപ്പോ ഒന്നും സംഭവിച്ചില്ല, എന്റെ ഉമ്മയോട് ഇവർ കാണിച്ചതൊക്കെ ഇല്ല എന്ന് നിഷേധിക്കാൻ സലാമിന് കഴിയും. ഇതിപ്പോ ലിയാഖത്തിൽ കുറെ നേരമായി ഉമ്മയുടെ കാര്യം പറയുന്നു. എന്നിട്ട് ഇതേ ഉമ്മയുടെ വിശ്വാസവും ഇതേ ഉമ്മ സ്നേഹിക്കുന്ന പ്രവാചകനെയും തെറി വിളിച്ചുകൊണ്ട് നടക്കും. ഇതാണ് പുള്ളിയുടെ ഉമ്മയോടുള്ള സ്നേഹം. മാനസികമായും അതിനൊന്നും പുള്ളിക്ക് യാതൊരു മനസ്സാക്ഷിത്വം ഇല്ല എന്നുള്ളതാണ്. ഇമോഷണലി ഇത്ര സ്നേഹിക്കുന്ന ഇവര് കൊച്ചിയിലേക്ക് ഉമ്മാനെ കൊണ്ടുവരണ്ട. 3 മണിക്ക് ഉമ്മ ഫോൺ ചെയ്ത കാര്യം 3 തവണ റിപ്പീറ്റ് ചെയ്തത്. 3 മണിക്ക് ഉമ്മ ഫോൺ ചെയ്തത് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ലിയാഖത്തെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയുടെ കാര്യം എടുത്ത് പറഞ്ഞതാരാ? പിന്നെ അദ്ദേഹം ഒരു മിനിറ്റ് ഫൈസൽ പറഞ്ഞു ഇങ്ങനെ നോക്ക് ഞാൻ നിങ്ങളുടെ ക്ഷമയോടുകൂടി ചോദ്യം നേരിടാൻ ചങ്കൂറ്റം കാണിക്കില്ല ലിയാഖത്തെ. ചോദ്യം നേരിടാൻ ചങ്കൂറ്റം നിങ്ങളുടെ ഈ ഉമ്മയെ മാനസികമായും പ്രായാധിക്യം കൊണ്ട് പറയുന്ന ഉമ്മയെ ശാരീരികമായും പീഡിപ്പിച്ചത് ലിയാഖത്തല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉമ്മയുടെ കാര്യം പറയാം? എന്ത് യോഗ്യതയാണുള്ളത്? ഉമ്മയുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ അവഹേളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് ലിയാഖത്തല്ലേ? അത് ഉമ്മക്ക് വിഷമുണ്ടാക്കുന്നില്ല എന്ന് ലിയാഖത്തിന് പറയാൻ പറ്റും. അത് ഉമ്മക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഉമ്മയെ സന്തോഷപ്പെടുത്തുന്ന കാര്യമാണോ? ലിയാഖത്ത് പറയും. ഉമ്മയുടെ സ്വന്തം ശരീരത്തെക്കാളേറെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ലിയാഖത്ത് പറയണം ഉമ്മയും ഫ്രീ തിങ്കറാണെന്ന് പറയണം. ലിയാഖത്ത് മഹലിൽ ചോദ്യം ചോദിക്കാൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ലിയാഖത്ത് മറുപടി പറയണം. ഇതൊക്കെയാണ് എന്റെ അടിസ്ഥാനപരമായ ചോദ്യം. ലിയാഖത്ത് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ കുറിത്തട്ടിപ്പോ അല്ലെങ്കിൽ അല്ല പോവല്ലേ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. പോകാൻ പറ്റില്ല. നിങ്ങളെ 1 മണിക്കൂർ കേട്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വളവളടിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? സ്വന്തം ഉമ്മാനെ ചോദിക്കുന്ന ചോദ്യം വളവളടിക്കുമ്പോ മോഡറേറ്റർ ഉമ്മയോട് ഞാൻ മതവിശ്വാസി അല്ല എന്ന് എന്റെ ഉമ്മ അറിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ പറ. അല്ല ഉമ്മ മതവിശ്വാസി അല്ലാന്ന് ഈ ലോകം അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞ ലിയാഖത്തെ? ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ എങ്ങനെ നീ മതവിശ്വാസി അല്ലാന്ന്? നീ പബ്ലിക്കായിട്ട് കുട്ടികൾ ഛർദ്ദിട്ടല്ലേ? നിനക്ക് തന്നെ കുഴപ്പമില്ലാത്തൊരു സാധനം എനിക്ക് അസഹിഷ്ണുതയാണ്. ഒരാളെ കള്ളു ചോദിക്കാണ് കള്ളു കുടിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോ വഴിക്ക് പറയാണ് ഞാൻ കള്ളുകുടിയില്ല അത് പറഞ്ഞത് ആരാന്ന് ചോദിച്ച പോലെയാണ്. ലിയാഖത്തെ അന്റെ പ്രസംഗം ഇവിടെ ആർക്കും കേൾക്കണ്ട. ലിയാഖത്തെ ചോദിച്ചതിന് മറുപടിയാണോ പറഞ്ഞത്? ചോദിച്ചതിനുള്ള മറുപടിയാണോ ലിയാഖത്തെ പറഞ്ഞത്? ചോദ്യത്തിനുള്ള മറുപടിയാണ് പറഞ്ഞത്. കുടുംബപരമായ കാര്യങ്ങൾ ആദ്യം ഫേസ്ബുക്കിൽ വന്ന് അലക്കിയത് ആരാണ്? ആദ്യം ഫേസ്ബുക്കിൽ വന്ന് കുടുംബപരമായ കാര്യങ്ങൾ അലക്കിയത് ആരാണ്? ഫേസ്ബുക്കിൽ വന്ന് കുടുംബപരമായ കാര്യങ്ങൾ മനസ്സിലായത്. ചോദ്യത്തിന് മറുപടി പറയാൻ സമ്മതിക്കാതെ ഉമ്മ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ മറുപടി പറയാൻ 1 മിനിറ്റ് തരാൻ കഴിയാത്ത നിങ്ങൾ ഉത്തരം പറയലാണ് തന്റെ ഇടം. മറു ചോദ്യം ചോദിക്കലല്ല തന്റെ ഇടം. ലിയാഖത്തിന്റെ ഉമ്മ ഇഷ്ടപ്പെടുന്ന നബി അവഹേളിക്കൽ ഉമ്മാനോടുള്ള സ്നേഹമാണോ എന്നുള്ള ചോദ്യത്തിന് തിരിച്ചു ചോദിക്കുകയാണ്. ഉമ്മ എങ്ങനെ അറിഞ്ഞത്? അല്ല മോനെ മോനെ ചോദ്യം ഉമ്മ ഇഷ്ടപ്പെടുന്ന നബി അവഹേളിക്കൽ ഉമ്മ ഇഷ്ടപ്പെടുന്ന നബി അവഹേളിക്കൽ ഇഷ്ടമാണോ? അതാണ് ചോദ്യം. അതിന് ഉമ്മ 2021 4ാമത്തെ കോമഡി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കോമഡി എം അക്ബറിന് മുന്നിലും പിന്നെ ബാക്കിയുള്ള കോമഡി 2-3 കോമഡികളൊക്കെ ക്ലബ് ഹൗസിൽ തന്നെ. ഇത് 4ാമത്തെ കോമഡിയാണ്. അല്ല ഞാൻ പറഞ്ഞുതരാം. കോമഡി എന്താണെന്നറിയോ? കള്ളു കുടിച്ചത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോഴേ കള്ളു കുടിച്ചത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഹൃത്തെ ഇപ്പൊ പറഞ്ഞില്ല ആരാ സുഡാപ്പി എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ വ്യാജ ആരോപണങ്ങളാണ് ലിയാഖത്തെ നിങ്ങളെ വളർത്തുന്ന വളം. ഈ വ്യാജ ആരോപണങ്ങളും നുണകളും കുപ്രചരണങ്ങളും ഇല്ലെങ്കിൽ ലിയാഖത്തില്ല. കള്ളു കുടിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ കള്ളു കുടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിനാണ് ചോദിക്കുന്നത്? കള്ളുകുടി തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല.
ഉമ്മയോട് പറഞ്ഞു കൊടുത്തതാണ് അവന്റെ ആകെയുള്ള പ്രശ്നം. അതെ, ഇവിടെ സൈലന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയാഖത്ത് ഉമ്മാക്ക് ഒരു സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും പുറത്ത് പോയില്ലാന്ന്. എന്നിട്ട് ആ ഉമ്മനെ ജീവനോടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഉമ്മ വഫാത്തായിട്ടുണ്ടാവുന്നത് പിന്നെ പറഞ്ഞ കേട്ടപ്പോ. ഇപ്പൊ ആ ഉമ്മനെ ജീവനോടെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കടന്ന് നടത്തുന്ന സർക്കസ് മുഴുവൻ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സലാംക്കാർക്ക് കാര്യങ്ങൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ ഫൈസൽ ഭായി ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് സലാം കേൾക്കുന്നുണ്ടോ? ലിയാഖത്ത് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു പോയേ ഉമ്മ വഫാത്തായതിനു ശേഷം ഞാൻ ഇങ്ങനെയുള്ള പചരണങ്ങൾ കടന്നുള്ളൂ എന്ന് ഞാൻ ഉമ്മക്ക് വാക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് ആ ഉമ്മനെ പറ്റിയിട്ടാണ് എന്തിനാണ് സുഹൃത്തെ ഒരാളുടെ അഭാവത്തിൽ ഫൈസലെ ഞാൻ എവിടെയാണ് എന്റെ ഉമ്മയുടെ മരണം വരെ ഇതുകൊണ്ടാണ് നമ്മളെ ഗ്രൂപ്പ് താങ്കളുടെ വീട്ടിൽ തീവ്രവാദി ഉണ്ട്, അത് താങ്കൾ തന്നെയാണ്. ലിയാഖത്തെ എല്ലാത്തിനും റെക്കോർഡിംഗ് ഉണ്ട്. നമ്മൾ വെറുതെ കിടന്നിട്ട് വളാന്നടിക്കണ്ടല്ലോ. ഈ കുടുംബകാര്യം ആദ്യം ടെസ്റ്റിൽ ഇട്ടത് ലിയാഖത്തല്ലേ? കുടുംബകാര്യം ആദ്യമായി ടെസ്റ്റിൽ ഇടുന്നത് ലിയാഖത്താണ്. അല്ല, ഫേസ്ബുക്കില് കുടുംബകാര്യം ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടത് ലിയാഖത്താണ്. ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. സത്യം കേൾക്കരുത് എന്ന് നിങ്ങൾ ഇല്ല, സത്യമാണ് കേൾക്കുന്നത്. നിങ്ങൾ വളച്ചടിക്കാണ്. നിങ്ങളാണ് 40 മിനിറ്റ് സംസാരിച്ച ഇക്കാക്ക് പകരം 1 മണിക്കൂർ ലിയാഖത്ത് സംസാരിച്ച് എന്നിട്ട് ആ മറുപടി പറയാൻ പറ്റാത്ത സമ്മതിക്കുന്നില്ല. ഇപ്പോൾ സമ്മതിക്കുന്നില്ല. 1 മണിക്കൂർ കിട്ടിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അതിന് മറുപടി എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫുള്ള് നിങ്ങൾ ചെയ്യുന്നത് ഓഡിയോ റെക്കോർഡ് മുഴുവൻ പുറത്തു വിടൂ. ബാക്കി നാളെ വരും. നിങ്ങൾ പറഞ്ഞതിൽ ഇതിൽ തന്നെ വസ്തുതാവിരുദ്ധമായ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അത് നാളെ വരും. നിങ്ങൾ സിബിഐക്ക് കൊടുക്കുക. കൊടുക്കണല്ലോ. നിങ്ങൾ ഫൈസൽ ഇവിടെ പറഞ്ഞു ഉമ്മാക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, എന്നിട്ട് ഞാൻ ആ വാക്ക് തെറ്റിച്ച് ഇസ്ലാം മത വിമർശനം അതാണ് പറയാൻ ആവശ്യപ്പെട്ടത്, അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അതാണ് പറയുന്നത്. നിങ്ങൾ പറയാൻ അനുവദിക്കെങ്കിൽ പറയാൻ അനുവദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് കേൾക്കണം. ചോദ്യം മനസ്സിലായി സുഹൃത്തെ. 10 മിനിറ്റ് ചോദിക്കുന്നത്, 1 മിനിറ്റ് മറുപടി പറയാൻ താ. മറുപടി അല്ലെങ്കിൽ ഇടപെടുവേ, പറയുന്നത് വളവളയാണ് ഇടപെടും. ഇടപെടുവേ നിങ്ങൾ ഇടപെടാൻ കാത്തിക്കാണല്ലോ, മറുപടി പറയുമ്പോഴേ ഇടപെടുക. എന്റെ ഉമ്മ ഞാൻ മതവിശ്വാസി അല്ല എന്നറിയുന്നതോ ഞാൻ പ്രവാചകനെ വിമർശിക്കുന്നു എന്നറിയുന്നതോ പൊതു ഇടത്തിൽ നിന്നോ എന്റെ നാക്കിൽ നിന്നോ അല്ല. എന്റെ ഉമ്മയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ കോൾ വന്നതിന് ശേഷമാണ്. അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇവരോട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം അതിന് ധിക്കാരപരമായിട്ട് ഇവർ നടപടിയെടുത്തതിന് ശേഷമാണ് ആദ്യമായി ഞാൻ പരസ്യമായി രംഗത്ത് വരുന്നത്. അതായത് പരസ്യ വിമർശനം ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നത് എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിന് അവസരം തരാതെ എന്നെ രഹസ്യമായി അന്വേഷിച്ച് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അന്വേഷിച്ച് സ്പൈ വർക്ക് ചെയ്തിട്ട് അത് ഉമ്മയോട് പറഞ്ഞ് അവന് അള്ളയില്ല ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളാണ്, അവന് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് എന്റെ ഉമ്മയെ കരയിപ്പിച്ചത് ഈ പറയപ്പെടുന്ന വ്യക്തികളാണ്. പറഞ്ഞോ. ഉമ്മ വ്യക്തമായിട്ട് കേൾക്കണം, ഇടക്കിടപെടല്ല പിന്നെ. അതായത് ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയെ അവഹേളിക്കുന്നത് ഉമ്മ അറിഞ്ഞാൽ മാത്രമേ തെറ്റാവുള്ളൂ. അതായത് ലിയാഖത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കലാണ്. അതിലൊരു പ്രശ്നമില്ല. ഉമ്മ അറിഞ്ഞപ്പോൾ പ്രശ്നമായി. ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ലിയാഖത്ത് ഫുള്ള് കേൾക്കുക. ആകത്തുക എന്ന് പറയുന്നത് ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയെ ഉമ്മ അറിയാണ്ട് വിമർശിച്ചാലും ഉമ്മ അറിഞ്ഞുകൊണ്ട് വിമർശിച്ചാലും അത് ഉമ്മക്കെതിരെ നിങ്ങൾ ചെയ്യുന്നൊരു തെറ്റല്ലേ? വിമർശനല്ല അധിക്ഷേപം. റിപ്ലൈ ഇതാ, ഉമ്മ അറിഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചാലും അല്ലെങ്കിൽ പിന്നെ വളവളടിക്കും. ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയെ ഉമ്മ അറിഞ്ഞുകൊണ്ട് വിമർശിച്ചാലും ഉമ്മ അറിയാതെ വിമർശിച്ചാലും അവഹേളിച്ചാലും അവഹേളനം ഉമ്മാന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കെതിരല്ലേ? അപ്പൊ ഇഷ്ടപ്പെടുന്ന ഉമ്മ ഇഷ്ടപ്പെടാണ്ടാവോ? പറഞ്ഞോ കഴിഞ്ഞു പറയട്ടെ. അപ്പൊ അതാണ് നിങ്ങളെ പ്രശ്നം അല്ലെ? പറയട്ടെ സുഹൃത്തെ, സമയം പരിഗണിക്കണം കേട്ടോ. സമയം ഉറങ്ങേണ്ട സമയമൊക്കെ എത്രയായി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഉമ്മ അറിയുമ്പോൾ ഉണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് എനിക്ക് ഞാനും എന്റെ ഉമ്മയും തമ്മിലുള്ള ഇമോഷണൽ കാര്യമാണ്. ഓക്കെ, അതിനകത്ത് എന്റെ ആദർശം കാലാകാലം എന്റെ ഉമ്മാക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നത് വെച്ച് എന്റെ ആദർശം കാലാകാലത്തേക്ക് മറച്ചു വെക്കണം, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് വിചാരിച്ചോ അതേപോലെ തന്നെ എന്റെ മരണം വരെ ജീവിക്കണം എന്ന ഒരു ആശയപരമായ ആദർശപരമായ അടിമത്ത ബോധം എനിക്ക് ഉമ്മാനോടുമില്ല, ആരോടുമില്ല.
അപ്പൊ ഉമ്മ അറിയിച്ചത് ഇതാർക്കെങ്കിലും മനസ്സിലായോ? ഫേസ്ബുക്കിൽ കുറ്റപ്പെടേണ്ട ആവശ്യമുണ്ടോ? ലിയാഖത്തെ ഒരു ചോദ്യം, ഇത് രണ്ടും ഒരു മിനിറ്റ് അല്ല റിൻഷാദ് ഭായി. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഉമ്മക്ക് അടിമപ്പെട്ടിട്ട് ജീവിക്കാൻ ഞാൻ ആർക്കും എഴുതി കൊടുത്തില്ല എന്നുള്ള രീതി സംസാരിച്ചു. അതേ നിങ്ങൾ പറയുന്നത് രീതിയിലല്ല ഞാൻ പറഞ്ഞത് പറയും, പറയാത്ത പറയല്ലേ. ഓക്കെ, അതെ. അപ്പൊ ഉമ്മ അറിയാതിരിക്കാൻ വേണം, നാലപ്പുറത്ത് കയറും വേണം, പിന്നെ നാട്ടുകാരോട്ട് കാണാൻ പാടില്ല എന്നുള്ള ശരിയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. അത് പറഞ്ഞു എന്റെ ഉമ്മ ഇവര് പോയിട്ട് എന്റെ ഉമ്മയോട് ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ ഉമ്മ വിളിക്കുന്നത് വരെ ഞാൻ പരസ്യമായി ഒരു മതവിമർശനം, ഒരു മിനിറ്റ്, ഞാൻ അതിന് മുൻപ് ഒരു പരസ്യമായ മതവിമർശനവും നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാം. മതവിമർശനം പരസ്യമാവണമെന്നുണ്ട്. നബീനെ വിമർശിക്കല്, ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയെ വിമർശിക്കല് പരസ്യമായാലും അല്ലെങ്കിലും ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയല്ലേ വിമർശിക്കുന്നത്. വിമർശനമല്ല, അധിക്ഷേപമാണ്. അതല്ലേ? ഓക്കെ. അല്ല ഞാൻ പറഞ്ഞു പരസ്യമായാലും അല്ലെങ്കിലും തെറ്റന്നല്ലേ പൊന്നുമോനെ? അതന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്. ഉമ്മാക്കെതിരെ ചെയ്യുന്നത് തന്നെയല്ലേ? അപ്പൊ ഉമ്മ അറിയാണ്ട് ചെയ്യുന്നു. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ് എന്റെ ഉമ്മ കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തിയിൽ നിങ്ങളുടെ ഉമ്മ സന്തോഷവതിയാണോ അല്ലേ? പ്രവർത്തന രീതിയിൽ ഞാൻ കേൾക്കുന്നില്ല. നിങ്ങളുടെ ഉമ്മ, ഞാൻ ദുബായിലാണ്, എനിക്ക് ഇവിടെ കേൾക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിങ്ങളുടെ ഉമ്മ സന്തോഷവതിയാണോ അല്ലേ? നിങ്ങൾ ഇപ്പൊ പറയും, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉമ്മക്ക് വിഷമമുണ്ടോ ഇല്ലേ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിൽക്കാനുണ്ടെന്നോ, അതല്ലെങ്കിൽ മുഹമ്മദ് നബി മുസ്ലിം അല്ല എന്നോ, അതല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്തത് മുഹമ്മദ് നബി പെഡോഫിലിക്കാണ് എന്നൊക്കെ പറയുന്നത് ഉമ്മാക്ക് സന്തോഷമുള്ള കാര്യമാണോ അല്ലേ? സന്തോഷമില്ല, വിഷമം. നോക്കൂ, എന്റെ ഉമ്മാക്ക് 75 വയസ്സായി, അതിന് മുകളിലായിട്ടുണ്ടാവും, ഒരു 76 കഴിഞ്ഞു. ഓക്കെ, എന്റെ ഉമ്മാക്ക് വാട്സപ്പും യൂട്യൂബും പരിപാടികളൊന്നും ഇല്ല. എന്റെ ഉമ്മക്ക് ആകെയുള്ള വിഷമം ഇവരായിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ കുറെ പച്ച തിന്നില്ലേ, ഇതേപോലെ എന്റെ ഉമ്മാന്റെ പോയി ഇപ്പോഴുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ആ പ്രശ്നമേ എന്റെ ഉമ്മാക്ക്. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചോദിക്കണം നീ പഠിപ്പിക്കണ്ട. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ല. സലാം പോയി കിടന്നുറങ്ങും. ലിയാഖത്ത്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലിയാഖത്തെ, ഉമ്മ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഉമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ഉമ്മ അറിയാതെ ചെയ്യുന്നതും ഉമ്മാക്ക് വിഷമം ഉണ്ടാവും ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഉമ്മാനെ അറിയിച്ചത് ചേട്ടന്മാരാണ്. ഇപ്പൊ പറയുന്നത് ഉമ്മാക്ക് വാട്സാപ്പ് ഇല്ല. വിഷയം ഉമ്മ ഇഷ്ടപ്പെടുന്ന നബിയെ ഫീഡോ ഫൈലാന്ന് ലിയാഖത്ത് പറയുന്നത് ഉമ്മാക്ക് സന്തോഷമുള്ള കാര്യമാണോ എന്നുള്ളതാണ്. ഉമ്മ അറിയോന്നല്ല വിഷയം, ഉമ്മ അറിയോന്നല്ല വിഷയം, ഉമ്മാക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യമാണ്. എന്ന വാക്ക് ഞാൻ പ്രവാചകനെതിരെ ഉപയോഗിച്ച് തെളിയിക്കുക. ആയിഷ റളിയല്ലാഹു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതാണ് ഫീഡോ ഫൈൽ എന്ന് പറയുന്നത്. എന്റെ പൊന്നിൽ കുട്ടികളുടെ മണ്ടത്തരം പറഞ്ഞു. പൊട്ടത്തരം പറയല്ലേ? ഗതികേട് നാളെ കാണാം. ഗതികേട് നാളെ കാണാം. ഫാമിലിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറഞ്ഞു പോകണ്ട്. എനിക്ക് ഈ ടോപ്പിക്കിൽ കാര്യം പറഞ്ഞു പോകണ്ട്. പറഞ്ഞു സലാം കേൾക്കുന്നുണ്ട്. മറുപടി പറയാൻ നിൽക്കില്ല. ഹലോ, ശങ്കരയുടെ കയ്യിലുള്ള രേഖയില്ലേ അത് കൊടുത്താൽ മതി. ശങ്കരയുടെ കയ്യിലുള്ള രേഖയില്ല അത് കൊടുത്താൽ മതി. ഹലോ, തന്ത്രങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് ലിയാഖത്ത് ഇവിടെ പറഞ്ഞ അവന്റെ ഫാമിലിക്കാരോട് സംസാരിച്ചു. സത്യത്തിൽ അറിഞ്ഞായിരുന്നില്ല ലിയാഖത്ത് ഇവിടെ അതിന് മുമ്പേ സ്വന്തം ഫാമിലിയിലെ ലിയാഖത്ത് മാത്രമല്ല കേട്ടോ, ആ കൂട്ടത്തിൽ നിന്ന് ജസ്ലായി കഴിഞ്ഞാൽ ആരിഫ് തെരുവത്തായി ഇവരൊക്കെ ആദ്യം കുടുംബക്കാരെ കുറിച്ച് വളരെ മോശമായി വൾഗറായി സംസാരിക്കും. പിന്നീട് ഇപ്പൊ സലാംക്കാർക്ക് കിട്ടിയ പോലെ അവസരം അവരുടെ കുടുംബക്കാർക്ക് കിട്ടിയ അവർ ഇതിലും മോശം പറയും. അത് ആരിഫിന്റെ പിന്നെ വൈഫിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളെന്ന് പറഞ്ഞതാണ്. ചെയ്യും ഇവർക്കൊക്കെ ചെയ്യും. ഇവർക്കെതിരെ ഇവർ കുടുംബത്തിൽ നിന്ന് ഒരാളെ എതിർക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇവർക്ക് വേണ്ട പോലെ ചെയ്യാം, ഇവർക്ക് ഇഷ്ടമുള്ള ആശയം ഇവർക്ക് പ്രചരിപ്പിക്കാം, താനും തന്നെ വിളിച്ചു പറയാം. പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഇവർ വിമർശിക്കരുത്. ഇവർ വിമർശനത്തിന് അതീതമാണ്. പിന്നെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ അയാളെ കുറിച്ച് മോശം വൈലുല്ലി കുല്ലി ഹുമസത്തില്ലു മസ അതല്ല ചെയ്ത് ഇത് ചെയ്തോണ്ടിരിക്കാൻ ഒരു ചുടാപ്പിനെ വിളിച്ചു വന്നിട്ട് ഒരു മനുഷ്യനെ പറഞ്ഞ് എന്റെ പൊന്നാരക്കൊക്കെ പോയെങ്കിൽ ഞാനും പോവാണ്. എനിക്ക് എന്റെ പൊന്നാരക്കൊക്കെ പോവാണ്.
സലാംക്ക് ഇവിടെ തന്നെ ഉണ്ട് കേൾവിക്കാരനായിട്ട്. സമൂഹത്തിന് മൊത്തം തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത്. നീ എന്താണ് ഞങ്ങളോട് ഇത് പറയുന്നത്? നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നിങ്ങളുടെ ചൂണ്ടയിൽ ഒന്ന് കൊത്തുന്ന ടൈപ്പ് അല്ല സുഹൃത്ത് ഞാൻ. അത് കണ്ടല്ലോ പോസ്റ്റോ കേസിനൊക്കെ സലാം മറുപടി പറയും. അത് സലാം മറുപടി പറഞ്ഞോളൂ. പിടിക്കാറില്ല. അതൊക്കെ സലാം സ്റ്റേഷനിൽ വന്ന് തെളിയിച്ചു തരും. ഞങ്ങൾക്ക് സലാം ജാഷനാണ്. സലാം ഇക്കാന്ന് വിളിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. അത് പറയട്ടെ. ഇക്കാന്ന് നിങ്ങളത് അടിച്ചോണ്ടാന്ന് പറഞ്ഞത്. നിങ്ങളെ ടൗണിൽ അടിച്ചതിന് ശേഷം അങ്ങനെ പറഞ്ഞത്. ഞാൻ അടിച്ചിട്ടോ? അല്ല അങ്ങനെയല്ല, നിങ്ങളെ സലാമൊക്കെ അടിച്ചതിന് ശേഷമാണ് അടിച്ച കഥകൾ ഞാൻ പലതും പറഞ്ഞില്ലേ. വേറൊരു കഥയും കൂടി ഉണ്ട്, കേക്കട്ടെ? പറയണോ സലാമേ? വേണ്ട, നിങ്ങള് ഒരു മിനിറ്റ്. ഞാൻ അതുകൊണ്ടൊന്നും നമുക്ക് നിർത്താൻ തോന്നുന്നു. കാരണം ഇതൊരു ഒരുപാടായി. അതെ അതെ അതന്നെ. ഒരൊറ്റ കാര്യം ഞാനേ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല. അതുപോലെ തന്നെ ഞാനൊരു STPയുടെ ലക്ഷക്കണക്കിന് STPയുടെ പ്രവർത്തകരിൽ ഒരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. ഇതും എന്റെ പാർട്ടി നമ്മൾ യാതൊരു ബന്ധമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധിയാണ്. അങ്ങനെയൊക്കെ സലാംക്ക് പറയട്ടെ. സലാംക്ക് പറഞ്ഞിട്ട് ലിയാഖത്ത് പറയാം. ഞാൻ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളല്ലോ. ഞാൻ പാർട്ടിയുടെ അനുഭാവിയാണ്. ലക്ഷക്കണക്കിന് STPക്കാരുടെ പിന്നെ ഉണ്ട്. അതിലൊരു അനുഭാവിയാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ ഈ ടോപ്പിക്കും എന്റെ പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ നിങ്ങളൊക്കെ STPക്കാരാണെന്ന് അവന് പിന്നെ ആരോപിച്ചു. എത്രയധികം STPക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മുസ്ലിമിന്റെ മീറ്റിംഗിൽ വന്നാൽ ഇതിനേക്കാളും അത്ഭുതപ്പെടും. എന്റെ സലാമക്ക പോയി കിടന്നോ. ആരോഗ്യം നോക്കി. എന്നോടല്ലേ വെറുപ്പ്? നമുക്ക് ആരോട് വെറുപ്പില്ല. ഇപ്പൊ ഈ കുത്തിയിരുന്ന് മനസ്സിലായില്ല. പിന്നെ അതെ, നമുക്ക് നിർത്താം. ഇനി ആരും മൈക്ക് എടുക്കരുത്. ഇനി മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. നമുക്ക് നിർത്താം. സമയം ഒരുപാടായി. ഇവിടെ കേൾവിക്കാരായ ആൾക്കാരോട് അപേക്ഷയുണ്ട്. ഈ കുടുംബ വിഷയത്തിൽ ഒരു സമ്മറൈസ് ചെയ്യരുത്. കുടുംബ വിഷയം അവരേതായിട്ട് വിട്ടുകൊടുത്തേ. നമ്മൾ ആരോപണങ്ങൾക്കും അതിനുള്ള മറുപടികൾക്കും ഇവിടെ പ്രസക്തി ഇല്ല. കാരണം ഈ രണ്ട് ആൾ പറഞ്ഞതും നമ്മൾ ആരും അനുഭവമുള്ള ആളുകളല്ല. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരാൾ ആരോപണങ്ങൾ പറഞ്ഞു, മറ്റൊരാൾ മറുപടി പറഞ്ഞു. ഇതിവിടെ പ്രസക്തമായതിന്റെ കാരണം മാത്രം പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ മറ്റു മോഡറേറ്റർമാരെ വിളിക്കും. ഇവിടെ ഈ ചർച്ച വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ സ്വറ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷെഫീഖ് കൂടാറുള്ള ഒരു ഗ്രൂപ്പാണ്. ടൈറ്റിലില്ല, ഒന്നുമില്ല, പ്രത്യേക ടോപ്പിക്കുകളൊന്നുമില്ല. വെറുതെ നാട്ടുവർത്താനങ്ങൾ പരിചയപ്പെടൽ മാത്രമാണ്. ഇതിൽ യാദൃശ്ചികമായിട്ട് വന്ന ആളാണ് സലാംക്ക. ലിയാഖത്ത് വരുന്ന സമയത്തും ലിയാഖത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയത് സലാംക്കയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കണക്ഷനും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തിയത്. അത്രയും പോലും ഞങ്ങൾക്ക് സലാംഖാനെ അറിയില്ല. സലാംക്ക വന്നത് ഇവിടെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം സലാംക്കാക്ക് ഒരു വേദിയില്ലാതെ, സലാംക്കാക്ക് കുറെ വിഷയങ്ങൾ പറയാൻ അവസരം കിട്ടാതെ ലിയാഖത്ത് മോഡറേറ്റർ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ചെന്ന് കൈ ഉയർത്തി സലാംഖാനെ തിരിച്ചറിഞ്ഞ പാടെ ഒഴിവാക്കി എന്ന ആരോപണവുമായിട്ടാണ് സലാംക്ക ഇവിടെ വരുന്നത്. സലാംക്ക സംസാരത്തിന്റെ ഇടയിൽ ഞാൻ ലിയാഖത്തിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ചത് ലിയാഖത്തിന്റെ നേരെ സഹോദരനാണോ എന്ന് കൺഫേം ചെയ്യാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ലിയാഖത്തിന്റെ സഹോദരൻ എന്ന നിലയിൽ ഇത് ലിയാഖത്തല്ല അവിടെ സബ്ജക്ട്. ലിയാഖത്തിനെ പോലെ ആരാണെങ്കിലും ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. കാരണം എക്സ് മുസ്ലിമുകൾ കേരളത്തിൽ പറയുന്നത് ഞങ്ങൾ മതം വിടാനുണ്ടായ കാരണം ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ സൊസൈറ്റിയാണ് എന്ന് സാധാരണഗതിയിൽ ഇവർ പറയുന്ന ആരോപണമാണ്. ഈ ആരോപണത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കല് ഞാൻ എക്സ് മുസ്ലിമിന്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ എക്സ് മുസ്ലിമുകളുടെ ആരോപണമാണ്. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കല് വിശ്വാസികളായ ഞങ്ങൾ സാധാരണ ഇടപെട്ട് അന്വേഷിക്കലുണ്ട്. അങ്ങനെയാണ് ലിയാഖത്തിന്റെ കുടുംബ വിഷയങ്ങളും ചരിത്രവും ഭൂതവും ഭാവിയും ഒക്കെ ഇവിടെ സംസാര വിഷയമായത്. ഇത് ലിയാഖത്ത് കേട്ടു. ലിയാഖത്ത് ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് അനുവദിച്ചതിനേക്കാൾ ഇരട്ടിയിൽ അധികം സമയം കഥ പറയാൻ ലിയാഖത്തിന് അവസരം കൊടുത്തു. അത് ഞങ്ങൾ ചെയ്ത നീതിയുക്തമായ പ്രവൃത്തിയാണ്. ഒരാൾ പോലും ഇടപെടാതെ തികച്ചും പല രീതിയിലും ലിയാഖത്ത് ഡൈവേർട്ട് ചെയ്തിട്ടും ഒക്കെ സംയമനത്തോടു കൂടി സംസാരം മുഴുവനും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ മര്യാദ പോലും പല വിഷയങ്ങളും ചോദ്യങ്ങളും വന്നപ്പോൾ ലിയാഖത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ലിയാഖത്ത് മാതാവിന്റെ കാര്യം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് തടിതപ്പുന്നത് പതിവ് ഇവിടെ ഉണ്ടായി. മാതാവിനെ മാനസികമായും ഇമോഷണലായും പീഡിപ്പിച്ച മകനാണ് ലിയാഖത്ത് എന്ന് പറയാൻ യാതൊരു മടിയും. ഒരു മുസ്ലിം ഞാൻ പറഞ്ഞുതരാം, ഒരു മുസ്ലിം എന്റെ പോയിന്റിലേക്ക് ഞാൻ എത്തും. ഒരു മുസ്ലിമിന് സ്വന്തം ശരീരത്തെക്കാളേറെ, സ്വന്തം ആത്മാവിനേക്കാളേറെ ഇഷ്ടമുള്ള പ്രവാചകൻ
സ്വന്തം ശരീരത്തെക്കാളേറെ ഇഷ്ടമുള്ള പ്രവാചകനെ നിന്ദിച്ച് അപഹസിച്ച് സമൂഹ മധ്യത്തിൽ കുപ്രചരണങ്ങൾ നടത്തുന്ന ഒരു മകനെ കൊണ്ട് ഒരു മാതാവ്, വിശ്വാസിനിയായ സ്വന്തം ശരീരത്തെക്കാളേറെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മാതാവിന് എന്ത് സന്തോഷമാണ് ലിയാഖത്ത് പ്രദാനം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ലിയാഖത്ത് കാമാൻ വേണ്ടിയിട്ടില്ല. ലിയാഖത്തിന്റെ സോഴ്സ് ലിയാഖത്ത് പറയുന്നില്ല. ലിയാഖത്തിന്റെ മഹലുമായുള്ള ബന്ധം ലിയാഖത്ത് പറഞ്ഞിട്ടില്ല. മാതാവുമായുള്ള ബന്ധം എല്ലാ നിർണായക ചോദ്യങ്ങളിലും 75 വയസ്സായ എൻ്റെ ഉമ്മയോട് ചെന്ന് പരാതി പറഞ്ഞു, 75 വയസ്സായ എൻ്റെ ഉമ്മയെ അവരെന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എന്നുള്ള ഇമോഷണൽ മറുപടികൾ കൊണ്ട് പഴുതടക്കാൻ വേണ്ടി മാത്രമാണ് ലിയാഖത്തിന് അനുവദിച്ച മുഴുവൻ സമയവും ലിയാഖത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച ഒരു മകനാണ് ലിയാഖത്ത് എന്നുള്ളത്. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഷാദിനോ ഷഫീഖാക്കോ ആർക്കെങ്കിലും സംസാരിക്കാം. ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ സമയം 3:30 ആയിട്ടുണ്ട്. ഞാൻ നിർത്താണ്. എല്ലാവരും ദുആ വസീയത്ത്. ഇസ്ലാം കളവാണ്, കളവില്ല ഇസ്ലാമില്ല പറഞ്ഞ കൂടി ക്ലോസ് ചെയ്തോ? കൺക്ലൂഡ് ചെയ്ത് ക്ലോസ് ചെയ്തോ? ഷഫീഖ് ഉറങ്ങുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്നൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കറിയാം. ഞാൻ ഈ നേരത്ത് ഒരു 12 മണി വരെയൊക്കെ 2 മണിക്കൂറൊക്കെ മുന്നേ വരെ ഞങ്ങൾ സ്ഥിരം ഇതേപോലെ ചർച്ച ഇവിടെ വെക്കാറുണ്ട്. വളരെ ഗ്രാജുവലായിട്ട് അന്ന് നടക്കുന്ന വളരെ തമാശയായിട്ട് ഞാൻ ജാഫർ ഫൈസലൊക്കെ ഉണ്ടാവാറുള്ള, ഷഫീഖ് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ഞാനും ഫൈസലും ജാഫറൊക്കെ സ്ഥിരം ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയാണ് സോഷ്യൽ. ഇവിടെ ആദ്യം വന്നവർക്ക് അറിയാം, അങ്ങനെ നടന്നതാണ്. ഒരു അരമണിക്കൂറോളം അങ്ങനെ പോയൊരു ചർച്ചയാണ്. അതിൻ്റെ ഇടക്ക് സലാംക്ക വന്നു. സലാംക്ക ആരാണെന്നും അറിയില്ല. സലാംക്ക വന്നിട്ട് ആദ്യം സൗണ്ട് ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോഴൊന്നും സലാംക്ക പറഞ്ഞിട്ടില്ല ലിയാഖത്തിന്റെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടോപ്പിക്കിൽ എക്സ് മുസ്ലിം എന്നുള്ള ഒരു ഇത് വന്നു. കാരണം അവരുടെ ചർച്ചകൾ ധാരാളം നടക്കുന്നത് കൊണ്ട് ആ ഒരു ഡിസ്കഷൻ വന്ന സമയത്താണ് സലാംക്ക പറഞ്ഞത്. അല്ലാതെ സലാം കൊട്ടടിക്ക് അയ്യോ എന്നെ സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ ലിയാഖത്തിന്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടൊന്നല്ല. ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടക്കാണ് ലിയാഖത്തിന്റെ സഹോദരനാണ് എന്ന് സലാംക്ക പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ ചോദിച്ചത് നേരെയുള്ള സഹോദരനാണോ, അതായത് ഒരേ ഉമ്മയുടെ സഹോദരനാണോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നിട്ട് സലാം ഖാനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് സലാം ഖാനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ തുടങ്ങിയത്. അപ്പോഴാണ് ഇത് അറിഞ്ഞിട്ട് എന്തോ ലിയാഖത്ത് കയറി വന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ റെക്കോർഡ് ഇവിടെ ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വൈകാതെ നിങ്ങൾ കേൾക്കും. ഇതിൽ പറഞ്ഞത് തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. റിൻഷാദ് പറഞ്ഞ പോലെ ഉമ്മാനെ കൊടുത്തിട്ടാണ് പല ഓട്ടകളും മൂപ്പരടച്ചത്. ആ ഒരു ഇമോഷണൽ, അത് ഒരു സ്ഥിര അടവാണ്. ഉമ്മാനോട് ഭയങ്കര സ്നേഹമുള്ള ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ ഇതേ ആള് തന്നെ ഉമ്മാന്റെ വിശ്വാസപ്രകാരമുള്ള ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഉമ്മ അടക്കമുള്ള ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത ഒരാളാണെന്നും കൂടി ഇത് മനസ്സിലാക്കണം. പിന്നെ പുള്ളി പറഞ്ഞത് ഉമ്മാനോട് പോയി പറഞ്ഞതാണ് പ്രശ്നം എന്നുള്ളത്. കള്ളൻ കട്ടിട്ട് കളവ് മറ്റേ പ്രശസ്തനായ കള്ളൻ കക്കുന്നുണ്ട് എന്ന് വീട്ടിൽ പോയി ഒരാൾ പറഞ്ഞതാണ് മൂപ്പർക്ക് പ്രശ്നം. പറഞ്ഞ ആൾക്കാരാണ് മൂപ്പര് തെറ്റ്. അതായത് മൂപ്പര് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു ഒരു സംഭവം സ്ഥാപിക്കാനാണ് പുള്ളിയോടെ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ അത് പുള്ളിയുടെ ഒരു ഡിബേറ്റ് ഒക്കെ കേട്ടുള്ളവർക്ക് അറിയാം. പുള്ളി സ്ഥിരം അങ്ങനെ ഒരു, അതായത് പുള്ളിനോടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇമാതിരിയുള്ള കുറെ കുരുട്ടുബുദ്ധികൾ വെച്ചിട്ടാണ് പുള്ളി എപ്പോഴും ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് കേൾക്കുക, ഇതിന്റെ റെക്കോർഡ് വരും. അപ്പൊ ഇത് എനിക്കറിയാം പലരും ഇടക്ക് വെച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ സാധാരണ ഒരു 5-10 ആൾക്കാർ മാത്രം ഉണ്ടാകുന്ന ചർച്ചകളാണ് ഇതൊക്കെ. അപ്പോൾ അതിന്റെ റെക്കോർഡൊക്കെ നാളായിട്ട് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല. സലാംകാക്ക് ലാസ്റ്റ് വേർഡ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാതെ പോയിട്ടുണ്ട്. സലാംകാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഞാൻ ഒരു 1.5 വർഷത്തിലധികം ലിയാഖത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയേണ്ട, മറുപടി അറിയിക്കുന്നില്ല എന്നുള്ള അങ്ങനെ പോയതാണ്. ഇന്നും മറുപടി പറയാൻ എത്തിയിരുന്നില്ല, ഉദ്ദേശിച്ചിരുന്നില്ല. ഒന്ന് പെട്ടതാണ്. പിന്നെ എന്ന് ഞാൻ ഇതിങ്ങനെ ക്ലബ് ഹൗസ് കയറി നോക്കുമ്പോൾ ഇന്നൊരു ചർച്ച കണ്ടു, മുർത്തദിനെ കൊല്ലണം എന്ന്. അപ്പൊ ഞാൻ അവരെ ഇതിലൊന്ന് കയറി നോക്കും, ആരാണ് കൊല്ലണോ എന്ന് ചോദിക്കുന്നത്, ചോദ്യം ആരാണ് ചോദിക്കുന്നത്, അത് ആരോടാണ് ചോദിക്കുന്നത് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു ആകാംക്ഷയോട് കൂടി ഞാൻ കയറി. പക്ഷേ എനിക്ക് മൈക്കാൻ പറ്റില്ല. ഞാനൊരു മണിക്കൂറിലധികം വേണ്ടി ശ്രമിച്ചു. ഞാനിന്ന് മടങ്ങി പോലെ ചെയ്തു. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഈ പ്രീതി കേസിലെ കാര്യം പറഞ്ഞപ്പോൾ ഇതിലേക്ക് ലിയാഖത്തിന്റെ പേര് എവിടെ ഒന്ന് പരാമർശിച്ചൊന്ന് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞ ലിയാഖത്തിൽ എന്റെ അരിയനാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഞാൻ ഒന്ന് പരിചയപ്പെട്ടു. സലാംക, ഈ ഒരു സംഭാഷണം കൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നമുക്കും വിഷമമുണ്ട്. പക്ഷേ നമ്മളുടെ നിയന്ത്രണത്തില്ലാത്തൊരു കാര്യമല്ലോ. അല്ല അങ്ങനെയാണ് ഫസ്റ്റ് ആദ്യം ഡിസ്കണക്ട് ആയി തോന്നുന്നുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്തു, സമയമില്ലേ? ക്ലോസ് ചെയ്തു. അപ്പൊ